Hi everyone, so this is our fourth video of Partnership Act. So നമുക്ക് ബാക്കിയുള്ളത് പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് വീഡിയോയുടെ ഒരു ക്വിക്ക് റിവിഷൻ നോക്കാം. സ്ക്രീനിൽ നോക്കാതെ തന്നെ എൻ്റെ കൂടെ പറയാൻ പറ്റുമെങ്കിൽ നോക്കുക. സ്ക്രീൻ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, ഞാൻ ഓടിച്ചു വിടും. എനിവേ വി ആർ ഗോയിങ് ടു ഡു എ ക്വിക്ക് റിവിഷൻ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യം പഠിച്ചത് റിലേഷൻഷിപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ടു വൺ അനദർ, പരസ്പരമുള്ള റിലേഷൻസിന്മേലാണ് നമ്മൾ പഠിച്ചത് അല്ലേ. പരസ്പരമുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ്. അതിനകത്ത് നമ്മൾ കുറച്ച് ജനറൽ ഡ്യൂട്ടീസ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? കോമൺ അഡ്വാൻറ്റേജിന് വേണ്ടി വർക്ക് ചെയ്യണം, ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുള്ളിൽ. പിന്നെ അക്കൗണ്ട്സിൻ്റെ കാര്യം ട്രൂ അക്കൗണ്ട്സ് ആയിരിക്കണം, ഇൻഫർമേഷൻ്റെ കാര്യം ഫുൾ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യണം അല്ലേ. ഇതൊക്കെയാണ് ജനറൽ ഡ്യൂട്ടീസിൽ നമ്മൾ പഠിച്ചത്. പിന്നെ പറഞ്ഞു ഇൻഡംനിറ്റി. എന്താ ഇൻഡംനിറ്റി? ആരെയാണ് ഇൻഡംനിഫൈ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഫ്രോഡ് ചെയ്താൽ ആ ഫ്രോഡിൻ്റെ ലോസ് പാർട്ട്ണർഷിപ്പ് സഫർ ചെയ്യണോ, ആ ഇൻഡിവിജ്വൽ പാർട്ട്ണർ സഫർ ചെയ്യണോ? പാർട്ട്ണർ സഫർ ചെയ്യണം അല്ലേ. അപ്പോൾ ആ പാർട്ട്ണർ എന്ത് ചെയ്യണം? ഫേമിനെ ഇൻഡംനിഫൈ ചെയ്യണം, ഫേമിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ആ ലോസ് ഫേമിന് പേ ഓഫ് ചെയ്യണം. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ഡൈറ്റ്സ്, മ്യൂച്വൽ കോൺട്രാക്ട് വഴി വരുന്നത് അല്ലേ. സോ 1 by 1 ആയിട്ട് പറയുന്നതിന് മുമ്പ് സ്ക്രീനിൽ നോക്കാമെന്ന് പറഞ്ഞ് ഏതൊക്കെ റിലേഷൻസാണ് നമ്മൾ പഠിച്ചത്? ജനറൽ ഡ്യൂട്ടീസ് പഠിച്ചു, ഇൻഡംനിഫൈ പഠിച്ചു, കോൺട്രാക്ട് ബേസിസിൽ പഠിച്ചു, മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് പഠിച്ചു. പിന്നെന്താ നമ്മൾ ഇതിനകത്ത് പഠിച്ചത്? കണ്ടക്ട് ഓഫ് ബിസിനസ് അല്ലേ. കണ്ടക്ട് ഓഫ് ബിസിനസ്സിനുള്ള റൈറ്റ്സും പഠിച്ചു. സോ അതിപ്പോൾ മൂന്നെണ്ണം നമ്മൾ കവർ ചെയ്തു. ഓക്കെ, കോൺട്രാക്ട് ബേസിസിൽ എങ്ങനെയാണ് വരുന്നത്? പരസ്പരമുള്ള കോൺട്രാക്ട് പ്രകാരം ലോസും ലയബിലിറ്റീസും വരും. അതിൻ്റെ കൂടാതെ ഒരു കോൺട്രാക്ട് നമ്മൾ പഠിച്ചു, വാലിഡ് ആണെന്ന് പറഞ്ഞു. യൂഷ്വലി വാലിഡ് അല്ലാത്തൊരു കോൺട്രാക്ട് ഈ കേസിൽ വാലിഡ് ആയിരുന്നു. എന്തായിരുന്നു? കോൺട്രാക്ട് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് അല്ലേ. ഒരു പാർട്ട്ണർഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് വേറൊരു ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വാലിഡ് ആയിട്ടൊരു കോൺട്രാക്ട് വെക്കാമെന്ന് പഠിച്ചു. നെക്സ്റ്റ് എന്തായിരുന്നു? കണ്ടക്ട് ഓഫ് ബിസിനസ് അല്ലേ. എല്ലാ പാർട്ട്നേഴ്സിനും ബിസിനസ് കണ്ടക്ട്സിനുള്ള റൈറ്റ്സ് ഉണ്ട്. തന്നെ എല്ലാവരും ഡിലിജൻ്റ്ലി വർക്ക് ചെയ്യണം. ഓർഡിനറി മാറ്റേഴ്സ് ആണെങ്കിൽ എത്ര ഇത് വേണം ഡിസിഷൻ എടുക്കാൻ? മെജോറിറ്റി. ദെൻ നേച്ചർ ഓഫ് ബിസിനസ് മാറുന്ന കേസസിലാണെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെ ഒപ്പീനിയൻ നമുക്ക് ആവശ്യമുണ്ട്. ദെൻ എല്ലാ പാർട്ട്നേഴ്സിനും പിന്നെ ചില കൂടുതൽ ആൾക്കാർക്കും ഈ പറയുന്ന ആക്സസ്, കോപ്പി ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ്. ആരാണെന്ന്? ബാക്കിയുള്ള ആൾക്കാർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെ. ഡിസീസ്ഡ് പാർട്ട്നേഴ്സിൻ്റെ കേസിൽ ഇവർക്ക് എല്ലാ റൈറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ റെമ്യൂണറേഷൻ റൈറ്റ് ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇനി ക്യാപിറ്റലിൻ്റെ മേളിൽ എത്രയെങ്കിലും എമൗണ്ട് കൊടുക്കുന്നുവെങ്കിൽ എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം? 6% വെച്ചിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. പിന്നെ എന്താ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രോഫിറ്റും ലോസും എങ്ങനെ ഷെയർ ചെയ്യണം? ഈക്വലി ഷെയർ ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻഡംനിറ്റി അല്ലെ. ഫേം അങ്ങോട്ട് ഇൻഡംനിഫൈ ചെയ്യണം, പാർട്ട്നേഴ്സ് ഫേമിനെയും ഇൻഡംനിഫൈ ചെയ്യണം. എപ്പോഴാണ്? പാർട്ട്നേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വിൽഫുൾ നെഗ്ലക്റ്റ് ഉണ്ടെങ്കിൽ പാർട്ട്ണർ ഫേമിനെ ഇൻഡംനിഫൈ ചെയ്യണം. ഫേം എപ്പോഴാണ് പാർട്ട്ണറിനെ ഇൻഡംനിഫൈ ചെയ്യണത്? എമർജൻസി സിറ്റുവേഷനിൽ ആക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ. അല്ലാതെ ഓർഡിനറി പ്രോപ്പർ കണ്ടക്ട് ഓഫ് ബിസിനസ്സിൽ എമർജൻസി സിറ്റുവേഷനിൽ പുള്ളിയുടെ ലൈഫിലായിരുന്നെങ്കിൽ പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്തേനെ? ആ രീതിയിൽ പുള്ളി റിയാക്ട് ചെയ്തപ്പോൾ ലോസ് എങ്കിലും സഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പാർട്ട്ണർ ആ ലോസ് സഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഫേം ആ പാർട്ട്ണറിനെ ഇൻഡംനിഫൈ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ പാർട്ട്നേഴ്സ് ബിറ്റ്വീൻ പഠിച്ചത് അല്ലേ. ദെൻ നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു പാർട്ട്ണർഷിപ്പിൻ്റെ പ്രോപ്പർട്ടി? ഇറ്റ് മേ ബി എ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ എന്താ ഒരു റൈറ്റ് ആവാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ പ്രോപ്പർട്ടി ആകാം. എങ്ങനെ കിട്ടിയതായിരിക്കും? ബ്രോട്ട് ഇൻ ബൈ ദ പാർട്ട്നേഴ്സ് ആവാം, പിന്നെ അക്വയർഡ് ആവാം, പർച്ചേസ്ഡ് ആവാം, ഓർ അതർവൈസ് ആവാം. എങ്ങനെ വേണമെങ്കിലും കിട്ടിയതാവാം. ഇനി അതിൻ്റെ കൂടെ എന്താ നമ്മൾ പഠിച്ചത്? എന്തിനു വേണ്ടിയായിരിക്കണം? ഫോർ ദ പർപ്പസ് ഓഫ് ദി ബിസിനസ് അല്ലെങ്കിൽ ഫോർ ദ കോസ് ഓഫ് ബിസിനസ്, അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിരിക്കാനായിരിക്കണം. ദെൻ ഈ പ്രോപ്പർട്ടിക്കകത്ത് ഒന്നും കൂടി ഇൻക്ലൂഡഡ് ആണ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. എന്താണത്? ഗുഡ് വിൽ ഓൾസോ പാർട്ട് ഓഫ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു അല്ലേ. പിന്നീട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് വിളിച്ചു? ഇത് പഠിച്ചാൽ തന്നെ, ഈ ഒരു കാര്യം പഠിച്ചാൽ തന്നെ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള എന്ത് വേണമെങ്കിലും എഴുതാൻ പറ്റും. ആ ഡെഫിനിഷൻ്റെ തന്നെ ബൈഫിക്കേഷൻ ആണ്, ക്യാരക്ടറിസ്റ്റിക്സും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസും ഒക്കെ. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് ഗുഡ് വിൽ എന്താണെന്നല്ലേ. ഗുഡ് വിൽ ഇസ് ദ വാല്യൂ ഓഫ് ഡാഷ് ഓഫ് എ ബിസിനസ്, റെപ്യൂട്ടേഷൻ ഓഫ് ബിസിനസിൻ്റെ വാല്യൂ അല്ലെ. ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന റവന്യൂ അല്ലെങ്കിൽ ആ പ്രോഫിറ്റിന് കമ്പാരിറ്റീവ്ലി നോർമൽ ബിസിനസ്സിന് എത്ര മേളിൽ കിട്ടുന്നു അതിൻ്റെ ക്യാഷ് വാല്യൂ എടുത്താൽ അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ എടുത്താൽ നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ ഗുഡ് വില്ലായിട്ട് കാൽക്കുലേഷൻ പർപ്പസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെയിം ദെൻ നമ്മൾ ഗുഡ് വില്ലിൻ്റെ സെയിൽ നടക്കുന്ന സമയത്ത് എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രിക്റ്റ് ഓഫ് ട്രേഡ് പിന്നെയും വാലിഡ് ആകും അല്ലേ. ഏത് കേസിലാണ്? ഗുഡ് വില്ല് സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു ഫിക്സഡ് ലൊക്കാലിറ്റിയിൽ ഫിക്സഡ് ടൈമിനുള്ളിൽ സെയിം ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു കോൺട്രാക്ട് വെക്കാം. എ കോൺട്രാക്ട് ഇൻ റെസ്ട്രിക്റ്റ് ഓഫ് ട്രേഡ്. അത് വാലിഡാണ്. എപ്പോഴാണ് ഇൻവാലിഡ് ആവുന്നത്? റീസണബിൾ അല്ലാത്ത കേസിൽ ഇൻവാലിഡ് ആണ്. റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ആണ് എങ്കിൽ അത് വാലിഡ് ആണെന്ന് പഠിച്ചു. ദെൻ നമ്മൾ പഠിച്ചു പേഴ്സണൽ പ്രോഫിറ്റ് ഏൺ ബൈ പാർട്ട്നേഴ്സ്. എപ്പോഴാണ് പേഴ്സണൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്?
ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ വഴി അല്ലെ ഫേമുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ വഴി മീൻസ് ഫേമിന് വേറൊരു കോൺട്രാക്ട് പിടിച്ചു കൊടുത്തു, ഫേം ആ കോൺട്രാക്ട് എടുത്തപ്പോൾ ഇൻഡയറക്ട്ലി അയാൾക്ക് ഒരു കമ്മീഷൻ കിട്ടി. അല്ലെങ്കിൽ ബൈ ദ യൂസ് ഓഫ് ഫേം പ്രോപ്പർട്ടി, ഫേമിൻ്റെ ഒരു ബിൽഡിംഗ് അയാൾ റെന്റ് ചെയ്തു ബാക്കി പാർട്ട്നേഴ്സ് അറിയാതെ. അല്ലെങ്കിൽ ബൈ യൂസ് ഓഫ് ബിസിനസ് കണക്ഷൻ ഓഫ് ദ ഫേം, ഫേമിൻ്റെ ബിസിനസ് കണക്ഷൻ യൂസ് ചെയ്ത് അയാൾ വേറൊരിടത്തു നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് അറ്റ് ഡിസ്കൗണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ബാക്കിയുള്ളവർ അറിയാതെ എന്തുണ്ടാക്കി, സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്, ആ സീക്രട്ട് പ്രോഫിറ്റ് ഫേമിന് പേ ഓഫ് ചെയ്യണം, അക്കൗണ്ട് ചെയ്യണം. അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്. പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുന്നില്ല, ചേഞ്ച് ഇൻ ദി നേച്ചർ ഓഫ്, അല്ലെങ്കിൽ ഫേമിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ആയാൽ റൈറ്റ്സും ഡ്യൂട്ടീസിനും വല്ല ചേഞ്ചും വരുന്നുണ്ടോ, ഒന്നും വരുന്നില്ല എന്നാണ് നമ്മൾ പഠിച്ചതല്ലേ. പക്ഷേ മെയിനായിട്ട് പഠിച്ചിരിക്കുന്നുണ്ട് എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച്. 4 രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ആവും. 1 അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, 2 റിമൂവൽ ഓഫ് എ പാർട്ട്ണർ, 3 നേച്ചർ ഓഫ് ബിസിനസ് മാറി, അല്ലെ ചെയ്തുകൊണ്ടിരുന്ന അഡ്വഞ്ചർ ഓർ അണ്ടർടേക്കിംഗ് മാറി അവർ വേറൊരെണ്ണം ചെയ്തു. അല്ലെങ്കിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഫിക്സഡ് പാർട്ട്ണർഷിപ്പ് ആയിട്ട് തുടങ്ങിയത് ആ പീരീഡ് കഴിഞ്ഞ് പിന്നെയും കണ്ടിന്യൂ ചെയ്തു. ഈ 4 കേസിൽ എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ഉണ്ടായി. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും എന്താ, നമ്മുടെ പ്രീവിയസ് റൈറ്റ്സ്, മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ അതുപോലെ തന്നെ റിമെയിൻ ചെയ്യും എന്നാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് റിലേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ടു തേർഡ് പാർട്ടീസ്. പാർട്ട്നേഴ്സിന് തേർഡ് പാർട്ടീസിനോടുള്ള റിലേഷൻസിന് അത് തന്നെ നമ്മൾ പറഞ്ഞു, പാർട്ട്ണർ ആസ് ആൻ ഏജന്റ്, ടു ബി ആൻ ഏജന്റ് ഓഫ് ദ ഫേം. ഓരോ ആൾക്കാർ ചെയ്തതും ഒരു ഏജന്റ് ആയിട്ടാണ്. സോ പാർട്ട്ണർഷിപ്പിന് ഓട്ടോമാറ്റിക്കലി തേർഡ് പാർട്ടീസിനോട് ലയബിലിറ്റി വരുമല്ലേ. ഒരു ആക്ട്, ഒരു ഏതെങ്കിലും ഒരു വ്യക്തി ആസ് ആൻ ഏജന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ പാർട്ട്ണർഷിപ്പ് പ്രിൻസിപ്പിൾ ആകും. പ്രിൻസിപ്പിൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി തേർഡ് പാർട്ടീസിനോടുള്ള ലയബിലിറ്റി പ്രിൻസിപ്പിളിനാണ്, ഏജന്റിനല്ല. നോർമൽ ഏജൻസി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നോർമൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ലോസും പ്രോഫിറ്റും സഫർ ചെയ്യേണ്ടത് പ്രിൻസിപ്പിൾ ആണ്, അല്ലേ ഏജന്റിന് ഉത്തരവാദിത്വമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരാൾ തന്നെ ഏജന്റും അതേസമയം അയാൾ തന്നെ പ്രിൻസിപ്പിളും ആകുന്നതുകൊണ്ട് ലോസും പ്രോഫിറ്റും അവിടെയും അയാളും ഷെയർ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ പറഞ്ഞു ഇംപ്ലൈഡ് അതോറിറ്റി, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണെന്ന് പറഞ്ഞില്ലേ. എന്താണ് ഇംപ്ലൈഡ് അതോറിറ്റി, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വിച്ച് ബൈൻഡ് ദ ഫേം, ഫേമിനെ ബൈൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു പാർട്ട്ണർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇൻ റിലേഷൻ ടു ദ ബിസിനസ്, ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് പറയും, ഇംപ്ലൈഡ് അതോറിറ്റി എന്ന് പറയും അല്ലേ. സോ ഇംപ്ലൈഡ് അതോറിറ്റിക്ക് അത് വരാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, 8 കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല, ദെൻ സ്യൂട്ട് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല, സ്യൂട്ടിൽ കോംപ്രമൈസ് എഗ്രിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സ്യൂട്ട് വരുന്ന ക്ലെയിം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ, പറ്റത്തില്ല. ഏത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത്, ഫേമിൻ്റെ ബാങ്ക് അക്കൗണ്ട് ആരുടെ പേരിൽ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, സ്വന്തം പേരിൽ ഫേമിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാൻ പറ്റുമോ, പറ്റും. പക്ഷെ ഫേമിൻ്റെ ബിഹാഫിൽ പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വ്യത്യാസം. കനോട്ട് എൻ്റർ ഇൻ ടു പാർട്ട്ണർഷിപ്പ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതല്ല എൻ്റെ അത് ശരി. എന്താണ് കനോട്ട് എൻ്റർ ഇൻ ടു എ പാർട്ട്ണർഷിപ്പ് ഓൺ ബിഹാഫ് ഓഫ് ദ ഫേം, ഫേമിനെ റെപ്രസെൻറ്റ് ചെയ്തൊരു പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, വിത്ത് റിലേഷൻ ടു ഇമൂവബിൾ പ്രോപ്പർട്ടി, ഇമൂവബിൾ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റത്തില്ല, വിൽക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന അതർ ദാൻ ഇംപ്ലൈഡ്, നോൺ ഇംപ്ലൈഡ് അതോറിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ ഇത് കൂട്ടാനും കുറയ്ക്കാനും കോൺട്രാക്ട് വഴി പോസിബിൾ ആണ്. അതിനെ നമ്മൾ എന്ത് പറയും, റെസ്ട്രിക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ഇംപ്ലൈഡ് അതോറിറ്റി. ഇവിടെ കൂട്ടിയാൽ ഇംപ്ലൈഡ് അതോറിറ്റി കുറഞ്ഞു അല്ലേ. നോൺ ഇംപ്ലൈഡ് അതോറിറ്റി കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇംപ്ലൈഡ് അതോറിറ്റി കുറഞ്ഞു. ഇംപ്ലൈഡ് അതോറിറ്റി നോൺ ഇംപ്ലൈഡ് അതോറിറ്റി കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇംപ്ലൈഡ് അതോറിറ്റി കൂടി. ലൈക്ക് വൈസ് എക്സ്റ്റൻഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ഈസ് പോസിബിൾ. പിന്നെ നമ്മൾ പറഞ്ഞു ഇംപ്ലൈഡ് അതോറിറ്റി ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ. നോർമൽ ബിസിനസ് ആക്ടിവിറ്റിയിൽ വിടുന്നതായിരിക്കണം. നേച്ചർ ആൻഡ് സർക്കംസ്റ്റാൻസ് അനുസരിച്ച് ഈ നോർമൽ ബിസിനസ് ആക്ടിവിറ്റി മാറിക്കൊണ്ടിരിക്കും. വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു ബൈൻഡ് ദ ഫേം അല്ലെ, ഇൻ ദ നെയിം ഓഫ് ദ ഫേം, ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഫേം, ഫേമിനെ ബൈൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചു നമ്മൾ അതിനേത് എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞത് യൂഷ്വൽ ബിസിനസ് നേച്ചർ അനുസരിച്ച് മാറുന്നുള്ളത്. ഒരു ബാങ്ക് ആണ് എങ്കിൽ ഒരു പ്രൊഫഷണൽ ബോഡി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പോലെ അവിടുത്തെ ട്രാൻസാക്ഷൻസിൻ്റെ നേച്ചർ ആയിരിക്കത്തില്ല ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനത്തിനുള്ളത് അല്ലെ. അവിടെ ബൈയിങ്ങും സെല്ലിങ്ങും ക്രെഡിറ്റും കാര്യങ്ങളും ബിൽ നോട്ടും ചെക്കും എല്ലാ കാര്യങ്ങളും കാണും. പക്ഷെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു CA ഫേം, ഒരു സോളിസിറ്റേഴ്സ് ഫേം എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കത്തില്ല അല്ലേ. സോ രണ്ട് രീതിയിലും നേച്ചർ ഓഫ് ബിസിനസ് മാറും. അതെല്ലാം വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത് അതിനകത്ത്, പാർട്ട്നേഴ്സ് അതോറിറ്റി ഇൻ കേസ് ഓഫ് എമർജൻസി. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇൻ കേസ് ഓഫ് എമർജൻസിയുടെ സിറ്റുവേഷനിൽ ഒരു പാർട്ട്ണർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബൈൻഡിങ് ഓൺ ദ ഫേം, ഫേം ഈസ് ബൗണ്ട് ടു തേർഡ് പാർട്ടീസിനോട് ഫേമിന് ബൈൻഡിങ് എഫക്റ്റ് ഉണ്ട്, ഫേം ലയബിൾ ആണ്. ക്ലിയർ അല്ലേ. ഈ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫക്റ്റ് ഓഫ് അഡ്മിഷൻ ബൈ എ പാർട്ട്ണർ, ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ്, എഫക്റ്റ്.
നമുക്ക് നോക്കാം. So an admission or representation made by a partner concerning, oh sorry, this admission doesn't mean an admission, actually I will tell you later. So made by a partner concerning the affairs of the firm is evidence against the firm if it is made in the ordinary course of business. ഞാൻ അപ്പോയിൻമെന്റ് ഓഫ് പാർട്ട്ണർ ആണെന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഹെഡിങ് വായിച്ചത്. അപ്പോയിൻമെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു കാര്യം റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എയും ബിയും സിയും കൂടെ പാർട്ട്നേഴ്സാണ്. ഇവരെല്ലാവരും കൂടെ നല്ല ഹൈ ക്വാളിറ്റി സിൽക്ക് മെറ്റീരിയൽസ് ആണ് സെല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹൈലി കോസ്റ്റ്ലി ആണ്. നമ്മൾ കസ്റ്റമേഴ്സ് എല്ലാം ഇച്ചിരിയും കൂടെ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ്. സോ ഈ ഒരു പ്രോഡക്റ്റ് എക്സ് എന്ന് പറഞ്ഞ കസ്റ്റമർക്ക് വിൽക്കുന്ന സമയത്ത് പറഞ്ഞു ഹൈ ക്വാളിറ്റി ആണ്, ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവത്തില്ല, അല്ലെങ്കിൽ ഇത് വാഷ് ചെയ്താൽ വാഷ് ചെയ്യാൻ പറ്റുന്ന സിൽക്കാണ്, നോർമൽ സോപ്പി വാഷ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറേ റെപ്രസെൻറ്റേഷൻസ്, ഇങ്ങനെ ഈ എ ഇവരോട് പറയുന്ന ഈ കുറേ കാര്യങ്ങളില്ലേ, ഇതിനേക്ക് നമ്മൾ എന്ത് പറയും? റെപ്രസെൻറ്റേഷൻസ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു വെപ്പിച്ചു, റെപ്രസെൻറ്റേഷൻസ് ചെയ്തു. സോറി, ഞാൻ വെട്ടിക്കളയുന്നതല്ല കേട്ടോ, എൻ്റെ പെൻ ഇടയ്ക്കിനെ ചതിക്കുന്നതാണ്. റെപ്രസെൻറ്റേഷൻസ് ഇങ്ങനെ കുറേ റെപ്രസെൻറ്റേഷൻസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അതിനെയാണിട്ട് ഇത് പോയി വാഷ് ചെയ്ത് നോക്കി. ഇയാൾ പറയുന്ന വിശ്വസിച്ചതുകൊണ്ട് വാഷ് ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ കളറും പോയി. യൂഷ്വലി സിൽക്കിന് എന്താ നമ്മൾ പരിസ്ഥിതി കാണത്തില്ലേ, സിൽക്കിന് വേറെയാണല്ലേ, നമ്മുടെ സ്റ്റിഫൻ ഷൈൻ പോലെ വേറെ എന്തോ ഒരു സാധനം ഉണ്ടല്ലേ റെഡ് ബോട്ടിലിനകത്ത്, ലൈക്ക് ദാറ്റ്. ആ തിങ്ങെങ്കിലും വേണമായിരുന്നു, അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ വേണമായിരുന്നു. ബട്ട് ഇയാൾ പറഞ്ഞത് വിശ്വസിച്ച് കസ്റ്റമർ ഇങ്ങനെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ ലോസ് സഫർ ചെയ്തു. കസ്റ്റമർ കേസ് കൊടുത്തു കഴിയുമ്പോൾ ബിക്കും സിക്കും പറയാൻ പറ്റുമോ റെപ്രസെൻറ്റേഷൻസ് ചെയ്തത് ആണ്, ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് അഡ്മിറ്റ് ചെയ്തത് ആണ്, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. റെപ്രസെൻറ്റേഷൻസ് ആൻഡ് അഡ്മിഷൻസ് മെയ്ഡ് ബൈ എ പാർട്ട്ണർ ഈസ് ബൈൻഡിങ് ഓൺ അതർ പാർട്ട്നേഴ്സ് ഓൾസോ. ഈ ബാക്കിയുള്ളവരും ലയബിൾ ആണ് ഒരു പാർട്ട്ണർ പറഞ്ഞതിന്. ആ ടൈപ്പ് ഓഫ് അഡ്മിഷൻസ് ആൻഡ് റെപ്രസെൻറ്റേഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൈ മിസ്റ്റേക്ക്. ദെൻ analysis. A partner and agent of each other can make binding admissions, but only in relation to partnership transactions in the ordinary course of business. ഇവിടെ എന്താ ബൈൻഡിങ് ആയത്? പാർട്ട്ണർഷിപ്പ് ട്രാൻസാക്ഷൻ ആണല്ലേ. ഇവിടെ ടെക്സ്റ്റൈൽ സിൽക്സിൽ ഡീൽ ചെയ്യുന്ന പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ടാണ് ഇത് ബൈൻഡ് ആയത്. ഫോർ എക്സാമ്പിൾ, ഇതൊന്നുമല്ല, ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. എക്സ് എന്ന് പറയുന്ന ആളോടൊരു കാര്യം പറയുന്നു, ലൈക്ക് സംതിങ് എൽസ്, പാർട്ട്ണർഷിപ്പുമായിട്ട് റിലേറ്റഡ് അല്ലാത്തൊരു കാര്യം. സോ ഇയാൾ ഫർണിച്ചർ വാങ്ങിക്കാൻ പോവുക. സോ ഫർണിച്ചർ കടയിൽ ചുമ്മാ പോയി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഇവർക്കൊന്നും ഒരു കണക്ഷനും ഇല്ല ഫർണിച്ചർ ഷോപ്പുമായിട്ട്. അവിടെ നിന്നിട്ട് ഇയാളോട് പറയുകയാണ്, ഈ ഫർണിച്ചർ സൂപ്പറാണ്, അതാണ് ഇതാണ്, അത് ബ്രേക്കബിൾ അല്ല, കുത്തിപ്പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് വിശ്വസിച്ച് എക്സ് സാധനം വാങ്ങിച്ചു. പിറ്റേ ദിവസം തന്നെ അത് ഒടിഞ്ഞും പോയി കൊള്ളത്തുമില്ലായിരുന്നു. എക്സ് കേസ് കൊടുത്താൽ ബിക്കും സിക്കും ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ദിസ് ഇസ് നോട്ട് ഇൻ റിലേഷൻ ടു ബിസിനസ് ആൻഡ് ഓൾസോ നോട്ട് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ പെടുന്ന കാര്യങ്ങളല്ല, ഈ പാർട്ട്ണർഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ക്ലിയർ ആണോ? Then, the admission or representation by a partner will not, however, bind the firm if his authority on the point is limited and the other party need not the restrictions. എന്താ നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് പോലെ തന്നെ എന്താണ് ഇങ്ങനൊരു റെപ്രസെൻറ്റേഷൻ നടത്താൻ, അല്ലെങ്കിൽ ഈ സിൽക്ക് മെറ്റീരിയൽസ് സെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള റൈറ്റ് ആർക്കില്ല? എക്ക് ഇല്ല. നോ റൈറ്റ് ടു എക്ക് ഇതിനുള്ള അവകാശം പോലും ഇല്ലായിരുന്നു വിൽക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ നടത്താനുള്ള റൈറ്റ്സ് എക്കില്ല. കോൺട്രാക്ട് പ്രകാരം അങ്ങനെ ഒരു റൈറ്റ്സ് ഇല്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ദി എക്സ് ആരാ? തേർഡ് പാർട്ടി നോസ്. ഇങ്ങനൊരു റൈറ്റ്സ് ഇല്ല എന്നുള്ള കാര്യം തേർഡ് പാർട്ടിക്ക് അറിയാം. അറിഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. അല്ലെ, റൈറ്റ് ഇല്ലാത്ത ആളാണ്, ശരിക്കും ഇതിനകത്ത് റൈറ്റ്സ് ഇല്ലാത്തൊരു പാർട്ട്ണറാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് എക്സ് ഇത് എടുക്കുന്നതെങ്കിൽ പിന്നീട് എക്സിന് കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റും. എക്കെതിരെ മാത്രമേ കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി പാർട്ട്നേഴ്സിന് ലയബിലിറ്റി ഉണ്ടോ? ലയബിലിറ്റി ഇല്ല. The section speaks of admission and representation being evidence against the firm. This is to say they will affect the firm when tendered by third parties. They may not have same effect in the case of dispute between partners themselves. അപ്പോൾ നമുക്കിതിന് ഒരു ചാർട്ട് റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എപ്പോഴാണ് റെപ്രസെൻറ്റേഷൻസ് ആൻഡ് അഡ്മിഷൻസ്, റെപ്രസെൻറ്റേഷൻ ആൻഡ് അഡ്മിഷൻ ബൈ പേഴ്സൺസിന് എപ്പോഴാണ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നതെന്ന്, എപ്പോഴാണ് വിത്തിൻ അതോറിറ്റി ഇത് പറയുന്ന
പാർട്ട്ണറുടെ വിത്തിൻ അതോറിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് എങ്കിൽ ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിനും ലയബിലിറ്റി ഉണ്ട്, ബൈൻഡിങ് ആണ്. ഇനി ഔട്ട്സൈഡ് അതോറിറ്റി അല്ലെങ്കിൽ ഔട്ട്സൈഡ് അതോറിറ്റിയാണ്, പാർട്ട്ണർക്ക് ലയബിലിറ്റി ഇല്ല. ദെൻ എക്സ് എന്ന് പറയുന്ന തേർഡ് പാർട്ടി നോസ്, അയാൾക്ക് അതോറിറ്റി ഇല്ല എന്നുള്ള കാര്യം അറിയത്തുമില്ല. അങ്ങനെയാണെങ്കിൽ ഓൾ പാർട്ട്നേഴ്സ് നോട്ട് ലയബിൾ, ഓൾ പാർട്ട്നേഴ്സ് നോട്ട് ലയബിൾ, പാർട്ട്നേഴ്സിന് ഔട്ട്സൈഡ് വേൾഡിനോട് ലയബിലിറ്റി ഇല്ല. എക്സാമ്പിൾ നോക്കാം. എക്സ് ആൻഡ് വൈ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഡീലിംഗ് വിത്ത് സ്പെയർ പാർട്സ് ഓഫ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് മോട്ടോർ സൈക്കിൾ ബൈക്ക്. ഇസഡ് പർച്ചേസ്ഡ് എ സ്പെയർ പാർട്ട് ഫോർ ഹിസ് യമഹ മോട്ടോർ സൈക്കിൾ ആഫ്റ്റർ ബീങ് ടോൾഡ് ബൈ എക്സ് ദാറ്റ് ദ സ്പെയർ പാർട്ട് ഈസ് suitable for his motorcycle. Y is ignorant about the transaction. The spare parts proves to be unsuitable for the motorcycle and it is damaged. Both X and Y are responsible for Z for his loss. എന്താ സംഭവിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ വേറൊരു പതിപ്പ്. എക്സും വൈയും പാർട്ട്നേഴ്സ് ആണ്. എക്സ് എന്ത് ചെയ്തു? ഇസഡിന് കറക്റ്റാണ്, നിൻ്റെ മോട്ടോർ സൈക്കിളിന് ഇത് ഫിറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെയർ പാർട്സ് കൊടുത്തു വിട്ടു. ആക്ച്വലി അത് ഫിറ്റ് അല്ലായിരുന്നു, അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ബൈക്കും കൂടെ നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും ഒരു അറിവുമില്ലാത്ത ആളാണ് വൈ എങ്കിൽ പോലും വൈക്ക് എന്താണ്? റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബൈൻഡിങ് ആണ്. ഓക്കെ, ദെൻ എഫക്റ്റ് ഓഫ് നോട്ടീസ് ടു ആക്ടിങ് പാർട്ട്നേഴ്സ്. എഫക്റ്റ് ഓഫ് ആക്ടിങ് പാർട്ട്ണർക്ക് അറിയാമെങ്കിൽ, മറ്റേ നോട്ടീസ് അല്ല കേട്ടോ, നമ്മളുടെ പരിപാടികളുടെ നോട്ടീസ് അല്ല ഉദ്ദേശിക്കുന്നത്. നോട്ടീസ് മീൻസ് ഐ നോട്ടീസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞില്ല, ഐ നോട്ടീസ് യു, മനസ്സിലാക്കി, കണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. സോ ഒരു പാർട്ട്ണർക്ക് അറിയാമെങ്കിൽ എല്ലാ പാർട്ട്ണർക്കും അറിയാവുന്നത് പോലെ തന്നെയാണ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നോട്ടീസ് ടു എ പാർട്ട്ണർ ഹു ഹാബിച്വലി ആക്ട് ഇൻ ദ ഫേം ഓഫ് ബിസിനസ് ഓഫ് എനി മാറ്റർ റിലേറ്റിംഗ് ടു ദ അഫയേഴ്സ് ഓഫ് ദ ഫേം ഓപ്പറേറ്റ്സ് ആസ് നോട്ടീസ് ടു ദ ഫേം എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഫ്രോഡ് ഓൺ ദ ഫേം കമ്മിറ്റഡ് ബൈ ഓർ വിത്ത് ദ കൺസെന്റ് ഓഫ് ദാറ്റ് പാർട്ട്ണർ. സോ എന്താ നോർമലി എക്സാമ്പിൾ ഇവിടെ കിടപ്പുണ്ട്, നമുക്ക് എക്സാമ്പിൾ നോക്കാം. PQR are partners in a business for purchase and sale of second hand goods. R purchases a second hand car on behalf of the firm from S. In the course of dealing with S, he comes to know that car is stolen one and he actually belongs to X. PQ are ignorant about it, but all partners are liable to X, the real owners. എന്താ സംഭവിച്ചത്? പിയും ക്യൂവും ആറും കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുകയാണ്. ഇതിനകത്തുനിന്ന് എന്ത് ചെയ്തു? ആറ് എസിൻ്റെ കയ്യിൽ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചു. ഇത് വാങ്ങിക്കുന്ന സമയത്ത് എസിൻ്റെ കയ്യിൽ നിന്ന് സംഹൗ ആർ കംസ് ടു നോ എന്താണിത്? സ്റ്റോളൻ കാറാണ്. ഫ്രം ആർ എക്സിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോളൻ ചെയ്ത കാറാണ് ഇതെന്ന് മനസ്സിലായി. സോ ശരിക്കും ഇതിൻ്റെ റിയൽ ഓണർ ആരാണ്? എക്സ് ആണ് അല്ലേ? സോ ആറിന് മാത്രമേ എക്സ് എന്ത് ചെയ്യും? എപ്പോഴാണ് നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇതാണ് സ്റ്റോൾ ചെയ്തതെങ്കിലും പോലീസുകാർ വന്നാൽ എവിടെ നിന്നായിരിക്കും ഇത് റിക്കവർ ചെയ്യുന്നത്? PQRൻ്റെ കയ്യിൽ നിന്നായിരിക്കും അല്ലേ? അവർക്ക് നഷ്ടം വരും അല്ലെ? സ്റ്റോളൻ ഗുഡ്സ് വാങ്ങിച്ചാൽ നമുക്ക് കാണാമല്ലേ, ജ്വല്ലറിക്കാരുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ ജ്വല്ലറിക്കാർക്ക് പോയി, അതാണല്ലോ സംഭവിക്കാറ്. ഈ കള്ളനോട് പോയി ഇനി പൈസ തരാൻ പറയാൻ പറ്റുമോ ഇവർക്ക്? പറ്റത്തില്ലല്ലേ, അവരുടെ കയ്യിൽ നിന്ന് ആ കാറ് പോകും. സോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ ഫേമിനൊരു ലോസ് സംഭവിച്ചു. പക്ഷേ പിക്കും ക്യൂക്കും പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് സ്റ്റോളൻ ഗുഡ്സ് ആണ്? ഇല്ല. നോട്ടീസ് ഓഫ് ആർ നോട്ടീസ് ചെയ്തു ഇത് സ്റ്റോളൻ ആണെന്ന്. ഇറ്റ് ഈസ് ഡീംഡ് ആസ് നോട്ടീസ്ഡ് ബൈ ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന, എല്ലാ പാർട്ട്നേഴ്സിനും അറിയാവുന്ന പോലെ തന്നെ കൺസിഡർ ചെയ്യും. അനാലിസിസും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ദ നോട്ടീസ് ടു എ പാർട്ട്ണർ ഹു ഹാബിച്വലി ആക്ട് ഇൻ ദ ബിസിനസ് ഓഫ് ദ ഫേം. ഇത് സൈലന്റ് പാർട്ട്ണറോ സ്ലീപ്പിംഗ് പാർട്ട്ണറോ അല്ല, സംഹൗ ആക്ട് ഇൻ ദ ഫേംസ് അല്ലെ, കണ്ടക്റ്റിലേക്ക് ചെറുതായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് ഇത് അല്ലെ. എങ്ങനെയാണ് എങ്കിൽ ബിക്കോസ് ആറ് തന്നെയാണല്ലോ ഇവിടുന്ന് സാധനം വാങ്ങിച്ചത്, അപ്പോൾ ഒബിയസ്ലി ഹി ഈസ് എൻ ആക്ടിങ് പാർട്ട്ണർ. ദെൻ ദ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു അഫയേഴ്സ് ഓഫ് ദ ഫേം ഓപ്പറേറ്റ്സ് ആസ് എ നോട്ടീസ് ടു ദാറ്റ് ഫേം. എന്താണോ നോട്ടീസ് ടു ദാറ്റ് ഫേം ആയിട്ട് വർക്ക് ചെയ്യും. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഫ്രോഡ് ഓൺ ദ ഫേം കമ്മിറ്റഡ് വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. എന്താ ഇവരും അറിഞ്ഞുകൊണ്ട് ഫുള്ളി അല്ലെങ്കിൽ ഈ ആൾ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുക എന്ന് വെച്ചോ, ഇയാൾ ഫ്രോഡ് കമ്മിറ്റ് ചെയ്താൽ എന്താ സംഭവിച്ചത്? നമ്മൾ പറഞ്ഞു ഒരു പാർട്ട്ണർ ഫ്രോഡ് കമ്മിറ്റ് ചെയ്താൽ എന്താണ്? ബാക്കി പാർട്ട്നേഴ്സിനെ ഇയാൾ ഇൻഡംനിഫൈ ചെയ്യണം അല്ലേ? ഫുൾ ഇപ്പോൾ ഒരു 1 lakh റുപ്പീസിൻ്റെ ലോസ് ഇവിടെ വന്നെന്ന് വെച്ചോ, ബൈക്ക് റിപ്പയർ ആക്കി കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ ആറ് മനഃപൂർവ്വം ഫ്രോഡ് കമ്മിറ്റ് ചെയ്ത കേസാണ് എങ്കിൽ ആറ് എന്ത് ചെയ്യും? ഫേമിനെ ഇൻഡംനിഫൈ ചെയ്യും. ദാറ്റ് മീൻസ് ആറ് ഈ 1 lakh റുപ്പീസ് ബ്രിങ്ങിങ് ചെയ്യും അല്ലേ? ബാക്കിയുള്ളവർ ബ്രിങ്ങിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. Likewise, thus the notice to one is equivalent to notice to the rest of the partners of the firm, just as a notice to an agent is notice to principal. നമ്മൾ പഠിക്കുന്നുണ്ട്.
കോൺട്രാക്റ്റിൻ്റെ അത് ജസ്റ്റ് ആസ് എ നോട്ടീസ് ടു ആൻ ഏജൻറ്റ് ഈസ് നോട്ടീസ് ടു എ പ്രിൻസിപ്പൽ. ഇന്നലെ ഒരു അബദ്ധം പറ്റിയായിരുന്നു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ എവിടെയോ കോൺട്രാക്ട് ആക്റ്റിൽ നമ്മൾ പഠിക്കുന്ന പറഞ്ഞത്. അതിന് കോൺട്രാക്ട് ആക്ട് അല്ല കേട്ടോ, അറിയാതെ പറഞ്ഞു പോയത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിന് നമുക്ക് ആക്ട് ഉണ്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ ആക്റ്റിലായിരിക്കും നമ്മൾ പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഒക്കെ പഠിക്കുന്നത്. ദെൻ ദ നോട്ടീസ് മസ്റ്റ് ബി ആക്ച്വൽ ആൻഡ് നോട്ട് കൺസ്ട്രക്റ്റീവ്. ആക്ച്വൽ ആയിരിക്കണം, കണ്ടിട്ടുണ്ട് എന്ന്. ഇന്നലെ പ്രിൻസിപ്പൾ നോക്കാൻ പറഞ്ഞിട്ട് നോക്കിയായിരുന്നു. ഇന്നലെ അല്ല, ആക്ച്വലി നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടത് എപ്പോഴാണെങ്കിലും. കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഇൻഡോർ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചത്. സോ ആ ടൈപ്പ് ഓഫ് നോട്ടീസ് ആയിരിക്കരുത്. കറക്റ്റ് ആക്ച്വൽ ആയിട്ട് ഈ ആറെന്ന് പറയുന്ന ആൾക്ക് ഇത് സ്റ്റോളൻ ആണെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ദെൻ ഇറ്റ് മസ്റ്റ് ബി റിസീവ്ഡ് ബൈ എ വർക്കിംഗ് പാർട്ട്ണർ ആൻഡ് നോട്ട് ബൈ എ സ്ലീപ്പിംഗ് പാർട്ട്ണർ. വർക്കിംഗ് പാർട്ട്ണർക്കായിരിക്കണം എന്ത് ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്, സ്ലീപ്പിംഗ് പാർട്ട്ണർക്ക് ആയിരിക്കരുത്. ഇറ്റ് മസ്റ്റ് ഫർദർ റിലേറ്റ്സ് ടു ഫേംസ് ബിസിനസ് ഓൺലി ദെൻ ഇറ്റ് വുഡ് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ നോട്ടീസ് ഓഫ് ദി ഫേം. ഫേമിൻ്റെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. ദെൻ മറ്റേ നോട്ടീസ് വരുമ്പം ഇത് കംപ്ലീറ്റ്ലി ഈ നോട്ടീസിൻ്റെ കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓർത്ത് നോക്കിയേ, ഒരു കോർട്ടിൽ നിന്നൊരു നോട്ടീസ് അയച്ചു, കോർട്ട് നോട്ടീസ് അയച്ചു. ഇങ്ങനെ ഒരു കോർട്ട് നോട്ടീസ് അയച്ച സമയത്ത് PQR എന്ന് പറഞ്ഞ ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഈ P എന്ന് പറയുന്ന ആൾ ഒരു വർക്കിംഗ് പാർട്ട്ണറാണ്. ഇത് റിസീവ് ചെയ്തത് പിയുടെ കയ്യിലാണ്. പോസ്റ്റ്മാൻ ഡയറക്റ്റ് പിയുടെ കൈ കൊണ്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ക്യൂനും ആറിനും പറയാൻ പറ്റുമോ ഇങ്ങനെ ഒരു കോർട്ട് നോട്ടീസ് വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല, പി മാത്രമേ അറിഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് അയച്ചില്ല? ഇല്ല. ഇങ്ങനെയാണ് ഒരാൾ നോട്ടീസ് ചെയ്താൽ ബാക്കിയുള്ളവർ നോട്ടീസ് ചെയ്ത പോലെ തന്നെയാണ് അല്ലേ. ആ നോട്ടീസ് വായിക്കുമ്പോൾ P കംസ് ടു നോട്ടീസ് ഇറ്റ്, ബാക്കി ഓട്ടോമാറ്റിക്കലി ഒരു നോട്ടീസ് ചെയ്ത പോലെ തന്നെ എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളും കൂടെ നോക്കാം. എ പാർട്ട്ണർ ഹു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് എ ബിസിനസ് ബ്രോട്ട് ഫോർ ഹിസ് ഫേം സർട്ടൻ ഗുഡ്സ് വിച്ച് ഹി നോ എ പർട്ടിക്കുലർ ഡിഫക്റ്റ് ഇൻ ഗുഡ്സ്. ആ ഗുഡ്സിന് ഡിഫക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ പാർട്ട്ണർഷിപ്പിലേക്ക് കുറച്ച് സാധനം വാങ്ങിച്ചു. ഹിസ് നോളജ് ആസ് റിഗാർഡ്സ് ടു ദ ഡിഫക്റ്റ് ഓർഡിനറിലി വുഡ് ബി കൺസിഡർഡ് ആസ് ദ നോളജ് ഓഫ് ഫേം. അങ്ങനെയാണെങ്കിൽ ഫേമിന് മൊത്തം ഡിഫക്റ്റിനെ കുറിച്ച് അറിയാമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ദോ ദ അതർ പാർട്ട്നേഴ്സ് ഇൻ ഫാക്ട് were not aware of the defect, but because A had in league with his seller conspired to be conceal the defects from the other partners, the rule would be inoperative and the other partners would be entitled to reject the goods upon detention by them to the defects. എന്താ പറഞ്ഞിരിക്കുന്നത്? എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണെന്ന് വിചാരിക്കുക. എക്ക് അറിയാം ഡിഫക്റ്റീവ് ഗുഡ്സ് ആണെന്ന് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം എ വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ ബിക്കും സിക്കും അറിയാവുന്നതായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ എയും ബിയും സിയും കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എയും ബിയും സിയും കൂടെ വർക്ക് ചെയ്യുമ്പം ഇത് ഡിഫക്റ്റീവ് ഗുഡ്സ് വാങ്ങിച്ചു, എന്നിട്ട് ഇത് സെല്ല് ചെയ്ത് എക്സിനോട് എന്ന് പറഞ്ഞു. ബാക്കി പാർട്ട്നേഴ്സ് അറിയരുത് ഇത് ഡിഫക്റ്റീവ് ആണ് എന്ന്. അങ്ങനെയാണ് എങ്കിൽ പിന്നീട് ബിയും സിയും ലോസ് സഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ എന്താണ്? ഫ്രോഡ് അല്ലെ, മനഃപൂർവ്വം ഫ്രോഡാണ് സംഭവിച്ചിരിക്കുന്നത്. എ മാത്രം ലോസ് സഫർ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ എക്സും അറിയാം അല്ലെ, എക്സ് മനഃപൂർവ്വമാണ് എക്സും ഇവരെ ഫ്രോഡ് ചെയ്യുന്നത്. അങ്ങനെ എക്സിന്റെ ഭാഗത്തൊന്നും ഫ്രോഡ് ഉണ്ട് എങ്കിൽ ഈ ഗുഡ്സ് നമുക്ക് റിജക്റ്റ് ചെയ്യാം, നോ ഇഷ്യൂസ്. ഇവിടെ റിജക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ലോസ് സഫർ ചെയ്യാനേ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? ദെൻ ലയബിലിറ്റി ടു തേർഡ് പാർട്ടീസ്. തേർഡ് പാർട്ടീസിനോടുള്ള ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? റിലേഷൻ ടു തേർഡ് പാർട്ടീസ് പഠിച്ചു. ദിസ് ഇസ് ലയബിലിറ്റി ടു തേർഡ് പാർട്ടീസ്. The questions of liability to third parties to liability of partners to third parties may be considered under the different heads. These are follows. നമുക്ക് നോക്കാം ഏതൊക്കെ കേസിലാണ് പാർട്ട്നേഴ്സിന് തേർഡ് പാർട്ടീസ്, ഔട്ട്സൈഡേഴ്സുമായിട്ട് തേർഡ് പാർട്ടീസുമായിട്ട് ലയബിലിറ്റി വരുന്നതെന്നുള്ള കേസാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ലയബിലിറ്റി ഓഫ് എ പാർട്ട്ണർ ഫോർ ആക്ട് ഓഫ് ദ ഫേം. ഫേം എന്ത് ചെയ്താലും ഓരോ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സും ബാക്കിയുള്ളവരോട് ലയബിൾ ആണ്. എവറി പാർട്ട്ണർ ലയബിൾ jointly with all other partners and severally for acts of the firm done while he is a partner. ഫേം എന്ത് ചെയ്താലും, ഫേം എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഫേമിൽ ഏത് പാർട്ട്ണർ എന്ത് ചെയ്താലും എല്ലാ പാർട്ട്നേഴ്സും ഔട്ട്സൈഡ് വേൾഡിനോട് ലയബിൾ ആണ്. ദ പാർട്ട്നേഴ്സ് ആർ jointly and severally, ഒറ്റയ്ക്കും ഒന്നിച്ചും responsible for third parties for act which comes under the scope of the express and implied authority. This is because that all acts done within the scope of authority are acts done towards the business of the firm. Within the authority, business of the firm ചെയ്യുന്ന എല്ലാം എന്താണ്? ഇംപ്ലൈഡ് അതോറിറ്റിയിൽ കാര്യങ്ങൾ വരുന്നതാണ്. ഇംപ്ലൈഡ് എക്സ്പ്രസ് അതോറിറ്റി ഏത് കാറ്റഗറിയിൽ പെട്ടാലും ഫേമിന് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. The expression act of the firm cannot അഥവാ implies any act or omission by all the partners or
by any partners or agent of the firm which gives rise to a right enforceable by or against the firm. ഒരു ഫേമിനെ എൻഫോഴ്സ് ചെയ്യുന്നത് ആക്ട് ഓഫ് എ ഫേം അല്ലെങ്കിൽ ആക്ട് ഓർ ഒമിഷൻ ഓഫ് എ ഫേം എന്ന് പറയുമ്പം അതിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നത്, ഒന്നെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും കൂടെ ചെയ്ത ഒരു ആക്ട് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ചെയ്ത ആക്ട് ആവാം, അല്ലെങ്കിൽ ഫേം ഇത് ചെയ്യാൻ വേണ്ടി ഇതൊന്നും അല്ലാത്ത വേറൊരാൾ ഏജന്റായിട്ട് അപ്പോയിന്റ് ചെയ്തെന്ന് വിചാരിക്കാം, 3 പാർട്ട്നേഴ്സും കൂടെ ഈ ഏജന്റ് ചെയ്ത ആക്ട് ആവാം. ഈ ഏതെങ്കിലും ഒരു ആക്ടോ ഒമിഷനോ പ്രകാരം ഫേമിന് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു എൻഫോഴ്സ് ചെയ്യാൻ മീൻസ് വേറൊരാളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഫേമിന് എഗനിസ്റ്റ് ആയിട്ട് ആർക്കെങ്കിലും കേസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ലോസ് എന്തെങ്കിലും സഫർ ചെയ്യും, അതിനെയാണ് നമ്മൾ ആക്ട് ഓഫ് ദി ഫേം എന്ന് പറയുന്നത്. ഫേമിനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫേമിന് എഗനിസ്റ്റ് ആയിട്ട് വരുന്ന ഫേമിന് ബൈൻഡിങ് എഫക്റ്റ് ഉള്ള ആക്ട്സ്, അതിനെയാണ് നമ്മൾ ആക്ട് ഓഫ് എ ഫേം എന്ന് പറയുന്നത്. ഫേം ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റി ഇല്ലല്ലോ, ഫേമിൻ്റെതായ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ പാർട്ട്നേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോമർ ആൻഡ് ബിഹാഫ് ഓഫ് ദി ഫേം ഏതെങ്കിലും ഒരു പാർട്ട്ണർ ആയിരിക്കും, അല്ലെങ്കിൽ ഫേം അപ്പോയിന്റ് ചെയ്ത ഏജന്റ് ആയിരിക്കും. സോ ഇവർ ചെയ്യുന്ന ആക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ട് ഓഫ് ഫേം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു സംശയം വരാനുള്ളത് ആക്ട് ഓർ ഒമിഷൻ. എന്താണ് ഈ ഒമിഷൻ? ഫോർ എക്സാമ്പിൾ, എയും ബിയും സിയും കൂടെ പാർട്ട്നേഴ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് എ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഡിഫക്റ്റ് ഗുഡ് വാങ്ങിച്ചു. ഇത് കാരണം എന്ത് സംഭവിക്കും, ഒരു ലോസ് സഫർ ചെയ്യാൻ ചാൻസസ് ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് പാർട്ട്ണർഷിപ്പിന്റെ ലോസ് ആണ്, ബിക്കോസ് ഓഫ് എയുടെ ആക്ട് കൊണ്ട്, ബിക്കോസ് ഓഫ് എസ് ആക്ട്. ഇനി ഓൺ ദ അതർ ഹാൻഡ്, എ ഒരു സാധനം വാങ്ങിക്കേണ്ടടുത്ത് എ അത് വാങ്ങിച്ചില്ല, എ ഫോർഗറ്റ്, സാധനം വാങ്ങിക്കാൻ മറന്നുപോയി. ഇതെന്താ സംഭവിച്ചത്, ഒമിഷൻ. എയുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടിയിരുന്ന ഒരു ആക്ട് എ ചെയ്തില്ല. സോ അത് മറന്നുപോയത് കൊണ്ടും എന്ത് വരാൻ ചാൻസ് ഉണ്ട്, ലോസ് വരാൻ ചാൻസ് ഉണ്ട്. ദിസ് ഈസ് ആൻ ഒമിഷൻ. സോ ഒന്ന് ചെയ്തതാവാം, അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരുന്നതാവാം. രണ്ടിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ആക്ട് ഓഫ് എ ഫേം അല്ലെ, ആക്ട് ഓഫ് ദ ഫേം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ again, in order to bring a case under section 25, it is necessary that the act of a firm in respect of which liability is brought to be enforced against a party must have been done while he is a partner. പാർട്ട്ണർ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്ത ആക്ടിനെ ആർക്ക് ലയബിലിറ്റി ഉള്ളൂ, ഒരു പാർട്ട്ണറെ ലയബിൾ ആക്കാൻ പറ്റത്തുള്ളൂ. ഫോർ മീൻസ് ഒരു ഫേം ഉണ്ട്, ഫേമിൽ എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണെന്ന് വിചാരിക്കാം. സി ഈ പോയിന്റിൽ റിട്ടയർ ആയി. ഈ പോയിന്റ് ഇതിന് ശേഷം ബിയോ എയോ എന്തെങ്കിലും ചെയ്താൽ സിക്ക് ലയബിലിറ്റി ഉണ്ടോ, ഇല്ല. സോ ഇതിന് മുമ്പ് സി ചെയ്ത ലയബിലിറ്റി ഉണ്ടോ, എ ചെയ്ത ലയബിലിറ്റി ഉണ്ടോ, ഉണ്ട്. ബി ചെയ്ത ലയബിലിറ്റി ഉണ്ടോ, ഉണ്ട്. ഈ കേസിൽ ഇപ്പോൾ ഇതിനു മുമ്പ് ആരെന്ത് ചെയ്താലും സിക്കും ലയബിലിറ്റി ഉണ്ട് അല്ലെ, പാർട്ട്ണറാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബിയും സിയും ചെയ്യുന്നതിന് നോട്ട് ലയബിൾ, പിന്നീട് സിക്ക് ലയബിലിറ്റി ഇല്ല. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ്, ഞാനൊരു എക്സാമ്പിൾ പറയാം, സെയിം എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. certain person bound to have been partners in the firm act in a constitutions of infringement of trademark took place. It was held. ഞാൻ എന്താ സംഭവം എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ആക്ച്വലി ഒരു ഫേമിൻ്റെ റണ്ണിങ് പീരീഡിൽ ഇവരൊരു ട്രേഡ് മാർക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, എ ബി സി. ട്രേഡ് മാർക്ക് എന്താണെന്നറിയാമോ, ഏതെങ്കിലും ഒരു ബ്രാൻഡ് നെയിം, എംബ്ലം, അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ് എയും ബിയും സിയും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ട്രേഡ് മാർക്ക് ഇവർ ഇൻഫ്രിഞ്ച്മെൻ്റ് എന്ന് വെച്ചാൽ മിസ്യൂസ്, അല്ലെങ്കിൽ അധികാരമില്ലാതെ, അതോറിറ്റി ഇല്ലാതെയാണ്, വേറെ ആരുടെ ട്രേഡ് മാർക്കാണ് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതെന്താണ്, ഫ്രോഡ് പണിയാണ് ടു ആൻ എക്സ്റ്റെൻറ്റ്. സോ ഇവിടെ വെച്ചിട്ട് ഈ ഫേം ഡിസോൾവ് ആയി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ട്രേഡ് മാർക്ക് യൂസേജിൻ്റെ കാര്യമൊക്കെ ട്രേസ് ഔട്ട് ചെയ്തതും അതിനെതിരെ പെനാലിറ്റി, ലോസ് സഫർ ചെയ്യേണ്ടി വന്നതും അല്ലെങ്കിൽ ഡാമേജസ് പേ ഓഫ് ചെയ്യേണ്ടി വന്നതും മിസ്യൂസ് ഓഫ് ട്രേഡ് മാർക്കിന്. അപ്പോൾ ഈ എയ്ക്കും ബിക്കും സിക്കും പറയാൻ പറ്റുമോ, ആക്ച്വലി ഞങ്ങൾ ഈ ഒരു പോയിന്റിൽ ഞങ്ങൾ പാർട്ട്നേഴ്സ് ഡിസോൾവ് ആയി, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ എയോ ബിയോ സിയോ എന്താണ് റിട്ടയർ ആയി, സോ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഞാൻ പാർട്ട്ണർ അല്ല, അവിടെ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് എന്താണ്, ഈ ഒരു ഡിസൊല്യൂഷന് മുമ്പ് വരെയാണ് ഇവർ ഈ ട്രേഡ് മാർക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആക്ട് ഇവിടെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ലയബിലിറ്റി അറൈസ് ചെയ്യുന്നത് ഡിസൊല്യൂഷന് ശേഷമാണെങ്കിലും എല്ലാ പാർട്ട്നേഴ്സും ലയബിൾ ആണ്. അതാണ് എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ലയബിലിറ്റി, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പോയിന്റ് ഏതാണ്, ലയബിലിറ്റി ഓഫ് എ പാർട്ട്ണർ ഫോർ ദി ആക്ട് ഓഫ് ദ ഫേം. ഫേമോ, ഫേമിൻ്റെ പാർട്ട്ണറോ, ഫേമിന് വേണ്ടി ഏതെങ്കിലും ഒരു പാർട്ട്ണറോ, ഫേമിൻ്റെ ഏജൻറ്റോ വർക്ക് ചെയ്യുന്നതിന് എല്ലാ പാർട്ട്നേഴ്സിനും ലയബിലിറ്റി ഉണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷം, അയാൾ പോയി കഴിഞ്ഞതിന് ശേഷമുള്ളതാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഈ പറയുന്ന ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ട്രേഡ് മാർക്ക് ആ ഒരു നേച്ചറിൽ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളല്ലേ അത്. ദെൻ ലയബിലിറ്റി ഓഫ് എ ഫേം ഫോർ wrongful ആക്ട് ഓഫ് എ പാർട്ട്ണർ. ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് ഒരു wrongful ആക്ട് ഉണ്ടായെങ്കിൽ ഫേമിന് എന്താണ് ലയബിലിറ്റി എന്നാണ് ചോദിക്കുന്നത്. മീൻസ് ഒരു wrongful ആക്ടിന് എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള മിഷനറീസ് ഒക്കെ യൂസ് ചെയ്യുന്ന
ഒരു എൻറ്റിറ്റി ആണെന്ന് വിചാരിക്കുക. സോ ആ മിഷനറിക്ക് ചുറ്റും എന്ത് വേണം, ഫെൻസിങ് വേണം, അല്ലെങ്കിൽ ഒരു കാർ ഡിമോളിഷിംഗ് ഒക്കെ വരത്തില്ലേ. സോ മിഷനറിക്കകത്ത് ഫെൻസിങ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം, ആൾക്കാർ ഇതിനകത്തോട്ട് വീണ സ്പോട്ടി ഡെത്ത് ആണല്ലേ, അറിഞ്ഞു പോകും. സംതിങ് ലൈക്ക് ദാറ്റ് വിൽ ഹാപ്പൻ. സോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഫെൻസിങ് അല്ലെങ്കിൽ ഇവിടുത്തെ സേഫ്റ്റി മെഷേഴ്സിനൊക്കെ വേണ്ടി ഒരു പാർട്ട്ണറിനെ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സേഫ്റ്റിയുടെ ഉത്തരവാദിത്തം ഇവിടെ നമ്മളുടെ ബി എന്ന് പറയുന്ന പാർട്ട്ണർക്കായിരുന്നു സേഫ്റ്റിയുടെ ഉത്തരവാദിത്തം മൊത്തം കൊടുത്തത്. പക്ഷെ ബി എന്ത് ചെയ്തു, ഈ ഫെൻസിങ്ങിന്റെ കാര്യം വിട്ടുപോയി, ബി അത് ചെയ്തില്ല. ഡ്യൂ ടു ദിസ് ഒരാൾ ഇതിനകത്തോട്ട് പോയി, ഹി ലോസ് ഹിസ് ആം. അങ്ങനെയാണെങ്കിൽ ഒരു വർക്കർക്ക് എന്ത് സംഭവിച്ചു, ഒരു ലോസ് ഡാമേജ് സംഭവിച്ചു. അത് ആര് കോമ്പൻസേറ്റ് ചെയ്യും? ഈ ഡാമേജിന് ആരൊക്കെയാണ് ഉത്തരവാദി, ലയബിൾ? ആരൊക്കെയാണ് ലയബിൾ പേഴ്സൺസ്? ബി മാത്രമാണോ? അല്ല, എയും ബിയും സിയും ടുഗെദർലി ലയബിൾ ആണ്. സോ ഒരു ഒറ്റ പാർട്ട്ണറുടെ വ്രോങ്ഫുൾ ആക്ട് അഥവാ ഒമിഷൻ, അതെന്ത് ബാക്കിയുള്ള പാർട്ട്നേഴ്സിനും ലയബിലിറ്റി വരും. അല്ല, ഇയാൾ ചെയ്യേണ്ട കാര്യം ഇയാൾ ചെയ്യാഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ബാക്കി പാർട്ട്നേഴ്സിന് കൈ ഒഴിയാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ലയബിലിറ്റി ഓഫ് ദ ഫേം ഫോർ വ്രോങ്ഫുൾ ആക്ട് ഓഫ് എ പാർട്ട്ണർ വെയർ ബൈ ദി വ്രോങ്ഫുൾ ആക്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളെ പോലെ ഒരു ഒമിഷൻ ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണറുടെ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് ദ ഫേം വിത്ത് ദ അതോറിറ്റി ഓഫ് ഹിസ് പാർട്ട്നേഴ്സ് ലോസ് ഓർ ഇഞ്ചുറി ഈസ് കോസ് ടു തേർഡ് പേഴ്സൺസ്. ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് ലോസോ ഇഞ്ചുറിയോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എനി പെനാൽറ്റി ഇൻക്വേർഡ് ദ ഫേം ഈസ് ലയബിൾ ദെയർ ഫോർ ടു ദ സെയിം എക്സ്റ്റെൻഡ് ആസ് പാർട്ട്ണർ. എല്ലാ പാർട്ട്നേഴ്സിനും ഒരുപോലെ ലയബിലിറ്റി ഉണ്ടാവും ആ കേസിൽ. ദെൻ രണ്ട് കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കണം? വൈൽ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആയിരിക്കണം, വിത്ത് ദ അതോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ആയിരിക്കണം. സോ സേഫ്റ്റിയുടെ ഉത്തരവാദിത്തം ഇവിടെ ആർക്കായിരുന്നു? ബിക്കായിരുന്നു. ദെൻ ഈ പറയുന്ന ഒരു കാർ ഡിമോളിഷിങ് ഒരു വർക്ക് ആകുമ്പോഴത്തേക്ക് അത് അവരുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് തന്നെയാണ് അല്ലേ. സോ ബിസിനസ്സിൽ പെടുന്ന കാര്യങ്ങളാണ്, അയാൾക്ക് അതോറിറ്റി ഉണ്ടായിരുന്നു നോക്കാൻ വേണ്ടി, എന്നിട്ട് അയാൾ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഫുൾ ഉത്തരവാദിത്തം ആർക്കാണ്? എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1 or 2 partners in a coal mine acted as manager was guilty of personal negligence for how to mine fenced. Okay, same example. Coal mine ആക്കിന്നേ ഉള്ളൂ അവർ, don't worry. Then liability of a firm for misapplication by partners. പാർട്ട്നേഴ്സ് എന്തെങ്കിലും മിസ്ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ എക്സാമ്പിൾ ആദ്യം നോക്കാം, ബിക്കോസ് സെയിം എക്സാമ്പിൾ മിക്കതും ഞാനും പറയുന്നു. ഓക്കെ, എ ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഫോർ പ്ലേസിങ് ഒരു കാർ പാർക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എയും ബിയും സിയും. ഇതിനകത്തു നിന്ന് പി എന്ത് ചെയ്തു, സ്റ്റാൻഡ് ഹിസ് കാർ ഇൻ ദ പാർക്കിംഗ്. അയാൾ ആ പാർക്കിംഗ് ലോഡിൽ പുള്ളിയുടെ കാറ് കൊണ്ട് ഇട്ടു. പക്ഷെ നല്ല മിടുക്കനായിട്ടുള്ള പാർട്ട്ണർ ഈ എ എന്ത് ചെയ്തു, സോൾഡ് ഔട്ട് ദ കാർ. അയാൾ ഇതങ്ങ് വിറ്റു. ഫോർ ദിസ് ലയബിലിറ്റി ദ ഫേം ഇസ് ലയബിൾ. ഓർത്ത് നോക്കിയാൽ അന്നേരം എയ്ക്കാണോ ലയബിലിറ്റി? എയ്ക്കും ബിക്കും സിക്കും ലയബിലിറ്റി വരുമോ? ഒബ്വിയസ്ലി 3 പേർക്ക് ലയബിലിറ്റി വരുമല്ലേ, ബിക്കോസ് ഒരു പാർട്ട്ണറാണത് കമ്മിറ്റ് ചെയ്തത്. വെരി ഗുഡ്. ദെൻ എ പാർട്ട്ണർ, അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. വേറെ പാർട്ട്ണർ ആക്ടിങ് വിത്തിൻ ഹിസ് അപ്പറന്റ് അതോറിറ്റി റിസീവ്സ് മണി ഓർ പ്രോപ്പർട്ടി ഫ്രം എ തേർഡ് പാർട്ടി ആൻഡ് മിസ്ആപ്ലിക്കേഷൻ ഇറ്റ്. ഒരു തേർഡ് പാർട്ടി, ഒരു ഔട്ട്സൈഡറിൻ്റെ മണിയോ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ കയ്യിൽ വന്നെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ എ ബി സി എന്ന് പറഞ്ഞ പാർട്ട്ണർഷിപ്പിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവർ ഒരു ക്ലയൻ്റ് ആണ് എക്സ് എന്ന് പറയുന്ന വ്യക്തി. ഒരു സി എഫ് എം ആണെന്ന് വിചാരിച്ചോ. സി എഫ് എമ്മിനകത്ത് നമ്മൾ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിലൊക്കെ പഠിക്കുന്നുണ്ട് ഓൾറെഡി. എക്സ് കുറച്ച് ക്യാഷ് ഇങ്ങോട്ട് ഏൽപ്പിച്ചു. എന്തിനു വേണ്ടിയാണ്? ഞാൻ വിദേശത്ത് പോവുകയാണ്, സോ ഇവിടെ എനിക്ക് ചില ആവശ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇൻ കേസ് ആവശ്യം വന്നാൽ അത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി, ആ ഒരു ആവശ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് എക്സ് എന്ത് ചെയ്തത്, കുറച്ച് ക്യാഷ് സി എഫ് എമ്മിനെ ഏൽപ്പിച്ചത്. ആസ് പെർ അവർ റൂൾ നമ്മൾ ഈ ക്യാഷ് വേറൊരു അക്കൗണ്ടിൽ സെപ്പറേറ്റ് കീപ്പ് ചെയ്യണം, നമ്മുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ബ്ലാസിക്ക് വേണ്ടി അതവിടെ കിടക്കട്ടെ. എനിവേ എ ബി സിക്കകത്ത് സി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, ഈ ക്യാഷ് അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി, ഓണത്തിന് ഷോപ്പിങ്ങിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. മിസ്ആപ്ലിക്കേഷൻ ഓഫ് മണി അല്ലേ, ലൈക്ക് വൈസ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദ ഫേം ഇൻ ദ കോഴ്സ് ഓഫ് ദ ബിസിനസ് റിസീവ്സ് മണി ഓർ പ്രോപ്പർട്ടി ഫ്രം തേർഡ് പാർട്ടി ആൻഡ് ദ മണി ഓർ പ്രോപ്പർട്ടി ഈസ് മിസ്അപ്ലൈഡ് ബൈ എനി ഓഫ് ദി പാർട്ട്ണർ വൈൽ ഇൻ ദ കസ്റ്റഡി ഓഫ് ദ ഫേം ആൻഡ് ദ ഫേം ഈസ് ലയബിൾ ടു മേക്ക് ലോസ് ദ ഗുഡ്സ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആര് ഈ ലോസ്, നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം ആര് വഹിക്കണം? ലോസ് ഫേം ഈസ് ലയബിൾ ടു മേക്ക് ഗുഡ് ദ ലോസ്. ഫേം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. സോ ഇറ്റ് ഈസ് എന്താണ് രണ്ട് ഒബ്സർവേഷൻസ്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ദ വർക്കിംഗ് ഓഫ് ടു clauses is designed to bring out clearly an important point of distinction between two categories in case of misapplication of money by the partner. ഇവിടെ 2 പോയിന്റ് തന്നിട്ടില്ലേ, നമുക്കതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് covers that in the case the partner act within his authority and due to his authority as a partner he receives money or property belongs to the third party അല്ലേ. സോ ആദ്യത്തെ കേസിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ കേസിൽ എന്തായിരുന്നു, എ ബി സി എന്ന് പറഞ്ഞൊരു ഫേമിനെ വിശ്വസിച്ചാണ് എന്ത് കൊടുത്തത്, ഈ പറയുന്ന എക്സ് എന്ന് പറഞ്ഞ തേർഡ് പാർട്ടി ക്യാഷ് കൊടുത്തത്. അപ്പോൾ ഫേമിൻ്റെ കയ്യിലുള്ള ഫേമിൻ്റെ ക്യാഷ്, ഫേമിൻ്റെ പ്രോപ്പർട്ടി ഒരു പാർട്ട്ണർ യൂട്ടിലൈസ് ചെയ്തു. ഇനി ഈ ഫേമിനെ വിശ്വാസം ഉള്ളത് കൊണ്ട് ഒരു വ്യക്തി എ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു
പാർട്ട്ണർക്ക് ക്യാഷ് കൊടുത്തു എന്ന് വിചാരിക്കുക എക്സ്, എന്നിട്ട് ഇയാളത് മിസ്അപ്ലൈ ചെയ്തു. നോക്കാം. ഇൻ കേസ് പാർട്ട്ണർ ആക്ട് വിത്തിൻ ഹിസ് അതോറിറ്റി ആൻഡ് ഡ്യൂ ടു ഹിസ് അതോറിറ്റി ആസ് എ പാർട്ട്ണർ he receives money or property belongs to a third person and misapplies that money or property. For this provision to be attracted, it is not necessary that money should have actually comes into the custody of firm. ഇവിടെ ഫേമിന്റെ കസ്റ്റഡിയിൽ വന്നോ ഇല്ല, ആരുടെ കസ്റ്റഡിയിലുള്ളത്? എക്കാണ് എക്സ് ട്രാൻസ്ഫർ ചെയ്തത്, ഫേമിനല്ല ട്രാൻസ്ഫർ ചെയ്തത്. ഓൺ ദ അതർ ഹാൻഡ് രണ്ടാമത്തെ കേസിൽ എന്താ വിളിച്ചത്? it would have been attractive when such money or property has come into the custody of the firm. ഫേമിന്റെ കസ്റ്റഡിയിൽ വന്നു and it is misapplied by the firm. Then firm would be ഇങ്ങനെ രണ്ട് രീതിയിൽ വന്നാലും എയുടെ കയ്യിൽ വന്നു, പക്ഷേ എന്തുകൊണ്ടാണ് എയുടെ കയ്യിൽ വന്നത്? ബിക്കോസ് എ ഇസ് എ പാർട്ട്ണർ, ഇതിന്റെ പാർട്ട്ണർ ആയതുകൊണ്ടാണ് എയുടെ കയ്യിൽ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കേസിലും ലയബിൾ ആരാണ്? ഫേം. ഫേമിന് ടുഗെദർ ലയബിലിറ്റി ഉണ്ട്, ഡാമേജസ് പേ ഓഫ് ചെയ്യണം. സോ if the receipt of money by one partner is not within his scope of his apparent authority, his receipt cannot be regarded as received by the firm and the other party will not be liable unless the money received comes to his possession under this control. For example, എയും ബിയും സിയും പാർട്ട്ണർഷിപ്പിലാണ്. എക്സ് എന്ന് പറഞ്ഞയാള് എയുടെ ക്ലോസ് ഫ്രണ്ടാണ്. പാർട്ട്ണർഷിപ്പുമായിട്ട് ഒരു റിലേഷനും ഇല്ല. ഇയാൾ എന്ത് ആസ് എ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? എയുടെ കയ്യിൽ കുറച്ച് പൈസ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഇതിന് ഫേമിന് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? കോമൺ ലോജിക് അല്ലേ? ആസ് എ പാർട്ട്ണർ ആയതുകൊണ്ടാണ് എയുടെ കയ്യിൽ എക്സ് ക്യാഷ് കൊടുക്കുന്നതെങ്കിൽ ഫേം ലയബിൾ ആണ്. ഇനി അതൊന്നുമല്ല, വേറെ റിലേഷൻഷിപ്പ്, റിലേറ്റീവ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട് ആണ്, വേറെ ഏതെങ്കിലും റീസൺ കൊണ്ടാണ് എയുടെ കയ്യിൽ ക്യാഷ് കിട്ടുന്നത്, പാർട്ട്ണർഷിപ്പായിട്ട് ഒരു കണക്ഷനും ഇല്ലെങ്കിൽ ഇവിടെ വല്ല ലയബിലിറ്റി ഉണ്ടോ? ഒന്നുമില്ല. കോമൺ സെൻസ്. ഓക്കെ, സോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ഹെഡിങ് ഏതാണ്? ലയബിലിറ്റി ടു തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺസിന് ലയബിലിറ്റി വരുന്ന കേസസ്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഓരോ പാർട്ട്നേഴ്സ് ചെയ്യുന്ന ആക്ടിനും ഫേമിന് എന്തുണ്ട്? തേർഡ് പാർട്ടീസിനോട് ലയബിലിറ്റി ഉണ്ട്. അതിന് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇൻഫ്രിഞ്ച്മെന്റിന്റെ കേസസിൽ ലയബിലിറ്റി വരും. ദെൻ എന്താ? wrongful ആക്ട് ബൈ എ പാർട്ട്ണർ. ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഒരു ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ആക്ട് ചെയ്യാതിരിക്കുന്നു, അങ്ങനെ അത് ഓർഡിനറി കോഴ്സ് ഓഫ് അതോറിറ്റിയിലാണ്, ഓർഡിനറി കോഴ്സിലാണ്, വിത്തിൻ ഹിസ് അതോറിറ്റി ആണ്, അങ്ങനെയാണെങ്കിൽ ഫേമിന് അതിൻ്റെ ലയബിലിറ്റി വരും. ദെൻ മിസ്ആപ്ലിക്കേഷൻ ഓഫ് മണി. ഒരാളുടെ കയ്യിൽ ആസ് എ പാർട്ട്ണർ പുള്ളി എന്തെങ്കിലും റിസീവ് ചെയ്തു പ്രോപ്പർട്ടി മണി, അത് മിസ്യൂട്ടിലൈസ് ചെയ്താലും, ആസ് ഫേമിന് കിട്ടിയ മണി ഏതെങ്കിലും ഒരു പാർട്ട്ണർ എടുത്ത് മിസ്യൂട്ടിലൈസ് ചെയ്താലും ബോത്ത് കേസ് ഫേമിന് ലയബിലിറ്റി ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ലയബിലിറ്റി ടു തേർഡ് പേഴ്സൺസിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഹെഡിങ്സ് കംസ് റൈറ്റ്സ് ഓഫ് ട്രാൻസ്ഫറി ഓഫ് എ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ്. പാർട്ട്ണറിൻ്റെ ഇൻട്രസ്റ്റ് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദാറ്റ് മീൻസ് എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. ഇതിനകത്ത് എത്രയാണ് വരുന്നത്? 1/3 1/3 1/3 എന്ന് പറഞ്ഞിരിക്കുക. സോ ടുഗെദർ 9,000 ആണെങ്കിൽ 3,000 3,000 3,000 ഇതാണ് ഇവരുടെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. മൊത്തം 9,000. ഇതിനകത്ത് എന്ത് ചെയ്തു? ഇതിനകത്ത് ഒരു 1,500 എക്സ് അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്തു. നമ്മൾ ഷെയർ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ തോന്നിവാസത്തിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ബിയുടെയും സിയുടെയും ഒക്കെ കൺസെന്റ് കിട്ടണം. ബാക്കി എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെന്റ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ പാർട്ട്ണർഷിപ്പിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. ഇൻ കേസ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിക്ക് എനെ എന്ത് വിളിക്കും? ട്രാൻസ്ഫറർ. ഡി എന്ത് വിളിക്കും? ട്രാൻസ്ഫറി. ഡിയുടെ ആരാണ്? ട്രാൻസ്ഫറി. റിസീവ് ചെയ്തയാള്. എ ആരാണ്? കൊടുത്തയാള്. ട്രാൻസ്ഫറർ. Okay, then a transfer by a partner of his interest in the firm. Interest എന്താ? പലിശയല്ല കേട്ടോ, താല്പര്യം എന്നുള്ള ഇൻട്രസ്റ്റ് ആണ്. മീൻസ് 1/3 ഇൻട്രസ്റ്റ് അല്ലെ, ഈ ഫേമിൽ അയാൾക്ക് 1/3 ഇൻട്രസ്റ്റ് ഉണ്ട്. ഐദർ അബ്സല്യൂട്ട് ഓർ ബൈ മോർഗേജ്. ഏത് രീതിയിലുള്ളത് ഭാഗം? ഏതെങ്കിലും ഒന്നെങ്കിൽ മോർഗേജ് ചെയ്തു, പണയം വെച്ചു ഡിക്ക്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, നീ വെച്ചോളാൻ പറഞ്ഞു കൊടുത്തു, ഏത് രീതിയിൽ കൊടുത്താലും, ഓർ ബൈ ക്രിയേഷൻ or by the creation by him of any charge on such interest. അല്ലെങ്കിൽ ഈ ഒരു അതോറിറ്റി അല്ല, ഈ 1/3 റൈറ്റ്സ് ഇയാൾക്ക് ഇതിലുള്ള ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിന് മേലിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് ഇങ്ങോട്ട് വാങ്ങിച്ചു, സംഭവം എങ്ങനെയാണെങ്കിലും does not entitle the transferee during the continuance of firm to interfere in the conduct of the business or to require accounts or to inspect the books of the firm, but entitle the transferee only to receive the share of profit of the transferee and the transferring partner, and the transferee shall accept the accounts of the profit agreed to by the partners. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയെന്ന് വിചാരിക്കുക. സോ ഈ ട്രാൻസ്ഫർ ഏതൊക്കെ രീതിയിലാവാം? ഒന്നെങ്കിൽ അബ്സൊല്യൂട്ടായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മോർഗേജ് എന്താണ്? നമ്മുടെ പണയം,
മോഡ്ഗേജ് വഴിയാകാം, അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ക്രിയേഷൻ ഓഫ് ചാർജ്, എന്തെങ്കിലും ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട് എങ്കിൽ ഈ ട്രാൻസ്ഫറിക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇല്ലേ, പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പം 1/3 ആർക്ക് അവകാശപ്പെട്ടത്? ബി. ഇനി അതിൻ്റെ പകുതി ആർക്ക് കിട്ടും? ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെ, പ്രപ്പോർഷനേറ്റ് ബേസിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടും. ദെൻ കണ്ടക്ട് ഓഫ് ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? കണ്ടക്ട് ഓഫ് ബിസിനസ്, ബാക്കി എല്ലാ പാർട്ട്നേഴ്സിനും ഉള്ള റൈറ്റ്സ് ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യല്ലേ, ഇയാൾക്ക് പറ്റുമോ? പറ്റത്തില്ല. ഇനി ഈ പ്രോഫിറ്റ് തന്നപ്പോൾ ഈ പ്രോഫിറ്റ് കറക്റ്റ് ആണോ എന്നൊരു സംശയം, ഇയാൾ പറയുകയാണ് എനിക്ക് അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് കാണണം. സാധാരണ എല്ലാ പാർട്ട്നേഴ്സിനും ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനും അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അക്കൗണ്ട്സ് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. റിക്വയർ അക്കൗണ്ട്സ്, പറ്റത്തില്ല. ഇനി എനിക്ക് കംപ്ലീറ്റ് സംശയമാണ്, എനിക്ക് ഇൻസ്പെക്ട് ചെയ്യണം അക്കൗണ്ട്സ് എല്ലാം, പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇയാൾ വാശി പിടിച്ചാലും ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് പോസിബിൾ ആണോ? അതും പറ്റത്തില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺലി ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇതിന് മാത്രമേ ആർക്ക് റൈറ്റ് ഉള്ളൂ? ഈ ട്രാൻസ്ഫറിക്കുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂറിങ് ദ കണ്ടിന്യൂവൻസ് ഓഫ് ബിസിനസ് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനൊക്കെ റൈറ്റ്സ് ഉള്ളൂ? ട്രാൻസ്ഫറി ഡസ് നോട്ട് എൻടൈറ്റിൽ ദ ട്രാൻസ്ഫറി to interfere in the conduct, to require accounts, to inspect the books, but entitled transferee only to receive share of profit. The transferee shall accept the accounts of profit agreed by partners. ബാക്കി പാർട്ട്നേഴ്സിന് ഓക്കെ ആണ് എങ്കിൽ ആ പ്രോഫിറ്റ് ഇയാളും എഗ്രി ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ പ്രോഫിറ്റ് കുറവാണ്, ഈ പ്രോഫിറ്റ് കറക്റ്റ് അല്ല, എനിക്ക് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ബിക്കും സിക്കും എന്താണോ പ്രോഫിറ്റ് ആയിട്ട് ഓക്കെ ഉള്ളത് അത് ഡിയും കൂടെ അങ്ങ് എടുത്തോണം. അല്ലാതെ ചെക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നും ട്രാൻസ്ഫറിക്ക് ഇല്ല. എപ്പം? ഡ്യൂറിങ് ദ കണ്ടിന്യൂവൻസ് ഓഫ് ബിസിനസ്. അതാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബിസിനസ് കണ്ടിന്യൂ അല്ലാണ്ടായി കഴിഞ്ഞാൽ, ബിസിനസ് ഡിസോൾവ് ആകുമ്പം ഈ റൈറ്റ്സിന് വല്ല മാറ്റവും വരുമോ? നമുക്ക് നോക്കാം. ഇഫ് ദ ഫേം ഈസ് ഡിസോൾവ്ഡ് ഓർ ഇഫ് ദ ട്രാൻസ്ഫറിംഗ് പാർട്ട്ണർ സീസസ് ടു ബി എ പാർട്ട്ണർ, ട്രാൻസ്ഫറിംഗ് പാർട്ട്ണർ അല്ലാണ്ടായിട്ട് മാറി എന്ന് വിചാരിക്കാം. മീൻസ് എ ഇവിടുന്ന് ഫുൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് എ ഇവിടുന്ന് റിട്ടയർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദ ട്രാൻസ്ഫറി ഈസ് എൻടൈറ്റിൽഡ് ആസ് എഗൈൻസ്റ്റ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ് ടു റിസീവ് ദ ഷെയർസ് ഓഫ് ദി അസറ്റ്സ് ഓഫ് ദ ഫേം ടു വിച്ച് ദ ട്രാൻസ്ഫറിംഗ് പാർട്ട്ണർ ഈസ് എൻടൈറ്റിൽഡ് ആൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് അസർട്ടൈനിങ് ദാറ്റ് ടു ദി അക്കൗണ്ട്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഡിസൊല്യൂഷൻസ്. അക്കൗണ്ട്സും ചോദിക്കാൻ പറ്റും. സോ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ട്രാൻസ്ഫറിയുടെ റൈറ്റ്സ് ആ പറഞ്ഞിരിക്കുന്നില്ലേ. ട്രാൻസ്ഫറി ആരാന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ. സോ ട്രാൻസ്ഫറിക്ക് രണ്ട് രീതിയിൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞല്ലേ. ഡ്യൂറിങ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത്, ഡ്യൂറിങ് ഡിസൊല്യൂഷൻ ഫേം ഡിസോൾവ് ആകുമ്പം, അല്ലെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസ്ഫറർ ceases to be partners. ട്രാൻസ്ഫറർ പാർട്ട്ണർ അല്ലാണ്ടായി മാറുന്ന കേസിൽ. സോ കണ്ടിന്യൂഷൻ എന്തൊക്കെയുണ്ട്? ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടും. കണ്ടക്ട് ഓഫ് ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അക്കൗണ്ട്സ് കിട്ടുമോ? ഇല്ല. ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദെൻ ഡിസോൾവ് ആകുമ്പോൾ എന്താ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ മാറി, അല്ലെങ്കിൽ എ 100% 3000 മാർക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഡിക്ക് ട്രാൻസ്ഫർ ചെയ്തു, എന്നിട്ട് എ റിട്ടയർ ചെയ്തു, എ ഇനി നോ മോർ പാർട്ട്ണർ, എ ഇവിടെ നിന്ന് പോയി. അങ്ങനെയാണെങ്കിൽ ഡിക്ക് എന്ത് കിട്ടും? ഷെയർ ഓഫ് അസറ്റ്സ്. അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുന്ന കേസിൽ ഓർക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി എളുപ്പം. ഷെയർ ഓഫ് അസറ്റ്സ് കിട്ടും അല്ലേ. മീൻസ് എക്ക് 1/3 ഷെയർ അസറ്റ്സ് ഉണ്ട് എങ്കിൽ ഈ 3000 റുപ്പീസ് പേ ചെയ്ത ഡിക്ക് ഓട്ടോമാറ്റിക്കലി 1/3 ഷെയർ ഓഫ് അസറ്റ് കിട്ടണം അല്ലേ. ഇങ്ങനെ അസറ്റ് കിട്ടുമ്പം ഈ അസറ്റിന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഡിസോല്യൂഷന്റെ സമയത്തുള്ള അക്കൗണ്ട്സ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ആർക്ക് കിട്ടും? ഡിക്ക് കിട്ടും. ഡിക്ക് അതിന് രണ്ടിനുമുള്ള റൈറ്റ്സ് ഉണ്ട്. ക്ലിയർ ആണോ? അതാണ് ട്രാൻസ്ഫറിയുടെ റൈറ്റ്സ്. സോ സെയിം പോയിന്റ് തന്നെയാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. സോ മെയിനായിട്ട് ഓർത്തിരിക്കാനുള്ളത് ഏതൊക്കെ രീതിയിലാണ് ട്രാൻസ്ഫർ പോസിബിൾ. അബ്സൊല്യൂട്ട് ആവാം, മോർഗേജ് ആവാം, ചാർജ് ആവാം. ഇവിടെ എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, കണ്ടിന്യൂഷൻ്റെ സമയത്ത് എന്തൊക്കെ റൈറ്റ്സ് ഇല്ല. ഇവിടെ വരുമ്പോൾ എന്തൊക്കെ റൈറ്റ്സ് ആണ് കിട്ടുന്നത്, അത് ലിസ്റ്റ് ഡൗൺ ചെയ്ത് വന്നിട്ടേ ഉള്ളൂ അനാലിസിസിനകത്ത്. ദെൻ ബൈ വിർച്യൂ, ലാസ്റ്റ് പാരഗ്രാഫും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ബൈ വിർച്യൂ വി വിൽ ഡിസ്കസ് ഹിയർ ഇൻ ആഫ്റ്റർ, നോ പേഴ്സൺസ് കനോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ പാർട്ട്ണർ ഇൻ ദ ഫേം വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. ഞാൻ പറഞ്ഞല്ലേ, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ പുതിയൊരു പാർട്ട്ണറെ കൊണ്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരുടെയും കൺസെന്റ് വേണം. ബിക്കോസ് എന്താ, നേച്ചർ മാറും, കോൺസ്റ്റിറ്റ്യൂഷൻ മാറുന്ന കേസാണ് അല്ലേ. ദെൻ ഓൾ പാർട്ട്നേഴ്സ് കനോട്ട്
A partner cannot, by transferring his own interest, make anybody else a partner in his place unless the other partners agree to accept that person as a partner. At the same time, a partner is not debarred from transferring his interest. A partner's interest in the partnership can be regarded as an existing interest and tangible property which can be assigned. എന്താ പറയുന്നത്, എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് എക്ക് തന്നെ പ്ലസ് ഡി, ഈ ഡി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഡി ആഡ് ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും കൺസെൻറ്റ് വേണം, ഓൾ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റ് വേണം. പക്ഷേ എല്ലാ പാർട്ട്നേഴ്സും സമ്മതിക്കുന്നില്ല ഡി ആഡ് ചെയ്യാൻ. മതി, നിനക്ക് വേണമെങ്കിൽ നീ പൊക്കോ, നീ കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എക്ക് വേണമെങ്കിൽ ഡിയെ ട്രാൻസ്ഫർ ആക്കി ഈ സാധനങ്ങൾ, ഈ എയുടെ റൈറ്റ്സ് മൊത്തം ട്രാൻസ്ഫർ ചെയ്തിട്ട് പോകാം. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും ഡീബാറിംഗ് ഉണ്ടോ? ഇല്ല. നോട്ട് ഡീബാർഡ് ഫ്രം ട്രാൻസ്ഫറിങ് ഹിസ് ഇൻട്രസ്റ്റ്. ഇയാൾക്കൊരു അസറ്റ് പോലെയാണല്ലേ, ഇയാൾക്ക് ക്യാഷിൻ്റെ ആവശ്യം വന്നപ്പം ഇയാളത് വിറ്റു, ഡിക്ക് വിറ്റിട്ട് അയാൾ പോയി. അതാരും റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ അയാൾക്കത് വിറ്റിട്ട് പോകാം, ട്രാൻസ്ഫർ പോസിബിൾ ആണ്. പക്ഷേ എ മാത്രം വിചാരിച്ചാൽ ഒരാളെ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ഫറി എന്ന് വിളിക്കുന്നത്. സോ ഒരു ട്രാൻസ്ഫറി ഓട്ടോമാറ്റിക്കലി പാർട്ട്ണറായിട്ട് മാറുമോ? മാറത്തില്ല. അയാൾ ട്രാൻസ്ഫറി ആയിട്ട് തന്നെ തുടരത്തുള്ളൂ. ദെൻ മൈനർ അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. മൈനറുടെ റൈറ്റ്സ് അത് മാറി മറിഞ്ഞൊക്കെ വരും, പല കേസസിൽ വരുമ്പോഴത്തേക്ക് അതൊക്കെ നമ്മൾ നോക്കണം. ആരാ മൈനർ എന്ന് പറഞ്ഞത്? ലെസ് ദാൻ എത്ര ഏജ്? 18 അല്ലേ? 18 അറ്റൈൻ ചെയ്യാത്ത ആളെയാണ് നമ്മൾ നോർമലി മൈനർ എന്ന് വിളിക്കുന്നത്. ദെൻ a person who is a minor according to law which he is subject may not be a partner in a firm, but with the consent of all partners for the time being he may be admitted to the benefit of the firm. ഈ ഒരു സെന്റൻസ് നമ്മളിപ്പോൾ കേൾക്കാൻ തുടങ്ങിയത് ഒരു 4-5 തവണയായി അല്ലേ? മൈനർ പാർട്ട്ണർ ആകുമോ? ഇല്ല. പകരം എന്താകും? അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ് ഓഫ് ദ ഫേം. ഫേമിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടി വേണമെങ്കിൽ അവളെ അഡ്മിറ്റ് ചെയ്യാം. എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോഫിറ്റ് ഷെയർ ചെയ്യാം, ഡിസൊല്യൂഷൻ്റെ സമയത്ത് അസറ്റ്സ് ഷെയർ ചെയ്യാം. പക്ഷെ എന്താ, ലോസ് ഷെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റിന് വേണ്ടി മാത്രം. സച്ച് മൈനർ ഹാസ് ദ റൈറ്റ് ടു സച്ച് ഷെയർസ് ഓഫ് ദ പ്രോപ്പർട്ടി ആൻഡ് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആസ് മേ ബി അഗ്രീഡ് ആൻഡ് ഹി മേ ഹാവ് ആക്സസ് ടു ആൻഡ് ഇൻസ്പെക്ട് കോപ്പീസ് ഓഫ് ബുക്സ് ഓഫ് റൈറ്റ്സ്. സോ എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് ഒരു മൈനർക്ക്? ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടുമോ? കിട്ടും. ദെൻ അസറ്റ്സിൻ്റെ ഷെയർ, പ്രോപ്പർട്ടി അസറ്റ്സിൻ്റെ മേലുള്ളൊരു ഷെയർ ഉണ്ടോ? യെസ് ഉണ്ട്. അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുമോ? കോപ്പി എടുക്കാൻ പറ്റുമോ? യെസ്. ഇതിനെല്ലാം ഉള്ള റൈറ്റ്സ് ആർക്കുണ്ട്? മൈനർക്കുണ്ട്. കോപ്പി ഓഫ് അക്കൗണ്ട്, ഇൻസ്പെക്ട് ദ അക്കൗണ്ട്, ആക്സസ് ടു അക്കൗണ്ട്, ഷെയർ ഓഫ് ദി പ്രോപ്പർട്ടി, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം, ഇതെല്ലാം മൈനർക്ക് കിട്ടും. എ മൈനർ ഷെയർ ഈസ് ലയബിൾ ഫോർ ആക്ട് ഓഫ് ദ ഫേം ബട്ട് എ മൈനർ ഈസ് നോട്ട് പേഴ്സണലി ലയബിൾ ഫോർ എനി ഓഫ് സച്ച് ആക്ട്. മൈനർ ഷെയർ ഈസ് ലയബിൾ ഫോർ ആക്ട് ഓഫ് ദ ഫേം. ഫേമിൻ്റെ ആക്ടിവിറ്റിക്ക് മൈനേഴ്സിൻ്റെ ഷെയർ ലയബിൾ ആണ്. But he is not personally liable for such act. എന്താ ഉദ്ദേശിക്കുന്നത്? എനി ഗസസ്? പേഴ്സണൽ ലയബിലിറ്റി ഇല്ല, പക്ഷേ ആക്ട് ഓഫ് ദ ഫേമിന് മൈനർ ലയബിൾ ആണ്. ആക്ച്വലി നമ്മൾ എന്താ പഠിച്ചത്? മൈനർ ലയബിളേ അല്ലെന്നാണ് നമ്മൾ പഠിച്ചതല്ലേ? ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എയും ബിയും സിയും നമ്മുടെ ജൂനിയർ ഡിയും അല്ലേ? ഇത് ബെനിഫിറ്റ് അഡ്മിറ്റഡ് ഫോർ ദ ബെനിഫിറ്റും എയും ബിയും സിയും പാർട്ട്നേഴ്സും ഇങ്ങനെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്ത് നല്ല മികച്ച രീതിയിൽ മാനേജ് ചെയ്തിട്ട് ഒരു 10,000 റുപ്പീസിൻ്റെ ലോസ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. 10,000 റുപ്പീസിൻ്റെ ലോസ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എന്താ സംഭവിച്ചത്? 2,500 എന്നുള്ള രീതിയിൽ ഈ ലോസിനെ ഡിവൈഡ് ചെയ്ത് പോകാം അല്ലേ? പക്ഷേ തിങ്ക് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൈനർക്ക് ലോസ് ഒന്നും വരത്തില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അഡ്മിറ്റഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഫേം ആണ്. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിയേ, ഫേമിന് ഈ ഒരു പോയിന്റിൽ ഫേം ഡിസോൾവ് ആകാൻ തീരുമാനിച്ചു. ഭയങ്കര ലോസ് ആണ്, ഇനിയിപ്പോൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഡിസോൾവ് ആകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുക. പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആദ്യം ഈ ലോസ് നമ്മുടെ ഫേമിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടീസുമായിട്ടായിരിക്കുമല്ലോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഫേമിൻ്റെ പേരിൽ സ്വന്തമായിട്ട് കുറച്ച് അസറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ ലോസ് ഇപ്പോൾ പാർട്ട്നേഴ്സ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? ആദ്യം ഫേമിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി എടുക്കുമോ? ഫേമിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി എടുക്കുമല്ലേ? സോ ഫേമായിട്ട് വാങ്ങിച്ച കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 20,000 റുപ്പീസ് ആണെന്ന് വിചാരിച്ചു.
അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ട്നേഴ്സിനും 5,000 എന്ന് പറഞ്ഞ ഷെയർ ഉണ്ടല്ലോ. ഈ ഷെയർ പാർട്ട്ണർക്കും ഉണ്ടല്ലോ, ഷെയർ ഇൻ പ്രോപ്പർട്ടി അല്ല മൈനർ പാർട്ട്ണർക്കും ഉണ്ടല്ലോ. ആ കാര്യത്തിൽ സംശയമൊന്നും ഇല്ലല്ലോ. നമുക്ക് സംശയം ഈ ലോസിന്റെ കാര്യമല്ലേ, ഈ ലോസ് മൈനർക്ക് വീതിച്ചു കൊടുക്കണോ എന്നുള്ള കാര്യമാണ് നമുക്ക് സംശയം. പക്ഷെ ഇനി ഓർത്ത് നോക്കിയേ, ഇനി ഇതിനകത്തു നിന്ന് ഇനി ഇപ്പം നെറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും എത്രയേ കിട്ടത്തുള്ളൂ? 2,500 അല്ലെ. ഇതാണ് ഇവർക്ക് വിറ്റിട്ട് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത്, നെറ്റ് പ്രോപ്പർട്ടി അല്ലെ. ഫേമിന്റെ പ്രോപ്പർട്ടി ന്യായമായിട്ട് ഫേമിന് എത്ര പ്രോപ്പർട്ടി ഉണ്ടോ ആ പ്രോപ്പർട്ടിക്കകത്തുനിന്ന് അതുവരെയുള്ള ലോസ് സെറ്റ് ഓഫ് ചെയ്ത്, അല്ലെ. അക്യുമുലേറ്റഡ് ആയിട്ട് നമുക്ക് ഫുൾ ഇത്രയും രൂപയുടെ ലോസ് ആണുള്ളത്, ഇത്രയും പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, സോ നെറ്റ് എടുത്തു. ഒന്നോർത്ത് നോക്കിയാൽ ഇങ്ങനെ വരുന്ന കേസിൽ ഈ ലോസിന്റെ ഒരു ഷെയർ ആര് സഫർ ചെയ്തു? മൈനറും സഫർ ചെയ്തു, അല്ലേ. ഓൺ ദി അതർ ഹാൻഡ് അല്ലേ. സോ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഫേം ആയിട്ട് അക്വയർ ചെയ്ത അസറ്റ്സ് പ്രോപ്പർട്ടി അതിന്റെ ഒരു ഷെയർ മൈനർക്ക് ഉണ്ട് എങ്കിൽ ടു ദാറ്റ് എക്സ്റ്റെന്റ് ലോസ് ആര് സഫർ ചെയ്യണം? മൈനർ സഫർ ചെയ്യണം. വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. തിങ്ക് ഇവിടെ ലോസ് എന്ന് പറഞ്ഞത് നമുക്ക് 2,500 സെയിം തന്നെയാണെന്ന് വെച്ചോ. 2,500 ഈച്ച് എല്ലാവർക്കും 2,500 വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ഫേമിന്റെ പ്രോപ്പർട്ടീസ് മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തം 4,000 പ്രോപ്പർട്ടിയേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഓരോരുത്തർക്കും 1,000 പ്രോപ്പർട്ടിയിലെ ഷെയർ എത്ര വരും? എല്ലാ പാർട്ട്നേഴ്സിനും 1,000 എന്ന് വരും. സോ ലോസിന്റെ ഷെയർ സത്യം പറഞ്ഞാൽ ഇവിടെ എത്രയുണ്ട്? 2,500 ഇങ്ങനെ കിടക്കുക, അല്ലേ. സോ ഓർത്ത് നോക്കിയേ, ഇവിടെ നെറ്റ് വരുമ്പം ശരിക്കും ബാക്കി വീട്ടിൽ നിന്ന് ഫ്രം ദ പേഴ്സണൽ പ്രോപ്പർട്ടി നിന്ന് ബാക്കി പാർട്ട്നേഴ്സ് കൊണ്ടുവരണ്ടേ? കാരണം ഫേമിന്റെ പ്രോപ്പർട്ടി ഇത്രയേ ഉള്ളൂ, ഇത്രയും ലോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ ബാക്കി 1,500 ഓരോ പാർട്ട്നേഴ്സും വീട്ടിൽ നിന്ന് കൊണ്ടുവരണം, അല്ലേ. സോ ഈ 1,500 കൊണ്ടുവരാൻ മൈനറിനോട് പറയാൻ പറ്റുമോ? ഇല്ല. എന്താ? മൈനറിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ലയബിൾ അല്ല എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു, അല്ലേ. പക്ഷെ എന്ത് ലയബിൾ ആണ്? ഫേമിന്റെ പ്രോപ്പർട്ടി ലയബിൾ ആണ്. സോ ഇങ്ങനെ ആയിരിക്കത്തില്ല ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ കാൽക്കുലേഷൻ ഏത് രീതിയിൽ വരും? ഇവിടെ മൈനറിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നത് അല്ലെങ്കിൽ മൈനർക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്നത് ഈ ഫുൾ ലോസിലെ നമ്മുടെ 10,000 റുപ്പീസിന്റെ ലോസ്, ഇതിനകത്തുനിന്ന് 1,000 റുപ്പീസിന്റെ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് 1,000 റുപ്പീസ് മാത്രമേ മൈനർക്ക് ലോസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഈ 10,000 മൈനസ് 1,000 അല്ലെ, 10,000 മൈനസ് മൈനർ സഫർ ചെയ്യുന്ന 1,000 പോക്കി ബാക്കി 9,000 റുപ്പീസ് ആര് കൊണ്ടുവരണം? ഇവിടെ. സോ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് 3,000 എന്ന് വെച്ചിട്ടായിരിക്കും ഇതിന്റെ ബാക്കിയായിരിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ലോസ്. പിന്നെ നമുക്ക് പ്രോപ്പർട്ടി എത്രയുണ്ട്? 1,000 അല്ലേ. 4,000 രൂപയുടെ പ്രോപ്പർട്ടിയെ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഈക്വലി ഡിവൈഡ് ചെയ്തപ്പോൾ 1,000. സോ ഇനിയിപ്പം വീട്ടിൽ നിന്ന് എത്ര കൊണ്ടുവരണം? ഫ്രം പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് ഓരോ പാർട്ട്നേഴ്സും എത്ര വെച്ച് കൊണ്ടുവരണം? ഇയാള് 2,000 കൊണ്ടുവരണം, ഇയാള് 2,000 കൊണ്ടുവരണം, ഇയാള് 2,000 കൊണ്ടുവരണം. മൈനർ ഒന്നും കൊണ്ടുവരേണ്ട. അങ്ങനെയായിരിക്കും 6,000ന്റെ നെറ്റ് ലോസ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇതാണ് പറയുന്നത് പാർട്ട്ണർ ഈസ് ലയബിൾ. എന്താ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്? മൈനർ ഷെയർ ഈസ് ലയബിൾ ഫോർ ദി ആക്ട് ഓഫ് ദ ഫേം. മൈനറിന്റെ അസറ്റില് ഫേമിന്റെ അസറ്റ്സ് അല്ലെ, ഫേമിന്റെ പ്രോപ്പർട്ടിയിൽ മൈനറിന്റെ ഷെയർ ലയബിൾ ആണ്. പക്ഷെ മൈനറിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി ലയബിൾ ആണോ? അല്ല. ക്ലിയർ ആണല്ലോ? എക്സാമ്പിൾ സഹിതം എഴുതി വെച്ചോണം, പിന്നെ കൺഫ്യൂഷൻ. Then next point എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. Next point is dealing with such minor may not sue the partners for an account or payment of his share of the property or share of the property or profit of the firm save when severing his connection. Severing means എന്താ പറയുന്നത്? ഡിസ്കണക്റ്റിംഗ് അല്ലെങ്കിൽ സെപ്പറേറ്റിംഗ് ഹിസ് കണക്ഷൻ വിത്ത് ദ ഫേം. ദാറ്റ് മീൻസ് ഫേമിൽ നിന്ന് പോകുമ്പോൾ. ആൻഡ് ഇൻ സച്ച് കേസസ് ദ എമൗണ്ട് ഓഫ് ഹിസ് ഷെയർ ഷാൽ ബി ഡിറ്റർമൈൻഡ് ബൈ വാല്യുവേഷൻസ് മെയ്ഡ് ആസ് ഫാർ ആസ് പോസിബിൾ ഇൻ അക്കോർഡൻസ് വിത്ത്. സോ ഏതെങ്കിലും കേസിൽ ഒരു മൈനർ ഒരു ഫേമിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് അയാൾക്ക് ഇത്ര അല്ലെ, അയാൾക്ക് പ്രോപ്പർട്ടിയിൽ എത്ര റൈറ്റ്സ് ഉണ്ട്, എത്ര ഷെയർ ഒക്കെ അയാൾക്ക് കൊടുക്കാനുണ്ട്, ഇതൊക്കെ അസർട്ടൈൻ ചെയ്യുമല്ലോ. എങ്ങനെയാണ് അസർട്ടൈൻ ചെയ്യുന്നത്? ബൈ എ വാല്യുവേഷൻ. രജിസ്റ്റേർഡ് വാല്യൂവൊക്കെ ഉണ്ട്. ഫേം അസറ്റ്സ് വാല്യുവേഷൻ, പ്രോപ്പർട്ടി വാല്യുവേഷൻ ഒക്കെ നടത്തുന്നവർ. അവർ വാല്യൂ ചെയ്തിട്ട് മൈനർക്ക് എത്ര ഷെയർ ഉണ്ടോ ആ ഷെയർ വീതം കൊടുത്തു വിടാൻ. ഇനി
provided that all partners acting together or any partner entitled to dissolve the firm upon a notice to other partners may elect in such suit to dissolve the firm, and thereupon the court shall proceed with the suit as one of for dissolution and for settling accounts between the partners, and the amount of the share of the minor shall be determined along with the shares of the partners. So in cases ഏതെങ്കിലും ഒരു പാർട്ട്ണർ നോട്ടീസ് കൊടുത്ത് ബാക്കി എല്ലാ പാർട്ട്നേഴ്സും കൂടെ ചേർന്നിട്ട് ഫേം ഡിസോൾവ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ ഡിസോൾവ് ചെയ്യാനാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിനും എത്ര എത്ര ഷെയർസ് ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമല്ലോ. ആ കൂടെ തന്നെ ഈ മൈനറുടെ ഷെയറും എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്തിട്ട് അത് പേ ചെയ്ത് കൊടുക്കാനായിരിക്കും കോർട്ടിൽ നിന്ന് ഓർഡർ വരുന്നത് ഡിസൊല്യൂഷൻ്റെ കേസിൽ. Then at any time within 6 months of his attaining majority and of his obtaining knowledge that he has been admitted to the benefit of the partnership, which day is later, such persons may give a public notice that he has elected to become and he has elected not to become partners in the firm, and such notice shall determine his position with regards to the firm, provided that if he fails to give such notice he shall become a partner in the office on the expiry of such 6 months. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ആക്കിയെന്ന് വിചാരിക്കുക. അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബൈ ദ ടൈം ഓഫ് അഡ്മിഷൻ അയാൾ ആരാണ്? ഒരു മൈനർ ആയിരുന്നു. ദെൻ ഇയാൾ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിൽ അയാൾ എന്ത് ചെയ്തു? 18 അഥവാ മജോറിറ്റി അറ്റൈൻ ചെയ്തു. രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലെ. ഒന്നെങ്കിൽ അയാൾക്ക് കണ്ടിന്യൂ ചെയ്യാം, ദാറ്റ് മീൻസ് അക്സെപ്റ്റ്, ആ ഒരു പാർട്ട്ണർഷിപ്പ് അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് റിജക്റ്റ് ചെയ്യാം അല്ലെ, അയാൾക്ക് ഔട്ട്, അയാൾക്ക് ഇറങ്ങിപ്പോകാം ആ പാർട്ട്ണർഷിപ്പിൽ നിന്നും. എനിവേ എന്താണ് തീരുമാനം എന്നുള്ളത് എടുക്കാൻ എത്ര നാൾ സമയമുണ്ട്? 6 months. 6 monthsiനുള്ളിൽ ഇയാൾക്ക് സമയമുണ്ട്. then ഇതിനകത്ത് ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 6 months ഓർ നോളജ്. എന്താ സംഭവിച്ചിരിക്കുന്നത്? എപ്പോഴാണോ നോളജ് കിട്ടി, എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ് എനി ടൈം വിത്തിൻ 6 months ഓഫ് ഹിസ് അറ്റൈനിങ് മെജോറിറ്റി or he's obtaining knowledge that he has been admitted to the benefit of a partnership whichever is later. So 6 months അല്ലെങ്കിൽ എപ്പോഴാണോ അയാൾക്ക് പാർട്ട്ണർഷിപ്പിൽ ഇയാൾ പാർട്ട്ണർ ആണ് എന്നറിയാം. സോ ഇയാൾ അറിയാതെ എങ്ങനെയാണ് പാർട്ട്ണർ ആവുന്നത്? ഫോർ എക്സാമ്പിൾ 2 വയസ്സുള്ള തൻ്റെ കുഞ്ഞിനെ ഒരു പാവ ഫാദർ കൊണ്ട് എന്ത് ചെയ്തു? ആസ് എ മൈനർ പാർട്ട്ണർ ആയിട്ട് പുള്ളിയുടെ പാർട്ട്ണർഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്തു. എന്തിനാ? ഫോർ ദ ബെനഫിറ്റ് അല്ലെ, ഇയാൾക്കും കൂടെ ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് 2 വയസ്സുള്ള മൈനറിനെയും കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ബെനിഫിറ്റ് കിട്ടും അല്ലെ, ഷെയർ എല്ലാം കറക്റ്റായിട്ട് അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് വീഴുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ഇന്നലെ വല്ലതും അറിയാവോ? 2 വയസ്സ് ഇച്ചിരി ഓവർ അല്ലേ, 5 വയസ്സ്, കുഴപ്പമില്ല. സോ ഇയാൾ ഈ മൈനർ വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല. ദെൻ ഇൻ ബിറ്റ്വീൻ 6 വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചുപോയി. സോ ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിൽ ഞാൻ പാർട്ട്ണർ ആണെന്നുള്ള കാര്യം ഇയാൾക്ക് അറിയത്തേയില്ല. 18 വയസ്സ് കഴിഞ്ഞ് പിന്നെ 1-2 വർഷം കഴിഞ്ഞിട്ടാണ് എന്താ അറിയുന്നത്? ഞാൻ ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിൽ പാർട്ട്ണർ ആണെന്നുള്ള കാര്യം. ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിൽ പാർട്ട്ണർ ആണ് എന്ന് അറിഞ്ഞു, അല്ലെങ്കിൽ 6 months എന്താണോ ആദ്യം സംഭവിക്കുന്നത്, അല്ല എന്താണോ രണ്ടാമോ സംഭവിക്കുന്നത്, ഒന്നെങ്കിൽ 6 മാസമാകുമ്പം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ട്ണറായി അറിയാതെ, ഏതായാലും അറിയത്തില്ല, എനിക്ക് പാർട്ട്ണർ ആണെന്ന് അറിയത്തില്ലെങ്കിൽ അയാൾക്ക് പബ്ലിക് നോട്ടീസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ഒരു മൊമെന്റിൽ നിന്ന് അയാൾ എന്ത് കൊടുക്കണം? പബ്ലിക് നോട്ടീസ് കൊടുക്കണം. പബ്ലിക് നോട്ടീസ് എന്തിനാ? പബ്ലിക്കിനെ അറിയിക്കണം. എന്താ പബ്ലിക് നോട്ടീസ് എന്ന് പറയുന്നത്? ഒഫീഷ്യൽ ഗസറ്റിൽ ഈ ഒരു കാര്യം നമ്മൾ ഡിക്ലെയർ ചെയ്യണം, വെബ്സൈറ്റിൽ. സോ പബ്ലിക് നോട്ട് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ നമ്മൾ കൊടുക്കണം, അഡ്മിറ്റഡ് ആസ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞ് ചെറിയൊരു ബോക്സ് ന്യൂസ്. ദെൻ എന്താ പറയുന്നത്? ഒരു പബ്ലിക് നോട്ടീസ് കൊടുക്കണം. എന്തിനു വേണ്ടിയാണ്? ദാറ്റ് ഹി ഹാസ് ഇലക്റ്റഡ് ടു ബിക്കം ഓർ ദാറ്റ് ഹി ഹാസ് ഇലക്റ്റഡ് നോട്ട് ടു ബിക്കം. ഒന്നെങ്കിൽ അയാൾ കണ്ടിന്യൂ ചെയ്യാൻ പാർട്ട്ണർ ആവാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ പാർട്ട്ണറിൽ നിന്നുള്ളത് ഔട്ട് ആവാൻ, ഇലക്റ്റഡ് നോട്ട് ടു ബിക്കം പാർട്ട്നേഴ്സ് ആണെന്നുള്ള കാര്യം. എന്ത് തന്നെയാണെങ്കിലും അതിന് എന്ത് കൊടുക്കണം? പബ്ലിക് നോട്ടീസ് കൊടുക്കണം. ആൻഡ് സച്ച് നോട്ടീസ് ഷാൽ ഡിറ്റർമൈൻ ഹിസ് പൊസിഷൻ. സോ ഈ പബ്ലിക് നോട്ടീസ് ആണ് അയാളെ പാർട്ട്ണർ ആക്കുന്നതും പാർട്ട്ണർ അല്ലാണ്ടാക്കുന്നതും. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ഹി ഫെയിൽസ് ടു ഗീവ് സച്ച് നോട്ടീസ് ഹി ഷാൽ become a partner of the firm on the expiry of 6 months. സോ ഈ ഒന്നെങ്കിൽ ഇയാൾ അറിഞ്ഞു പാർട്ട്ണർ ആണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ 6 months പീരീഡ് കഴിഞ്ഞു, എന്നിട്ട് ഒരു 6 മാസം സമയമുണ്ട് എന്തിനു വേണ്ടി? നോട്ടീസ് കൊടുക്കാൻ വേണ്ടി. ഈ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഇയാൾ നോട്ടീസ് ഒന്നും കൊടുക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾ ആരായിട്ട് മാറും? കണ്ടിന്യൂ ചെയ്യും, അക്സെപ്റ്റ് ചെയ്തതായിട്ട് മാറും. സോ റിജക്റ്റ് ചെയ്യണമെങ്കിൽ, ഓപ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പാർട്ട്ണറായിട്ട് മാറിക്കോളും. ദെൻ വെൻ എനി പേഴ്സൺ ഹാസ് അഡ്മിറ്റഡ് ആസ് എ മൈനർ ടു ദ ബെനിഫിറ്റ് ഓഫ് ദ ഫേം, ദ ബർഡൻ ഓഫ് പ്രൂവിംഗ് ദ ഫാക്ട് ദാറ്റ് സച്ച് പേഴ്സൺസ് ഹാഡ് നോ നോളജ് ഓഫ് സച്ച് അഡ്മിഷൻ അണ്ടിൽ എ പർട്ടിക്കുലർ ഡേറ്റ് ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് 6 months ഓഫ് അറ്റൈനിങ് ഹിസ് മെജോറിറ്റി ഷാൽ ലൈസ് ഓൺ ദ പേഴ്സൺസ് അസേർട്ടിങ് ദാറ്റ് ഫാക്ട്. സോ എന്താ? ആരാണോ അസേർട്ടിങ് മീൻസ് ശരിവെക്കുന്നത്,
ആരാണോ അയാൾ മൈനർ ആണെന്നുള്ള കാര്യം അറിയാതെ, സോ എക്സ് എന്ന് പറയുന്ന വ്യക്തി മൈനർ ആയിരുന്നു, സോ മൈനർ ആണെന്ന് അറിയാതെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് അയാൾ പാർട്ട്ണർ ആണെന്നുള്ള കാര്യം മൈനർക്ക് അറിയത്തില്ല, 6 മാസം കഴിഞ്ഞിട്ടും ഇയാൾക്ക് ഇതിനെക്കുറിച്ച് നോളജ് ഇല്ല എന്നാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഒരു നോളജ് ഇല്ല, ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു, ആർക്ക് വേണമെങ്കിലും പറയാമല്ലോ ഞാൻ അറിഞ്ഞില്ല, 6 മന്ത്സിനുള്ളിൽ പബ്ലിക് നോട്ടീസ് കൊടുക്കണം അല്ലേ. സോ അയാൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. കുറേ നാൾ കഴിഞ്ഞിട്ട് അയാൾ പറയുകയാണ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ പാർട്ട്ണർ ആണെന്ന്. അങ്ങനെ പറഞ്ഞാൽ അയാൾ അത് പ്രൂവ് ചെയ്യണം എനിക്കറിയത്തില്ലായിരുന്നു എന്നുള്ള കാര്യം അല്ലേ. അറിയാനാണ് ചാൻസ് എന്നായിരിക്കും എപ്പോഴും കോർട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ചുമ്മാ അങ്ങ് കൈ ഒഴിയാൻ പറ്റത്തില്ല. എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പബ്ലിക് നോട്ടീസ് കൊടുത്തില്ല, എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. സത്യത്തിൽ ഇയാൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും അല്ലേ. സോ പബ്ലിക് നോട്ടീസ് കൊടുക്കാത്തത് കൊണ്ടോ ഇയാൾ അന്നേരം ചെയ്യാൻ മടി കാണിച്ചത് കൊണ്ടോ അയാൾ ചുമ്മാ എക്സ്ക്യൂസ് പറയുന്നതായിരിക്കും. സോ ചുമ്മാ അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആ പറയുന്നയാൾ അത് പ്രൂവ് ചെയ്യണം. അതിനെക്കുറിച്ചുള്ള യാതൊരു എവിഡൻസും എനിക്ക് റിസീവ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കോർട്ടിൽ അയാൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. ഇറ്റ് ഈസ് അറ്റ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സച്ച് പേഴ്സൺ. Then where such persons become a partner, his rights and liabilities as a minor continue up to the date on which he become a partner, but he also become personally liable to third parties for all act of the firm done since he was admitted to the benefit of the partnership. എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് കേസ് അല്ലേ. ബിക്കം പാർട്ട്ണർ ആവാനാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നോട്ട് ടു ബിക്കം ഓപ്റ്റ് ഔട്ട് ചെയ്യാനാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ, ബിക്കം പാർട്ട്ണർ ആവാനാണ് അയാളുടെ തീരുമാനമെങ്കിൽ, ഹിസ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് എ മൈനർ കണ്ടിന്യൂ അപ് ടു ദ ഡേറ്റ് ഓൺ വിച്ച് ഹി ബിക്കംസ് എ പാർട്ട്ണർ. സോ ഇങ്ങനെ ലൈഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ ഇയാൾ ഈ ഒരു പോയിന്റ് വരെ, ഇവിടം വരെ ഇയാൾ ആരായിരുന്നു? മൈനർ ആയിരുന്നു. സോ ഈ ഒരു പോയിന്റ് അയാൾ മേജറായിട്ട് മാറി. സോ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് എ മൈനർ അല്ലേ. ഒരു മൈനറുടെ റൈറ്റ്സും ലയബിലിറ്റീസും ഏത് പോയിന്റ് വരെ ഉള്ളൂ? ഈ പോയിന്റ് വരെ ഉള്ളൂ. ഇത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അയാൾ നോർമൽ പാർട്ട്നേഴ്സിനെ പോലെ തന്നെയായിരിക്കും റൈറ്റ്സും ലയബിലിറ്റീസും വരുന്നത് അല്ലേ. പക്ഷേ എന്താ പറഞ്ഞിരിക്കുന്നത്? ബട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി ഓൾസോ ബിക്കം പേഴ്സണലി ലയബിൾ ടു തേർഡ് പാർട്ടീസ് ഫോർ ഓൾ ആക്ട് ഓഫ് ദ ഫേം ഡൺ സിൻസ് ഹി വാസ് അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. ഞാൻ ചോദിക്കാം, ഒരു മൈനറായിട്ട് ഇയാൾ ആഡ് ചെയ്ത സമയം എന്ന് പറയുന്നത് ഈ ഒരു പീരീഡിലാണെന്ന് വെച്ചു. അതായത് ഒരു 2000 ഇയാൾ മൈനറായിട്ട് ആഡായി, 2000 ഒരു 5 ആയപ്പോഴത്തേക്ക് ഇയാൾ മേജറായി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 5 വർഷം ഇയാൾ പേഴ്സണലി ലയബിൾ ആണോ? അല്ല. ഈ വർഷം ഇത് കഴിഞ്ഞിട്ടുള്ള പീരീഡ് ഇയാൾ പേഴ്സണലി ലയബിൾ ആണോ? ഇയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിക്ക് ലയബിലിറ്റി ഉണ്ട്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല, ഇവിടെ പേഴ്സണൽ ലയബിലിറ്റി ഇല്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ മൈനർ ആയിട്ടിരിക്കുന്ന ഇയാൾ 2005 മേജർ അല്ലെങ്കിൽ ബിക്കം പാർട്ട്ണർ ആവാൻ ഇയാൾ തീരുമാനിച്ചു. ഓപ്റ്റ് ടു ബിക്കം എ പാർട്ട്ണർ ആവാൻ ഇയാൾ തീരുമാനിച്ചു. അങ്ങനെയാണ് എങ്കിൽ ഇയാൾക്ക് പേഴ്സണൽ ലയബിലിറ്റി അല്ലെ, ഇയാളുടെ പേഴ്സണൽ അസറ്റ്സിലുള്ള പേഴ്സണൽ ലയബിലിറ്റി ഇവിടം തൊട്ട് ഇങ്ങോട്ടുള്ള പാർട്ട്നേഴ്സിൻ്റെ ആക്ടിന് മാത്രമാണോ, അതോ ഈ 2000 തൊട്ട് ഇങ്ങോട്ടുള്ള ആക്ട്സിനും ആപ്ലിക്കബിൾ ആണോ? നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ഒരു പീരീഡിൽ ഇയാൾ മൈനർ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഈ പീരീഡിൽ ഇയാൾക്ക് പേഴ്സണൽ ലയബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അല്ലേ. അല്ല. സോ ഇവിടെ വെച്ചിട്ട് ഇയാൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുകയായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പാർട്ട്ണർ ആവുന്നില്ല എന്നാണ് ഇയാളുടെ തീരുമാനമെങ്കിൽ, ഈ പീരീഡിൽ ഇയാൾക്ക് പേഴ്സണൽ ലയബിലിറ്റി ഇല്ല. പക്ഷേ ഇയാൾ പാർട്ട്ണർ ആവാൻ ചൂസ് ചെയ്യുന്ന ആ മൊമെന്റ് തൊട്ടിട്ട് എന്താണ്, ഈ പണ്ടത്തെ ആക്ടിനും ഇയാൾ പേഴ്സണലി ലയബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ വെച്ചിട്ട് ബാക്കി പാർട്ട്ണർ, സോ എയും ബിയും സിയും ജൂനിയർ ഡിയും ആണല്ലോ, ഇവരെല്ലാവരും കൂടെ ചെയ്തു. ഈ പോയിന്റിൽ ജൂനിയർ ഡി ആണല്ലേ. സോ ജൂനിയർ ഡി ആയിരിക്കുന്ന സമയത്ത് എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു വലിയ ലോൺ എടുത്തു ബാങ്കിൽ നിന്ന്. അത് റീപേ ചെയ്യാൻ പറ്റാതെ വന്നു. ബാക്കി പാർട്ട്നേഴ്സ് എല്ലാം പേഴ്സണൽ പ്രോപ്പർട്ടി കൊടുത്തത് റീപേ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഈ മൊമെന്റിലാണ് ആ ലോസ് അറൈസ് ചെയ്തതെന്ന് വിചാരിക്കാം. ഡിക്ക് പേഴ്സണൽ പ്രോപ്പർട്ടീസ് കൊണ്ടുവരണോ? ഡിക്ക് പറയാൻ പറ്റുമോ ഞാൻ മൈനർ ആയിട്ടിരുന്ന സമയത്ത് എൻ്റർ ചെയ്ത കോൺട്രാക്റ്റ് ആണ്, എൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ലയബിൾ അല്ല എന്ന്? പറ്റത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നാം, പക്ഷെ പറ്റത്തില്ല. സോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടു ബിക്കം പാർട്ട്ണർ, ജൂനിയർ ഡി മാറി ABCD എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോർമൽ പാർട്ട്നേഴ്സായി മാറിയാൽ ആ മൊമെന്റ് തൊട്ടിട്ട് എന്ന് തൊട്ടാണോ അന്ന് മുതൽ ഇപ്പം വരെയുള്ള എല്ലാത്തിനും പേഴ്സണലിയും അയാൾ ലയബിൾ ആണ്, അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസും ലയബിൾ ആണ്. സോ ഇവിടെ വെച്ച് അയാൾ ഓപ്റ്റ് ഔട്ട് ഔട്ട് ആവാനാണ് തീരുമാനിക്കുന്നത് വിചാരിക്കാം, മെജോറിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ. അങ്ങനെയാണ് എങ്കിൽ ഇയാൾ മൈനർ ആയിട്ട് ഇരുന്ന സമയത്ത് ബാക്കി പാർട്ട്നേഴ്സ് ചെയ്ത ആക്ടിവിറ്റീസിന് ഇയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ലയബിൾ ആണോ? അല്ല. പാർട്ട്ണർ ആവുന്ന മൊമെന്റിൽ പണ്ട് തൊട്ടുള്ളത് പേഴ്സണലി ലയബിൾ ആണ്, മറന്നു പോകരുത്. പാർട്ട്ണർ അല്ലാണ്ടായാൽ മാത്രമേ അതിന് മുമ്പുള്ളത് പേഴ്സണൽ പ്രോപ്പർട്ടിയുടെ അടുത്ത പോയിന്റ് പറയുന്നുണ്ട്.
എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി ഷാൽ നോട്ട് ബി ലയബിൾ ഫോർ എനി ആക്ട് ഓഫ് ദ ഫം. ഓക്കെ, ഹി ഷാൽ നോട്ട് ബി ലയബിൾ. So minors, his rights and liabilities shall continue to be those of a minor under section up to the date of his give a public notice. So public notice കൊടുക്കുന്ന സമയം വരെ അയാൾ ആര് തന്നെയാണ്? മൈനർ തന്നെയാണ്. സോ നോക്കിയേ, ഇവിടെ അയാൾ മേജർ ആയി എന്ന് വിചാരിക്കാം. ഈ ഒരു പോയിന്റിൽ അയാൾ മേജർ ആയി എന്ന് വിചാരിക്കാം. പബ്ലിക് നോട്ടീസ് കൊടുക്കുന്ന 6 months കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഈ ഒരു പീരീഡ് വരെ അയാൾ ആരായിട്ട് തന്നെ കൺസിഡർ ചെയ്യും? മൈനർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. മൈനറിനുള്ള റൈറ്റ്സും ലയബിലിറ്റീസും തന്നെയായിരിക്കും അയാൾക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഒന്നും അയാളുടെ ലയബിൾ ആവത്തില്ല, ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണ് എങ്കിൽ. ദെൻ പാർട്ട്ണർ ആവാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്? റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ മൈനർ എത്ര വരെ ഉള്ളൂ? പാർട്ട്ണർ ആവാൻ തീരുമാനിക്കുന്നതും വരെ ഉള്ളൂ. ദെൻ അയാൾക്ക് പേഴ്സണൽ ലയബിലിറ്റി പാർട്ട്ണർ ആയി കഴിഞ്ഞിട്ട് മേജർ ആയി കഴിഞ്ഞിട്ടാണോ പേഴ്സണൽ ലയബിലിറ്റി വരുന്നത്? അല്ല, മേജർ എന്നാണോ അഡ്മിറ്റ് ചെയ്തത് അന്ന് മുതലുള്ള എല്ലാ ആക്ട്സിനും അയാൾക്ക് പേഴ്സണൽ ലയബിലിറ്റി വരും. ദെൻ ഹിസ് ഷെയർ ഇൻ ദ പ്രോപ്പർട്ടി ഓർ പ്രോഫിറ്റ് ഓഫ് ദ ഷെയർ ഷാൽ ബി ഹിസ് ഷെയർ ഇൻ ദ പ്രോപ്പർട്ടി ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഷാൽ ബി ദ ഷെയർ ടു വിച്ച് ഹി വാസ് എൻറ്റൈറ്റിൽഡ് ആസ് എ മൈനർ. മൈനറായിട്ട് എത്ര ഷെയർ അയാൾക്ക് കിട്ടിയിരുന്നു? ദാറ്റ് മീൻസ് ABCDയുടെ പാർട്ട്ണർഷിപ്പ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:2:2:1 എന്നാണെങ്കിൽ മജോറിറ്റി അറ്റൈൻ ചെയ്യുമ്പോഴും ഈ സെയിം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ദെൻ അയാൾ പാർട്ട്ണർ ആവുന്നില്ല, ഞാൻ പോവുകയാണ്, എനിക്ക് പാർട്ട്ണർ ആവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് എങ്കിൽ ആ പോകുമ്പോൾ പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നതിനും വരെ, എന്തിനാണെങ്കിലും പബ്ലിക് നോട്ടീസ് കൊടുക്കണമല്ലോ, പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നതിനും വരെ അയാളെ മൈനറായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഹി ഷാൽ നോട്ട് ബി ലയബിൾ ഫോർ എനി ആക്ട് ഓഫ് ദ ഫേം ഡൺ ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് നോട്ടീസ്. നോട്ടീസ് ശേഷം ഫേം എന്ത് ചെയ്താലും അയാൾക്ക് ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. ഹി ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു സ്യൂ പാർട്ട്നേഴ്സ് ഫോർ ഹിസ് ഷെയർ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ദ പ്രോഫിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് സബ്സെക്ഷൻ. പാർട്ട്നേഴ്സ് അയാളുടെ പ്രോപ്പർട്ടീസും ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കുന്നില്ല എങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെ സ്യൂ ചെയ്യാനുള്ള റൈറ്റ്സും ആർക്കുണ്ട്? ഈ പറയുന്ന മേജറായ മൈനറിന് ഉണ്ട്. ഓക്കെ, ദെൻ നോട്ട് വിത്ത്സ്റ്റാൻഡിംഗ് സബ്സെക്ഷൻ ഷാൽ ബി അഫക്ട് ദ പ്രൊവിഷൻസ്. ഓക്കെ, ലീവ് ഇറ്റ്. ദെൻ അനാലിസിസ്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്? മൈനർ പാർട്ട്ണർ ഹാസ് എ റൈറ്റ് ടു എഗ്രി, ഷെയർ ഓഫ് പ്രോഫിറ്റിന് റൈറ്റ്സ് ഉണ്ട്, ഇൻസ്പെക്ട് ചെയ്യാനും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്സസ് ചെയ്യാനും കോപ്പി എടുക്കാനുമുള്ള റൈറ്റ്സ് ഉണ്ട്. ബാക്കി ഹി ക്യാൻ സ്യൂ ദ പാർട്ട്നേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് പേയ്മെന്റ് ബട്ട് ഓൺലി വെൻ സെവറിംഗ്. എപ്പോഴേ സ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ? സ്യൂ അതർ പാർട്ട്നേഴ്സിനെ സ്യൂ ചെയ്യാനുള്ള റൈറ്റ്സ് എപ്പോഴാണ്? സെവറിങ്ങിൻ്റെ സമയത്ത്, അല്ല അയാൾ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് സ്യൂ ചെയ്യാൻ പറ്റും. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ സ്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. മൈനർക്ക് സ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി പാർട്ട്നേഴ്സ് എത്രയാണോ ഇവൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ, സ്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ദെൻ മജോറിറ്റി അറ്റൻഡ് ചെയ്യുമ്പം 6 months അല്ലെങ്കിൽ എപ്പോഴാണോ അയാൾക്ക് മജോറിറ്റി ഞാൻ പാർട്ട്ണർ ആണെന്നുള്ളത് നോളജ് ഉള്ളത് ആ ഒരു പീരീഡ് തൊട്ടിട്ട് എന്ത് ചെയ്യണം? അയാൾക്ക് അതുവരെ അയാൾ മൈനറാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ പബ്ലിക് നോട്ടീസ് കൊടുക്കണം. ദെൻ ലയബിലിറ്റീസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ബിഫോർ അറ്റൈനിങ് മജോറിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ് ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം അതുവരെ അയാൾക്ക് ലയബിലിറ്റി ഉള്ളൂ. അല്ലെ, പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. മൈനറിന് നോ പേഴ്സണൽ ലയബിലിറ്റി ടു മൈനേഴ്സ്. ദെൻ മൈനർ cannot become declared insolvent, but if the firm is declared insolvent, his share in the firm vests with the official assignee or resignee. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മൈനർ ഇൻസോൾവെന്റ് ആകുമോ? ആവത്തില്ലല്ലേ. മൈനർ ഒരിക്കലും ഇൻസോൾവെന്റ് ആകത്തില്ല, ലോസ് വരത്തില്ല മൈനർക്ക്. പിന്നെ എങ്ങനെയാണ് മൈനർ ഇൻസോൾവെന്റ് ആവുന്നത്? ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? അസറ്റ്സ് ലെസ് ദാൻ ലയബിലിറ്റി, അല്ലെ? മൈനർക്ക് ലയബിലിറ്റിയേ ഇല്ല, അസറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പൊസിഷൻ വരുമോ? ഇല്ല. സോ മൈനർ ഇൻസോൾവെന്റ് ആവത്തില്ല. പക്ഷെ ഫേം ഇൻസോൾവ് ആയാലോ ഇയാളുടെ ഷെയർ എവിടെ പോകും? ഒഫീഷ്യൽ റിസൈൻ അസൈനർ. ഫോർ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമ്മുടെ ജൂനിയർ ഡിക്ക് എത്രയായിരുന്നു നമ്മൾ ലോസിൻ്റെ ഷെയർ അയാൾക്ക് കിട്ടിയിരുന്നത്? 2500 വരണമായിരുന്നു, അല്ലേ? ദെൻ എന്തു പറ്റി? പ്രോപ്പർട്ടീസ് എത്രയുണ്ട്? 1000 ഉണ്ട്, അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു ഈ കാൽക്കുലേഷൻ പറ്റത്തില്ല. 1000 rupeesന്റെ ലോസിന്റെ ഷെയർ ആർക്ക് വരത്തുള്ളൂ? ഈ പറയുന്ന മൈനർക്ക് വരത്തുള്ളൂ. ബാക്കി 9000 ബാക്കി പാർട്ട്നേഴ്സ് വേണം വീതിച്ചു കൊണ്ടുപോകാൻ എന്ന്. സോ ഓർത്ത് നോക്കിയേ, ഈ 1000 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനറുടെ പ്രോപ്പർട്ടി, അല്ലേ? ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 1000 rupees ഷെയർ ഓഫ് മൈനേഴ്സ് പ്രോപ്പർട്ടി. ഇത് മൈനർക്ക് വീട്ടിൽ കൊടുത്തു വിടുവോ? ഇല്ലല്ലേ, ലോസിൽ അഡ്ജസ്റ്റ് ആയിപ്പോയി. സോ ഇൻസോൾവെന്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഈ പ്രോപ്പർട്ടി ഡീൽ ചെയ്യുന്ന ആരാണ്? ഒഫീഷ്യൽ റിസീവർ ഓർ ഒഫീഷ്യൽ അസൈനി എന്ന് പറഞ്ഞിട്ട് ഒരു ഫേം എന്തെങ്കിലും ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു റിസീവറിനെ അപ്പോയിന്റ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ഫേമിന്റെ അസറ്റ്സ് എല്ലാം വിറ്റ് ലയബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെ ഒഫീഷ്യൽ റിസീവറുടെ കയ്യിലോട്ട് ഈ 1000 കൂടെ പോകും. അതാണ് ഒഫീഷ്യൽ റിസീവറിന്റെ കയ്യിലോ ഒഫീഷ്യൽ അസൈനിയുടെ കയ്യിലോ എത്തുന്നു പറഞ്ഞത്. പേഴ്സണൽ പ്രോപ്പർട്ടി ആണോ ഈ പോകുന്നത്? അല്ല, ഫേമിന്റെ പ്രോപ്പർട്ടിയുടെ ഒരു ഷെയർ. ദെൻ ആഫ്റ്റർ അറ്റൈനിങ് മെജോറിറ്റി, 2 ഓപ്ഷൻ നമ്മൾ പറഞ്ഞില്ലേ? നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താണ്? ഒന്നെങ്കിൽ അയാൾക്ക് പാർട്ട്ണർ ആവാം അല്ലെങ്കിൽ നോട്ട് ടു പാർട്ട്ണർ
പാർട്ട്ണർ ആവുകയാണ് എങ്കിൽ പേഴ്സണലി ലയബിൾ ടു തേർഡ് പാർട്ടീസ് ഫോർ ഓൾ, അയാൾ എന്നാണോ അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആയത് അന്ന് തൊട്ട് അയാൾ പേഴ്സണലി ലയബിൾ ആണ്. ദെൻ അയാളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, പ്രോപ്പർട്ടി അയാളുടെ ഷെയർ മാറുമോ? ഇല്ല, ഇറ്റ് വിൽ റിമൈൻ സെയിം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, നോട്ട് ടു ബിക്കം ആണ് എങ്കിൽ പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നതിനും വരെ അയാളെ ആരായിട്ട് കൺസിഡർ ചെയ്യും? മൈനറായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ദെൻ അതിന് ശേഷമുള്ള ഫേമിൻ്റെ ആക്ട്സിന് ആഫ്റ്റർ അയാൾക്ക് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടോ? ലയബിലിറ്റി ഒന്നുമില്ല. ദെൻ എന്താ പറഞ്ഞിരിക്കുന്നത്, അയാൾക്ക് വേണമെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സിനെ സ്യൂ ചെയ്യാം. ബിക്കോസ് ഇത് സെവറിറ്റി ആണല്ലോ, അയാൾ പിരിഞ്ഞു പോവുകയാണ്, സെപ്പറേറ്റ് ആവുകയാണല്ലോ, അതുകൊണ്ട് സ്യൂ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അല്ലാതെ തുടർന്നതിനാണ് തീരുമാനമെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സിൻ്റെ ഷെയർ എനിക്ക് തരുന്നില്ല, കറക്റ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് അല്ല എനിക്ക് തരുന്നതെന്ന് പറഞ്ഞ് ബാക്കി പാർട്ട്നേഴ്സിനെ സ്യൂ ചെയ്യാൻ പറ്റുമോ? മൈനർ പാർട്ട്ണർക്ക് പറ്റത്തില്ല. ഓക്കെ, ദെൻ അത്രയും കാര്യങ്ങളാണ് നമ്മൾ മൈനറിനെ കുറിച്ച് പറഞ്ഞത്, നമ്മൾ സമ്മറൈസും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ലീഗൽ കോൺസിക്വൻസസ് ഓഫ് എ പാർട്ട്ണർ കമ്മിങ് ഇൻ ആൻഡ് ഗോയിങ് ഔട്ട്. പാർട്ട്ണർ കമ്മിങ് ഇൻ ആരാണ്? പുതിയൊരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്താൽ പാർട്ട്ണർ കമ്മിങ് ഇൻ. പാർട്ട്ണർ ഗോയിങ് ഔട്ട് ആരാണ്? ഒരാൾ റിട്ടയർഡ്, ഡെത്ത്, ഇൻസോൾവൻസിൽ വഴി പോകുന്നതാണെങ്കിൽ പാർട്ട്ണർ ഗോയിങ് ഔട്ട് എന്ന് പറയാം. നമുക്ക് നോക്കാം. സോ എനി ചേഞ്ച് ഇൻ ദ റിലേഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് വിൽ റിസൾട്ട് ഇൻ റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. നമ്മൾ പറഞ്ഞല്ലേ റീകൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന 4 കാര്യങ്ങൾ? ഒരു പാർട്ട്ണർ വന്നു, ഒരു പാർട്ട്ണർ പോയി, ദെൻ പുതിയൊരു അഡ്വഞ്ചർ ഓർ അണ്ടർടേക്കിംഗ് തുടങ്ങി, ഫിക്സഡ് മാറി, പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചിലാണ്. ദസ് ഓൺ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ ഓർ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ ഓർ എക്സ്പൾഷൻ മീൻസ് പറഞ്ഞു വിടുക, ഓർ ഇൻസോൾവൻസി. ഇൻസോൾവൻസി എന്നാണെന്നറിയാവോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസോൾവെന്റ് എന്ന് പറയുന്നുണ്ട്, അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പാപ്പരാവുന്ന അവസ്ഥ, അതാണ് നമ്മുടെ അസറ്റ് ലെസ് ദാൻ ലയബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ, പാപ്പരാവുന്ന അവസ്ഥ. സോ ഇൻസോൾവൻസി, ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആയാൽ പിന്നെ അയാൾ പാർട്ട്ണർഷിപ്പിൽ തുടരുമോ? ഇല്ല, പാർട്ട്ണർഷിപ്പ് അവിടെ നിർത്തിപ്പോണം. ദസ് ഇഫ് എ ഫേം വിൽ ബി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ്, ഫേം എന്തായിരിക്കും? റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറും, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇൻട്രൊഡക്ഷൻ ഓഫ് എ പാർട്ട്ണർ, പുതിയതായിട്ടൊരു പാർട്ട്ണർ വരുമ്പം സബ്ജക്റ്റ് ടു കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ആൻഡ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 30, no person shall be introduced as a partner without the consent of all existing partners. സോ എന്താ, കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ആണല്ലേ, അങ്ങനെയാകുമ്പോൾ മെജോറിറ്റിയുടെ ഒപ്പീനിയൻ മതിയോ? ഓൾ പാർട്ട്നേഴ്സിന്റെ ഒപ്പീനിയൻ വേണോ? ഓൾ പാർട്ട്നേഴ്സിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, സബ്ജക്ട് ടു പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 30, a person who is introduced as a partner into the firm does not thereby become liable for any act of the firm done before he become partner. It means എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആയിട്ട് തുടരുന്നു. ഈ പോയിന്റിൽ ഡി അഡ്മിറ്റ് ചെയ്തു. സോ എയും ബിയും സിയും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആക്ട്സിന് ഡിക്ക് ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. ഇതിന് ശേഷം എയും ബിയും ഡിയും സിയും ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ഡി തന്നെ ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഇവരിൽ ആര് ചെയ്താലും ആരും ലയബിൾ ആണ്, ഡി ഓൾസോ ലയബിൾ ആണ്. ആ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പുള്ളതിന് ഡിക്ക് ലയബിലിറ്റി ഇല്ല. ദെൻ as we have studied earlier, subject to contract between partners and to the provisions regarding minor of a firm, no partner cannot be introduced to the firm without the consent of all existing partners. Rights and liabilities of new partners. The liability of a new partner ordinarily commences from the date from he is admitted as a partner. So liability എവിടെ തൊട്ടാണ് കമൻസ് ചെയ്യുന്നത്? എന്നാണോ അയാൾ പാർട്ട്ണർ ആയത് അന്ന് തൊട്ടായിരിക്കും ലയബിലിറ്റി കമൻസ് ചെയ്യുന്നത്, ഈ ഒരു പീരീഡ് തൊട്ടിട്ട്. Then unless he agrees to liable for obligations incurred by the firm prior to the date, ഇതുവരെയുള്ള ലയബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റെടുത്തോട്ടെ, നമുക്കൊരു വിരോധമല്ലല്ലോ, അത്രയും ലോസ് കുറഞ്ഞിരിക്കും, അത്രയും നഷ്ടം കുറഞ്ഞിരിക്കും. സോ എന്താണ്, ഇതിനകത്തോട്ട് കയറാൻ വേണ്ടി, സോ എയും ബിയും സിയും കൂടെ പാർട്ട്നേഴ്സ് ആയിട്ട് ഇരിക്കുകയാണ്, ഇതിനകത്ത് ഡിക്ക് സംഭവം ഈ പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യണം, ഭയങ്കര താല്പര്യമാണ്. സോ എയും ബിയും സിയും ഇതിന് വലിയ താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ ഡി പറഞ്ഞു ഞാൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാം, എന്നാലും വലിയ താല്പര്യമില്ല. ഞാൻ ഗുഡ് വില്ലിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാം, അതെല്ലാവരും കൊണ്ടുവരുന്നല്ലേ, എന്നാലും വലിയ താല്പര്യമില്ല. സോ ഇതിനകത്ത് കയറാൻ വേണ്ടി ഡി എന്ത് പറഞ്ഞു? ഓക്കെ, ഇതുവരെയുള്ള ലയബിലിറ്റീസും കൂടെ ഞാൻ ഏറ്റെടുത്തോളാം. അപ്പോൾ എന്താ, ഇതുവരെയുള്ള ലയബിലിറ്റീസിൽ 1/3 ഷെയർ വീതമാണ് ഇവർ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് 33.333%. അത് മാറി ഡി പഴയ ലയബിലിറ്റിയും കൂടി ഏറ്റെടുക്കാന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ലയബിലിറ്റി എത്രയായിട്ട് കുറച്ചു? 33.333%ൽ നിന്ന് 25% ആയിട്ട് കുറഞ്ഞില്ലേ? 3 പേരാകുമ്പോൾ 33.333% ആയിരുന്നു എയ്ക്കും ബിക്കും സിക്കും. ഡി പഴയ ലയബിലിറ്റീസും കൂടി ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പം ഇവരുടെ ലയബിലിറ്റി 25% ആയിട്ട് കുറഞ്ഞല്ലേ, 4 പേരായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക്. സോ ഓക്കെ, അതിൻ്റെ പേരിൽ ഇവർ സമ്മതിച്ചു. സോ ഡിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പഴയ ഒബ്ലിഗേഷൻസ്, ലയബിൾ ഫോർ ഒബ്ലിഗേഷൻസ് ഇൻക്വയർഡ്, പഴയ ഒബ്ലിഗേഷൻസിൻ്റെയും കൂടെ ലയബിലിറ്റി ഏറ്റെടുക്കാം. ദ ന്യൂ ഫേം ഇൻക്ലൂഡിംഗ് എ ന്യൂ പാർട്ട്ണർ ഹൂ joins it may agree to assume liability for the existing debts of the old firm, and creditors may agree to accept the new firm as their debtor and discharge the old partners. The creditor's consent is necessary in every case to make the transaction operative.
Novation is a technical term of a contract for substituted liability, of course not confined only to in the case of partnership. So എന്ത് വിളിക്കും? Novation എന്ന് വിളിക്കും. That means റീകോൺസ്റ്റിറ്റ്യൂട്ട് ആയില്ലേ. സോ എ ബി സി ലിമിറ്റഡ് എന്നുള്ള പാർട്ട്ണർഷിപ്പ് മാറി എ ബി സി ഡി പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ലിമിറ്റഡ് കമ്പനിക്കാണ് കേട്ടോ, ലിമിറ്റഡ് എ ബി സി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് മാറി എ ബി സി ഡി പാർട്ട്നേഴ്സ് ആയിട്ടുള്ള പുതിയൊരു പാർട്ട്ണർഷിപ്പ് വന്നു. സോ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയി. റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനെ പഴയ ഫേം ആയിട്ട് കൺസിഡർ ചെയ്യുമോ? ഇല്ല, ന്യൂ ഫേം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എ ബി സി എന്നുള്ള പാർട്ട്നേഴ്സ് മാറി എ ബി സി ഡി എന്ന് പറഞ്ഞൊരു പാർട്ട്നേഴ്സ് ആയിട്ട് മാറുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് സംഭവിച്ചു? കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ മാറി. സോ ഇതിനെ നമ്മൾ ഇനി ഓൾഡ് ഫേം എന്നായിരിക്കും വിളിക്കുക. ഇത് രണ്ട് സെയിം ആണോ? അല്ല, ഇത് ഓൾഡ് ഫേമും ഇത് ന്യൂ ഫേമുമാണ്. അപ്പോൾ രണ്ടും രണ്ടാണ്. ഓർത്ത് നോക്കിയാൽ ഈ എ ബി സിക്ക് എക്സ് എന്ന് പറയുന്ന ആൾക്ക് എ ബി സി ഒരു 10,000 rupees കൊടുക്കാനുണ്ടായിരുന്നു. 10,000 rupees കൊടുക്കാനുണ്ടായിരുന്നു. എ ബി സി ഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ് വന്ന് ചോദിച്ചപ്പം പറയാണ് ഇത് ഓൾഡ് ഫേം, ഇതുമായിട്ട് ഞങ്ങൾക്ക് ഒരു കണക്ഷൻ ഇല്ല, ഞങ്ങളിപ്പോൾ ന്യൂ ഫേം ആണ്, സോ എക്സിന് ലയബിലിറ്റി കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. സോ എക്സിൻ്റെയും കൂടെ കൺസെന്റ് വേണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് മേ എഗ്രി ടു അക്സെപ്റ്റ് ദ ന്യൂ ഫേം. ഈ ഒരു ന്യൂ ഫേമിനെ ആര് അക്സെപ്റ്റ് ചെയ്യണം? ക്രെഡിറ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യണം. സോ ക്രെഡിറ്റേഴ്സിന്റെ ബുക്കിൽ, ക്രെഡിറ്ററുടെ ബുക്കിൽ എന്തായിരിക്കും? എ ബി സി അസറ്റ്സ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നല്ലോ, ഡെപ്റ്റേഴ്സ് ആയിട്ട് എ ബി സി കിടപ്പുണ്ടല്ലോ. ഈ ഒരു ഇതിനെ മാറ്റി ഈ ഓൾഡ് ഫേമിനെ റീപ്ലേസ് ചെയ്ത് ന്യൂ ഫേമിനെ അവർ എടുക്കും. സോ ക്രെഡിറ്റേഴ്സും കൂടെ ഇത് അക്സെപ്റ്റ് ചെയ്താലേ ഇത് വാലിഡ് ആവത്തുള്ളൂ ഒരു പുതിയ പാർട്ട്ണറുടെ ഇൻകോർപ്പറേഷൻസ്. അതിനെ നമ്മൾ വിളിക്കും നൊവേഷൻ. ടെക്നിക്കൽ ടേംസ് പുതുക്കിയെടുക്കുക എന്നുള്ളത് നൊവേഷൻ. But the mere agreement among partners cannot operate as novation. Thus, an agreement between the partners and the incoming partners that he shall be liable for existing debt will not so facto gives creditors of the firm any right against him. So എന്താ, ചുമ്മാ ഇവർ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഇങ്ങനെ നൊവേഷൻ്റെ കേസിൽ? അല്ല, പുതിയ പാർട്ട്ണർ എന്ത് ചെയ്യണം? ഇപ്പോഴുള്ള ഈ ഒരു ക്രെഡിറ്ററിൻ്റെ ലയബിലിറ്റിയും കൂടെ ഏറ്റെടുക്കാൻ ഞാൻ വില്ലിങ് ആണ് എന്ന് പുതിയ പാർട്ട്ണർ പറയണം, അല്ലെ? ഓൾഡ് ലയബിലിറ്റിയും കൂടെ പുതിയ പാർട്ട്ണർ ഏറ്റെടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്രെഡിറ്റർക്ക് പുതിയ പാർട്ട്ണറുടെ പേരിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ പാർട്ട്ണറുടെ പേരിൽ ക്രെഡിറ്റർക്ക് കേസസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഓഫ് 2 persons, സെക്ഷൻ ഡസ് നോട്ട് അപ്ലൈ ടു എ പാർട്ട്ണർഷിപ്പ് ഓഫ് 2 persons വിച്ച് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ബൈ ഡെത്ത് ഓഫ് വൺ ഓഫ് ദം. സോ എന്താ, ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരിച്ചു പോയാൽ ഉടനെ ഡിസോൾവ് ആവുന്ന പാർട്ട്ണർഷിപ്പ് ഉണ്ടല്ലോ, മീൻസ് റീകോൺസ്റ്റിറ്റ്യൂഷന് സ്കോപ്പ് ഇല്ല, അല്ലെ? എന്താണ്, ഇൻ കേസ് ഓഫ് ഡെത്ത്, ഒരാൾ ഡെത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? സിംഗിൾ പാർട്ട്ണർ മിനിമം 2 പേരെങ്കിലും വേണം, അല്ലേ? അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പിന് നമ്മൾ ഈ പറഞ്ഞ നൊവേഷൻ്റെ ഒന്നും സെക്ഷന് ആപ്ലിക്കബിൾ അല്ല. ബാക്കിയുള്ളവർക്കാണ് ഈ ഒരു സെക്ഷൻ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. സോ നൊവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ടെക്നിക്കൽ ടേം ഇൻ കോൺട്രാക്ട് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ലയബിലിറ്റി, ഓഫ് കോഴ്സ് നോട്ട് കൺഫൈൻഡ് ഓൺലി ടു പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ മാത്രമല്ല. നൊവേഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ലയബിലിറ്റി. എന്താ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ലയബിലിറ്റി? ഇവിടെ ഈ ക്രെഡിറ്റർ എന്ത് ചെയ്തു? ഈ ക്രെഡിറ്ററുടെ ലയബിലിറ്റി ഓൾഡ് ഫേം, ഇത് ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഓൾഡ് ഫേമിനെ ക്യാൻസൽ ചെയ്ത് ന്യൂ ഫേം ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, റീപ്ലേസ് ചെയ്തു. അതിനെയാണ് നമ്മൾ നൊവേഷൻ എന്ന് വിളിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ലയബിലിറ്റി, ആ ഒരു സെന്റൻസ് ഓർത്തിരുന്നോണം. ഇറ്റ്സ് എ ടെക്നിക്കൽ ടേം ഫോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് liability. Then retirement of partner. ഇനി ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ, സോ നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? ഇൻട്രൊഡക്ഷൻ ഓഫ് എ പാർട്ട്ണർ. നോർമലി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പുതിയ പാർട്ട്ണർ വന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള ആക്സിന് അയാൾക്ക് ലയബിലിറ്റി ഉള്ളൂ. അയാൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം? പഴയ ആക്സിനെയും കൂടെ ലയബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം, എക്സിസ്റ്റിംഗ് ക്രെഡിറ്റേഴ്സിനെയും കൂടെ ലയബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ട് പാർട്ട്ണർ ആവാം. അങ്ങനെ പാർട്ട്ണർ ആകുന്ന കേസിൽ പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൾഡ് ഫേം അവിടെ തീർന്നു, ന്യൂ ഫേം വന്നു. സോ ഓൾഡ് ഫേം ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റർക്കുള്ള ലയബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓൾഡ് ഫേമിനെ ന്യൂ ഫേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? നൊവേഷൻ എന്ന് വിളിക്കും. നൊവേഷൻ. സോ റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണർ. ഒരു പാർട്ട്ണർ റിട്ടയർ ആവുകയാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത് നോക്കാം. സോ പാർട്ട്ണർ റിട്ടയർ ആവാനും എന്ത് വേണം? റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലേ, ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെന്റ് വേണം. ഇൻ അക്കോർഡൻസ് വിത്ത് എക്സ്പ്രസ് എഗ്രിമെന്റ് ബൈ, ഇവിടെ എന്താണ്? എക്സ്പ്രസ് എഗ്രിമെന്റ് നിർബന്ധമാണല്ലേ. എല്ലാ പാർട്ട്നേഴ്സും എക്സ്പ്രസ്ലി എഗ്രി ചെയ്യണം ഒരാൾ റിട്ടയർ ചെയ്യണമെങ്കിൽ. ബട്ട് ദ പാർട്ട്ണർ ഈസ് അറ്റ് വിൽ ബൈ ഗിവിംഗ് നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു ഓൾ ദ പാർട്ട്നേഴ്സ് ഹിസ് ഇന്റൻഷൻ ടു റിട്ടയർ. സോ പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലാണ് എങ്കിൽ, അല്ലേ, പാർട്ട്നേഴ്സിന് ഇഷ്ടമുള്ള പോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഇഷ്ടമുള്ള പീരീഡിൽ വൈൻഡപ്പ് ചെയ്യാൻ പറ്റുന്ന പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലാണ് എങ്കിൽ, ഒരു എയും ബിയും സിയും പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലിലാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ
എന്താണ് സംഭവം, പാർട്ട്ണർഷിപ്പ് വില്ലിലാണെങ്കിൽ സിക്ക് റിട്ടയർ ചെയ്യണം തോന്നുകയാണെങ്കിൽ സി എന്ത് ചെയ്താൽ മതി, ഒരു നോട്ടീസ്, സി എന്ത് ചെയ്യണം, ഒരു നോട്ടീസ് ആർക്ക് കൊടുക്കണം, ബിക്കും സിക്കും കൊടുത്താൽ മതി, സിക്ക് വിഡ്രോ ചെയ്യാം. പക്ഷെ ഫിക്സഡ് പാർട്ട്ണർഷിപ്പ് ആണ് എങ്കിൽ ഇങ്ങനെ തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലെ, എഗ്രിമെന്റ്, ഒരു റിട്ടൺ എഗ്രിമെന്റിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടി, ഇയാള് റിട്ടയർ ചെയ്യാൻ വേണ്ടി. സോ ഫിക്സഡ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ നമുക്ക് എഗ്രിമെന്റ് വേണം, അല്ലാത്ത കേസിൽ ഒരു നോട്ടീസ് കൊടുത്താൽ മതി ഒരാൾക്ക് റിട്ടയർ ചെയ്യാൻ വേണ്ടി. ദെൻ എ റിട്ടയറിംഗ് പാർട്ണർ മേ ബി ഡിസ്ചാർജ്ഡ് ഫ്രം ഹിസ് ലയബിലിറ്റി ടു എനി തേർഡ് പേഴ്സൺ ഫോർ ആക്ട് ഓഫ് ദ ഫേം ബിഫോർ ഹിസ് റിട്ടയർമെന്റ് ബൈ an agreement made by him with such third parties and the partners of the reconstituted firm, and such agreement may be implied by cause of dealing with the third party and the reconstituted firm after he had knowledge of the retirement. എന്താ പറഞ്ഞിരിക്കുന്നത്, മേ ബി ഡിസ്ചാർജ്ഡ് ഫ്രം ഹിസ് ലയബിലിറ്റി. നോർമലി എന്താ സംഭവിക്കുന്നത്, നോർമൽ കേസിൽ എന്താ, എ ബിയും സിയും പാർട്ട്നേഴ്സ് ആയിരുന്നു, ഈ ഒരു പോയിന്റിൽ സി റിട്ടയർ ആയി, പിന്നെ ഇപ്പോൾ ഇതിനകത്ത് എയും ബിയുവേ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. എയും ബിയും പാർട്ട്നേഴ്സ് ആയത്, സിക്ക് എവിടം വരെയാണ് ലയബിലിറ്റി ഉള്ളത്, ഇവിടം വരെ ചെയ്ത ആക്ടിനെല്ലാം സിക്ക് ലയബിലിറ്റി ഉണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് ചെയ്ത ആക്ടിന് ലയബിലിറ്റി ഇല്ല. ഈ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, സി മേ ബി ഡിസ്ചാർജ് ഫ്രം ദ ലയബിലിറ്റി ടു എനി തേർഡ് പേഴ്സൺസ് ഫോർ ദ ആക്ട് ഓഫ് ദ ഫേം ഡൺ ബിഫോർ ഹിസ് റിട്ടയർമെന്റ് ബൈ ആൻ എഗ്രിമെന്റ് മെയ്ഡ് ബൈ ഹിം വിത്ത് സച്ച് തേർഡ് പാർട്ടി. സോ എന്താ, ഈ ഒരു ലയബിലിറ്റിയിൽ നിന്ന്, ഈ ഒരു ഇതിന് മുമ്പോട്ടുള്ള ലയബിലിറ്റി ഇല്ലേ, ഹി മേ ബി ഡിസ്ചാർജ്ഡ് ഫ്രം ദിസ് ലയബിലിറ്റി, ഈ ഒരു പീരീഡിലുള്ള ലയബിലിറ്റിയിൽ നിന്ന് വേണമെങ്കിൽ സിക്ക് ഡിസ്ചാർജ് ആവാം. എങ്ങനെ, ബൈ ആൻ എഗ്രിമെന്റ്, ആരുമായിട്ട് എഗ്രിമെന്റ് വെച്ചാൽ മതി, എഗ്രിമെന്റ് വിത്ത് തേർഡ് പേഴ്സൺസ്, ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് ആ ക്രെഡിറ്ററുമായിട്ട് തേർഡ് പാർട്ടിയുമായിട്ടുള്ള എഗ്രിമെന്റ് വേണം, ആൻഡ് അതർ പാർട്ട്നേഴ്സ്, ബാക്കി പാർട്ട്നേഴ്സുമായിട്ട് എഗ്രിമെന്റ് വേണം. ഫോർ ദ പാർട്ട്നേഴ്സ് ഓഫ്, ഏത് പാർട്ട്നേഴ്സ് ആണ്, എയും ബിയും അല്ലെ, പുതിയ കോൺസ്റ്റിറ്റ്യൂട്ടഡ്, ഇത് എ ബി സി ഉള്ളത് ഓൾഡ് ഫേമായി, ഇത് ന്യൂ ഫേമായി. സോ ഈ ന്യൂ ഫേമിലെ പാർട്ട്നേഴ്സുമായിട്ടും ക്രെഡിറ്റേഴ്സുമായിട്ടും എഗ്രിമെന്റ് ഉണ്ട് എങ്കിൽ പഴയ ലയബിലിറ്റീസിന് വേണമെങ്കിലും സിക്ക് എസ്കേപ്പ് ആകാം, ഡിസ്ചാർജ് ആവാം. ഡീലിംഗ് വിത്ത് തേർഡ് പാർട്ടീസ് ഓർ ഹി ഹാഡ് നോളജ് ഓഫ് ദി റിട്ടയർമെന്റ്. സോ തേർഡ് പാർട്ടിക്ക് എന്താണ്, ഇയാൾ റിട്ടയർ ആവുക എന്നുള്ള നോളജ് വേണം, ആ നോളജോട് കൂടി അയാൾ എഗ്രിമെന്റിൽ ഓക്കെ ചെയ്യണം ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി, അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജ് ആവാം. ദെൻ നോട്ട് വിത്ത്സ്റ്റാൻഡിംഗ് ദ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ ഓഫ് എ ഫേം, ഹി ആൻഡ് ദ പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ടു ബി ലയബിൾ ആസ് പാർട്ട്നേഴ്സ് ടു ദ തേർഡ് പാർട്ടീസ് ഫോർ എനി ആക്ട് ഡൺ ബൈ എനി ഓഫ് ദം വിച്ച് വുഡ് ഹാവ് ബീൻ ആൻ ആക്ട് ഓഫ് ദി ഫേം ഇഫ് ഡൺ ബിഫോർ ദ റിട്ടയർമെന്റ് until public notice is given for retirement, provided that the retired partner is not liable to any third person who deals with the firm without the knowledge that he is a partner. നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എന്താണ്, ഒരു പാർട്ട്ണർഷിപ്പിന്റെ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പീരീഡിൽ സി റിട്ടയർ ആയാൽ പബ്ലിക് നോട്ടീസ് കൊടുക്കണം അല്ലെ, പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ അല്ലെ, ഈ ഒരു പീരീഡിലും കൂടെ ആര് ലയബിൾ ആണ്, നോർമലി സിയും ലയബിൾ ആണ് അല്ലെ. പിന്നെന്താ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ഇനി സി ഒരു പാർട്ട്ണർ ആണെന്ന് അറിയാതെയാണ് ഒരാൾ, നമ്മൾ പറഞ്ഞില്ലേ ബാങ്കുകാർ ലോൺ കൊടുത്തു, സി പാർട്ട്ണർ ആയതുകൊണ്ടല്ല കൊടുത്തത്, ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലാണ് കൊടുത്തത്, അങ്ങനെയാണെങ്കിൽ ഫേമിന് ലയബിലിറ്റി ഉണ്ടോ, വരത്തില്ല. അങ്ങനെയൊക്കെ ഇയാൾക്ക് പിന്നെ ഫേമിനെ സ്യൂ ചെയ്യാൻ പറ്റുമോ, ഇല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ, നമ്മളിത് ഓൾറെഡി കുറേ തവണ പറഞ്ഞ പോയിന്റ് ആണ് അല്ലേ. പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നതിന് വരെ ലയബിലിറ്റി കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത്. ദെൻ നോട്ടീസ് അണ്ടർ സെക്ഷൻ മേ ബി ഗിവൺ ബൈ ദ റിട്ടയർ പാർട്ട്ണർ ഓർ ബൈ എനി പാർട്ട്ണർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം. സോ റിട്ടയർ പാർട്ട്ണർ കൊടുക്കാം, അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു ഫേമില്ല, ആ ഫേമിൽ ആർക്ക് വേണമെങ്കിലും. സോ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനെ കുറിച്ചാണ്, ലീഗൽ കോൺസിക്വൻസസ് അല്ലെ, ഇൻകമിംഗ് പാർട്ട്ണർ ഔട്ട് ഗോയിങ് പാർട്ട്ണറിൻ്റെ. സോ ഇൻകമിംഗ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു പുതിയ പാർട്ട്ണറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ നമ്മൾ ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ കേസിൽ പറഞ്ഞു ഏതായിരുന്നു, റിട്ടയറിംഗ് പാർട്ട്ണർ അല്ലെ, റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ബിഹാഫിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, സോറി ദിസ് ഇസ് ഹാങ് ആയോ, സോറി ഓക്കെ. ദെൻ നമ്മൾ റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ. സോ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യണമെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റ് വേണം, ഒന്നെങ്കിൽ എക്സ്പ്രസ്ഡ് എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി അങ്ങനെയൊന്നും ഇല്ലാത്ത പാർട്ട്ണർഷിപ്പ് വില്ലാണെങ്കിൽ ഒരു സിംഗിൾ നോട്ടീസ് കൊടുത്താൽ റിട്ടയർ ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ലയബിലിറ്റീസിൽ നിന്ന് ഡിസ്ചാർജ് ആവാനും അല്ലാണ്ടിരിക്കാനുമുള്ള കേസസ്, ഓൾ ദോസ് തിങ്സ്. നമ്മൾ അതിൻ്റെ അനാലിസിസിലേക്ക് പോകാം. ദ പാർട്ട്ണർ ഈസ് സെറ്റ് ടു ബി റിട്ടയർ വെൻ ഹി സീസസ് ടു ബി എ മെമ്പർ ഓഫ് ദ ഫേം വിത്തൗട്ട് ബ്രിങ്ങിങ് ആൻ എൻഡ് ടു ദ സബ്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി other partners and between the firm and third
പാർട്ടീസ്. ഒന്നെന്താ, ഫേമിലെ ബാക്കി മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. ഫേമും തേർഡ് പാർട്ടീസും തമ്മിലുള്ള എന്തെങ്കിലും റിലേഷന് മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അല്ലെ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് വേറെ ഒരു റൈറ്റ്സിനെയും അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലേ. സോ ഇങ്ങനെ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ അവിടെ എന്തായി? കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ഉണ്ടായി. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് അല്ലെ, ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പും ബിറ്റ്വീൻ ഫേം ആൻഡ് തേർഡ് പാർട്ടീസ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയും യാതൊരു വിധത്തിലും ഈ പറയുന്ന റിട്ടയർമെന്റ് അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ കവർ ചെയ്തു. എന്താ എഴുതാൻ പറ്റത്? തേർഡ് പാർട്ടീസ്. ഓക്കെ, തേർഡ് പാർട്ടീസിനും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഡിസൊല്യൂഷനും റിട്ടയർമെന്റും ഒന്നിച്ച് സംഭവിക്കുമോ? ഒരു പാർട്ട്ണർ ഡിസോൾവ് ആകുന്ന, ഒരു പാർട്ട്ണർ റിട്ടയർ ആവുന്ന കൂടെ ഫേം ഡിസോൾവ് ആയി, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവോ? ഡിസോൾവ് ആൻഡ് റിട്ടയർ ഇത് രണ്ടും അറ്റ് എ ടൈമിൽ സംഭവിക്കുമോ? ഉണ്ടാവത്തില്ല. വൈ? റിട്ടയർ ആവുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിൻ്റെ അർത്ഥം? കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ഫേമിൽ നിന്ന് ഒരാൾ റിട്ടയർ ആയി ഇറങ്ങിപ്പോയി അല്ലേ. ഈ ഫേം ഇവിടെ വന്ന് എൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ റിട്ടയർമെന്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്താണിത്? ഡിസൊല്യൂഷൻ ആണ് അല്ലേ. ഫേം മൊത്തത്തിൽ അവിടെ ഡിസോൾവ് ആയി, ഇത് ഡിസൊല്യൂഷൻ ആണ്. സോ തുടർന്ന് പോകുന്ന ഒരു ഫേമിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിട്ടയർമെന്റ് എന്ന് വിളിക്കുക. സോ ദ ടേം ഡസ് നോട്ട് കവർ ദ കേസസ് വേർ എ പാർട്ട്ണർ വിഡ്രോ ഫ്രം ദ ഫേം ബൈ ഡിസോൾവിംഗ് ഇറ്റ്. ഒരു ഫേം ഡിസോൾവ് ചെയ്തുകൊണ്ട് ഒരു പാർട്ട്ണർ അയാളുടെ പാർട്ട്ണർഷിപ്പ് ഷെയർ വിഡ്രോ ചെയ്യുന്നതിന് റിട്ടയർമെന്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ഷുഡ് പ്രോപ്പർലി ബി റെഫേർഡ് ആസ് ഡിസൊല്യൂഷൻ ആൻഡ് നോട്ട് ആസ് റിട്ടയർമെന്റ്. സോ ഇങ്ങനെ എൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് വേണം പറയാൻ, റിട്ടയർമെന്റ് എന്ന് പറയാൻ പാടില്ല. ദെൻ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ ഫ്രം ദ ഫേം ഡസ് നോട്ട് ഡിസോൾവ് ഇറ്റ്. ദെൻ ഒരു സുപ്രീം കോടതിൻ്റെ ഒരു വെർഡിക്റ്റ് ആണ്. ദ സുപ്രീം കോർട്ട് ഇൻ വിഷ്ണു ചന്ദ്ര വേഴ്സസ് ചന്ദ്രിക പ്രസാദ് ഹെൽഡ് ദാറ്റ് ദ എക്സ്പ്രഷൻ ഇഫ് any partner wants to disassociate from the partnership business in the clause of partnership deed which was being construed comprehends a situation where partner want to retire from the partnership. The expression clearly indicate that in the event of retirement partnership business will not comes to an end. For the partner retire ചെയ്യുമ്പോൾ പാർട്ട്ണർഷിപ്പിലെ ഒരു ബിസിനസ് അതിന് എൻഡ് ചെയ്യാവുന്നുണ്ടോ? ഇല്ല. ഡസ് നോട്ട് കംസ് ടു ആൻ എൻഡ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എൻഡ് ആവുന്നില്ല. സോ ഇഫ് എനി പാർട്ട്ണർ വാണ്ട് ടു ഡിസ്അസോസിയേറ്റ് ഫ്രം ദ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ സംബഡി വാണ്ട് ടു ഡിസ്അസോസിയേറ്റ് ഫ്രം ദ പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റിട്ടയർമെന്റ് ആണ്, അല്ലാതെ പാർട്ട്ണർഷിപ്പിന്റെ ഡിസൊല്യൂഷൻ അല്ല എന്ന്. ദെൻ the mere retirement of a partner who was tenant of the premises in which the partnership business was carried out would not result in assignment of the tenancy rights in favor of the remaining partners, even though the retiring partner ceases to have any rights, title, interest in the business as such. എന്താ ഉദ്ദേശിക്കുന്നത്? എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആയിരുന്നു. എ എന്ന് പറഞ്ഞ ആളുടെ പേരിലാണ് ഇവര് ടെനന്റ് എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത്. അതായത് ലെൻഡിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസ് ബിൽഡിങ്ങിന്റെ റെന്റ് എഗ്രിമെന്റ് ഒക്കെ ആരുടെ പേരിലാണ്? എ ആണ് അതെല്ലാം എടുത്തിരിക്കുന്നത്. ദെൻ എ ഇതിനകത്തുനിന്ന് റിട്ടയർ ആയി. എ റിട്ടയർ ആവുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബിയും സിയും കൂടെ ബിസിനസ് തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇനി ടെനൻസി ആ ഒരു റെന്റ് എഗ്രിമെന്റ് ഉണ്ടോ? ഇല്ല. സോ ഓട്ടോമാറ്റിക്കലി എയുടെ പേരിലുള്ള ടെനൻസി ഇങ്ങോട്ട് മാറുമോ? മാറത്തില്ല. എയുടെ പേരിലുള്ളത് ഇല്ലാണ്ടാകും, പക്ഷേ ബിയുടെ പേരിൽ ഓട്ടോമാറ്റിക്കലി ആവത്തില്ല. പകരം എന്ത് ചെയ്യണം? ബിയും സിയും കൂടെ പുതിയ ടെനൻസി റെന്റ് എഗ്രിമെന്റ് എന്താന്ന് വെച്ചാൽ അത് എഴുതി റെഡിയാക്കാനും ചെയ്യണം. ഓട്ടോമാറ്റിക്കലി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് അത് ഷിഫ്റ്റ് ആയി പോകത്തില്ല. ദെൻ liabilities of an outgoing partner. As we have already stated earlier, the retiring partner continue to be liable to third party for the act of the firm after his retirement until public notice. അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരാൾ റിട്ടയർ ആയാൽ എന്നാണോ പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നത് ആ പീരീഡ് വരെ പുള്ളിക്ക് എന്തുണ്ട്? ലയബിലിറ്റി ഉണ്ട്. എങ്ങനത്തെ ലയബിലിറ്റി ആണ്? ആസ് എ പാർട്ട്ണർ ഇൻ ഹോൾഡിംഗ് ഔട്ടുള്ള കേസിലെ പോലെ അല്ലേ. ദെൻ ഗിവൺ ഐദർ ബൈ ഹിംസെൽഫ് ഓർ ബൈ എനി അതർ പാർട്ട്ണർ. പബ്ലിക് നോട്ടീസ് അല്ലേ, ആർക്കൊക്കെ കൊടുക്കാം? ഒന്നെങ്കിൽ അയാൾ തന്നെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ട്ണർക്കും കൊടുക്കാം. പബ്ലിക്കിനെ അറിയിക്കണം അല്ലേ ഇയാൾ പോയി എന്നുള്ളത്, അത്രേ ഉള്ളൂ. ദെൻ ബട്ട് ദ റിട്ടയറിംഗ് പാർട്ട്ണർ വിൽ നോട്ട് ബി ലയബിൾ ടു എനി തേർഡ് പാർട്ടി ഇൻ ലേറ്റർ ഡീൽസ് വിത്ത് എ ഫേം വിത്തൗട്ട് നോവിങ് ദാറ്റ് ദ ഫോർമർ വാസ് എ പാർട്ട്ണർ. അതും നമ്മൾ പറഞ്ഞല്ലേ. സോ ഇൻ ബിറ്റ്വീൻ പീരീഡിൽ എയും ബിയും സിയും പാർട്ട്ണർ ആയിട്ടിരുന്നു. സി പോയി, സി ഇവിടെയാണ് പബ്ലിക് നോട്ടീസ് കൊടുത്തെന്ന് വിചാരിക്കുക. സോ സി ഒരു
ഈ ഒരു പീരീഡിൽ ലൈക്ക് എ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിനും ആർക്ക് ലയബിലിറ്റി ഉണ്ട്, സിക്ക് ലയബിലിറ്റി ഉണ്ട്, സി ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ഫേമിന് ലയബിലിറ്റി ഉണ്ട് അല്ലേ. സോ ഒരു പാർട്ട്ണർ എന്നുള്ള കപ്പാസിറ്റിയിലാണെങ്കിൽ മാത്രമേ ദ റിട്ടയറിംഗ് പാർട്ട്ണർ വിൽ നോട്ട് ബി ലയബിൾ ടു എനി പാർട്ടി ഇഫ് ദ ലേറ്റർ ഡീൽസ് വിത്ത് ദ ഫേം വിത്തൗട്ട് നോയിങ് ദ ഫോർമർ വാസ് എ പാർട്ട്ണർ. സോ സി ഒരു പാർട്ട്ണർ ആണ് എന്നറിയാതെയാണ് ഫേമുമായിട്ട് ഒരു അഗ്രിമെന്റിൽ വന്നതെങ്കിൽ സിക്ക് അവിടെ ലയബിലിറ്റി വരുമോ? ഇല്ല. സി ഒരു പാർട്ട്ണർ ആണ് എന്ന കാരണം കൊണ്ടാണ് ഫേമുമായിട്ട് ഒരു തേർഡ് പാർട്ടി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് അല്ലേ. സോ പബ്ലിക് നോട്ടീസ് കൊടുത്തുമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, സി ഒരു പാർട്ട്ണർ ആണെന്ന് വിചാരിച്ച് ബാങ്ക് എന്ത് ചെയ്തു, ഫേമിന് ലോൺ കൊടുത്തു. സോ സി ആക്ച്വലി പാർട്ട്ണർ അല്ല, പക്ഷെ പബ്ലിക് നോട്ടീസ് കൊടുക്കാൻ ഡിലേ ആയതാണ്. പക്ഷെ അപ്പോഴും ആർക്ക് ലയബിലിറ്റി ഉണ്ട്, സിക്ക് ഉണ്ട്. അവിടെ പബ്ലിക് നോട്ടീസ് കൊടുക്കാൻ സി ഡിലേ ആയതാണ് പ്രശ്നം അല്ലേ. സോ അങ്ങനെ ഇനി സി ഒരു പാർട്ട്ണർ ആയതുകൊണ്ടല്ല, സിയെ കുറിച്ച് യാതൊരു അറിവുമില്ലാതെയാണ് ബാങ്ക് എ ബി എന്ന് പറഞ്ഞ ഫേമിന് ലോൺ കൊടുത്തെങ്കിൽ സിക്ക് ലയബിലിറ്റി വരുമോ? ഇല്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോയിന്റ് ആണ്, തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ ദ ലയബിലിറ്റി ഓഫ് എ റിട്ടയറിംഗ് പാർട്ട്ണർ ടു ദ തേർഡ് പാർട്ടി കണ്ടിന്യൂസ് until a public notice of his retirement has been given. Then as regards of the liability for act of the firm done before his retirement, the retiring partner remains liable for the same അല്ലേ. സോ ആക്ട് ഫേം ഇയാൾ റിട്ടയർ ആവുന്നതിന് മുമ്പ് ചെയ്ത എല്ലാ ആക്ടിനും റിട്ടയറിംഗ് പാർട്ട്ണർ ലയബിൾ ആണ് അല്ലേ, ബിക്കോസ് ആ സമയത്ത് പുള്ളി ഒരു പാർട്ട്ണർ ആയിരുന്നല്ലോ, പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. അൺലെസ് ദർ ഈസ് ആൻ എഗ്രിമെന്റ് മെയ്ഡ് ബൈ ഹിം വിത്ത് തേർഡ് പാർട്ടി കൺസേൺഡ് ആൻഡ് ദി പാർട്ട്ണർ ഓഫ് ദി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് പേഴ്സൺ. ഇനി അങ്ങനെ അല്ലാണ്ടാവുന്ന കേസിൽ ഏതാണ്, ആ കൺസേൺഡ് തേർഡ് പാർട്ടി, ആ ക്രെഡിറ്ററും ബാക്കി പാർട്ട്നേഴ്സും സമ്മതിച്ചു നിങ്ങൾക്ക് ലയബിലിറ്റിയും ഇതോടുകൂടി അവസാനിച്ചു റിട്ടയർമെന്റിനോട് കൂടി, ഇനി നിങ്ങൾക്കിതിന് മുമ്പുള്ള ആക്ടിന് ലയബിലിറ്റി ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് വെച്ചാൽ ഓക്കെ, സ്പെസിഫിക് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ. Then such an agreement may be implied by the course of dealing between third party and the reconstituted firm after he had knowledge of the retirement. So സെയിം പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അവർ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ദെൻ ഇഫ് ദ പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ ആണ് എങ്കിൽ പാർട്ട്ണർ ബൈ ഗിവിംഗ് നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു ഓൾ ദ പാർട്ട്നേഴ്സ് ഓഫ് ഹിസ് ഇന്റൻഷൻ ടു റിട്ടയർ വിൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ റിലീവ്ഡ് ആസ് പാർട്ട്ണർ വിത്തൗട്ട് ഗിവിംഗ് ദ നോട്ടീസ് ടു പബ്ലിക് ദിസ് ഇഫക്ട്സ്. എന്താ, പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലാണെങ്കിൽ പബ്ലിക് നോട്ടീസ് കൊടുത്തില്ല എങ്കിലും അയാൾ ഞാൻ റിട്ടയർ ആവാൻ താല്പര്യപ്പെടുന്നു എന്നൊരു നോട്ടീസ് ആർക്ക് കൊടുത്താൽ മതി, ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് കൊടുത്താൽ മതി. അങ്ങനെയാണല്ലോ പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലിന്റെ കേസിൽ റിട്ടയർ ആവുന്നത്. ഇങ്ങനെ പാർട്ട്ണർഷിപ്പിന് ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് കൊടുത്താൽ പിന്നീട് ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട, ആ കൊടുക്കുന്ന ആ സമയത്ത് തന്നെ അയാൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഹി വിൽ കൺസിഡർഡ് ആസ് റിട്ടയർ, അയാൾ റിട്ടയർ ആയതായിട്ട് കൺസിഡർ ചെയ്യും. Then next heading is expulsion of partner. So incoming partner, outgoing partner നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇൻകമിംഗ് പാർട്ട്ണറിനകത്ത് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു, ദെൻ ഔട്ട് ഗോയിങ്ങിനകത്ത് നമ്മൾ റിട്ടയർമെന്റ് പഠിച്ചു. നെക്സ്റ്റ് ഈസ് എക്സ്പൾഷൻ എന്ന് വെച്ചാൽ ഒരാളെ പറഞ്ഞു വിടുന്നത്. ദ പാർട്ട്ണർ മേ നോട്ട് ബി എക്സ്പെൽഡ് ഫ്രം ദ ഫേം ബൈ എനി മെജോറിറ്റി ഓഫ് ദി പാർട്ട്നർ സേവ് ഇൻ ദി എക്സസൈസ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് പവർ കൺഫേർഡ് ബൈ ദ കോൺടാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നർ. സോ ഒരാളെ പറഞ്ഞു വിടണമെങ്കിൽ എന്തൊക്കെ വേണം, പവർ ഓഫ് എക്സ്പൾഷൻ ഇവിടെ വേണം, എക്സിസ്റ്റഡ് ഇൻ ദ കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്, കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ദ പവർ ഹാസ് ബീൻ എക്സസൈസ്ഡ് ബൈ മെജോറിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ്, മെജോറിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ് അത് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ദെൻ ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഇൻ ഗുഡ് ഫെയ്ത്ത്, അത് ഗുഡ് ഫെയ്ത്തിലും ആയിരിക്കണം. എന്താ ഉദ്ദേശിക്കുന്നത് ഗുഡ് ഫെയ്ത്ത് എന്ന് ഞാൻ വഴിയെ പറയാം. ദെൻ മേളിൽ നമ്മൾ പറഞ്ഞില്ലേ റിട്ടയർമെന്റിന്റെ സെക്ഷൻസ് 2, 3, 4 എന്തൊക്കെയാണ് റിട്ടയർമെന്റിന്റെ 2, 3, 4 വരുന്ന കാര്യങ്ങൾ. റിട്ടയർമെന്റ് അതുവരെയുള്ളതിൽ ഡിസ്ചാർജ് അതിന് മുമ്പുള്ള ലയബിലിറ്റീസിന് മുമ്പ് എൻ്റർ ചെയ്ത ആക്ട്സിനെല്ലാം ലയബിൾ ആണ്, പക്ഷേ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ആ ലയബിലിറ്റിയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും. ബ്ലാസ് നോട്ടീസ് ഈ പബ്ലിക് നോട്ടീസ് വേണ്ട കേസ് ആണെങ്കിൽ പബ്ലിക് നോട്ടീസ് പാർട്ട്നേഴ്സിനോ ആ വ്യക്തിക്കോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. എല്ലാ പോയിന്റ്സും ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. മോർ ദാൻ ലൈക്ക് റിട്ടയർമെന്റ് പോലെ തന്നെ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഗുഡ് ഫെയ്ത്തിന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഒരു പാർട്ട്ണറെ പറഞ്ഞു വിടുകയാണ് എന്ന് പറയുമ്പം അത് ഗുഡ് ഫെയ്ത്തിലായിരിക്കണം. ദാറ്റ് മീൻസ് എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആയിട്ടിരിക്കുന്നു. ഇവർ തമ്മിൽ പല ഫ്രോഡ് പണികളും ചെയ്യുന്നുണ്ട്. ഈ സി എന്ന് പറയുന്ന ആള് നല്ലൊരു വ്യക്തിയാണ്, ഇതിനോടൊന്നും യോജിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എയ്ക്കും ബിക്കും പറയുകയാണ് മെജോറിറ്റിക്ക് പറഞ്ഞു വിടാം, എയും ബിയും ചേർന്നാൽ മെജോറിറ്റി ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രണ്ടും കൂടെ സി അങ്ങ് പറഞ്ഞു പോയാൽ വരെ അതൊരു തരം സപ്രഷൻ അല്ലേ, സെപ്പറേഷൻ ഓഫ് അതോറിറ്റി അല്ലേ, മെജോറിറ്റി മൈനോറിറ്റിയെ സപ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥയല്ലേ. സോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഗുഡ് ഫെയ്ത്ത്, നല്ല കാര്യത്തിൽ ന്യായമായ കാര്യത്തിനായിരിക്കണം
Then, in all these conditions are not present, expulsion not deemed to be bona fide interest of the business of the firm. So ഈ പറയുന്ന കാര്യങ്ങൾ കോൺട്രാക്ട്, മെജോറിറ്റി, ഗുഡ് ഫെയ്ത്ത്, ഇത് ഏതെങ്കിലും ഇല്ല എങ്കിൽ അത് ബോണാഫൈഡ് ആയിരിക്കത്തില്ല, നല്ല രീതിയിലുള്ളതായിരിക്കത്തില്ല. ദെൻ നോട്ട് ഡീംഡ് ടു ബി ബോണാഫൈഡ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പൾഷൻ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യത്തില്ല. പിന്നെ ഗുഡ് ഫെയ്ത്തിലാണോ എന്നറിയാൻ, അല്ലേ, നല്ല രീതിയിലായിരിക്കണം നമ്മൾ പറയുമ്പോൾ നമുക്ക് ഗുഡ് ഫെയ്ത്തിലാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് താഴോട്ട് പറയുന്ന രീതിയിലുള്ള മാർഗ്ഗങ്ങളുണ്ട്. ദാറ്റ് ഈസ് ടെസ്റ്റ് ഓഫ് ഗുഡ് ഫെയ്ത്ത്. എന്തൊക്കെയാണ് ടെസ്റ്റ് ഓഫ് ഗുഡ് ഫെയ്ത്തിനകത്ത് വരുന്ന 3 കാര്യങ്ങൾ? മസ്റ്റ് ബി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിന് എഗനിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് അയാളെ പറഞ്ഞു വിട്ടതെങ്കിൽ ഓക്കെ, ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പിന്റെ നല്ലതിന് വേണ്ടിയാണ്. പാർട്ട്ണർ ടു ബി എക്സ്പെൽഡ് ഈസ് സെർവ് വിത്ത് എ നോട്ടീസ്, അയാൾക്ക് കാര്യകാരണങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു നോട്ടീസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഹി ഈസ് ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്, അയാൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇത് 3 ഓക്കെ ആണെങ്കിൽ എന്താവത്തുള്ളൂ, ഗുഡ് ഫെയ്ത്തിലാണ് ഒരു പാർട്ട്ണറെ പറഞ്ഞു വിട്ടത് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഇങ്ങനെ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ, ദാറ്റ് മീൻസ് ഗുഡ് ഫെയ്ത്തിലല്ല, പാർട്ട്ണർഷിപ്പിന് ഇതിൻ്റെ നോട്ടീസ് കൊടുക്കാതെ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കൊടുക്കാതെ, പാർട്ട്ണർഷിപ്പിന് ഇൻട്രസ്റ്റ് അല്ലാതെ, ഇതിനേതെങ്കിലും ഫെയിൽ ആയത് എന്ത് പറയും, ഗുഡ് ഫെയ്ത്തിലല്ല എന്ന് പറയും, അല്ലേ. ഇനി അതല്ല, മെജോറിറ്റിയുടെ ഒപ്പീനിയൻ എടുത്തിട്ടില്ല, കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ല, ഇതൊന്നും ഏതെങ്കിലും എഗനിസ്റ്റ് ആയിട്ടാണ് വിട്ടതെങ്കിൽ ആ എക്സ്പ്രഷൻ ഈസ് നൾ ആൻഡ് വോയിഡ്, അത് വാലിഡ് ആണോ, അല്ല. സോ അങ്ങനെ പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞ് അതൊരു പറഞ്ഞു വിടലായിട്ട് കൺസിഡർ ചെയ്യുമോ? സത്യം പറഞ്ഞാൽ ആസ് പെർ ലോ ഇല്ല, അതങ്ങനെ കൺസിഡർ ചെയ്യത്തും ഇല്ല. Then it may be noted that under the Act, expulsion of a partner does not necessarily result in dissolution of a firm. Invalid expulsion of a partner does not put an end to partnership, even if the partnership at will and it will be deemed to continue as before. എന്താ, ഒരു പാർട്ട്ണറെ എക്സ്പേൾസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അതായത് കറക്റ്റായിട്ട് നമ്മൾ മേളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് നേരായ രീതിയിൽ എക്സ്പെൽ ചെയ്തു എന്ന് പറഞ്ഞാലും പാർട്ട്ണർഷിപ്പ് അവസാനിക്കുന്നുണ്ടോ? ഇല്ല, പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആവണമെന്ന് നിർബന്ധം ഒന്നുമില്ല. ഇനി ഒന്നോർത്ത് നോക്കിയാൽ, ഇൻവാലിഡ് എക്സംഷൻ, ഒരാളെ എക്സ്പെൽ ചെയ്തു, പക്ഷെ പിന്നീട് നോക്കിയപ്പോൾ എന്ത് കിട്ടി, അയാൾക്ക് നോട്ടീസ് സെർവ് ചെയ്തിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ മെജോറിറ്റിയുടെ ഒപ്പീനിയനോട് കൂടി അല്ല പറഞ്ഞു വിട്ടത്, അങ്ങനെയൊക്കെയാണെങ്കിൽ ആ എക്സ്പെൽഷൻ എന്താകും, ഇൻവാലിഡ് എക്സ്പെൽഷൻ ആവുമല്ലേ. നമ്മൾ ഈ മേളിൽ പറഞ്ഞ പോലെ ഈ ഒരു കേസിലായിരിക്കും. അങ്ങനെ എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ അതും പാർട്ട്ണർഷിപ്പിനെ എഫക്റ്റ് ചെയ്യുമോ? ഇല്ല, പാർട്ട്ണർഷിപ്പ് പഴയതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. എങ്ങനെയാണ്? സോ ആ പാർട്ട്ണർ, സോ ഇവിടെ എന്താ പറയാൻ പറ്റുന്നത്, എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആയിരുന്നു. ഇതിനകത്തുനിന്ന് സിയെ ഇവരെന്ത് ചെയ്തു, എയും ബിയും കൂടി എക്സ്പെൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു, നമ്മൾ അറിഞ്ഞു നോട്ടീസ് കൊടുക്കാതെയാണ് എക്സ്പെൽ ചെയ്തത്. സോ ഈ എക്സ്പെൽഷൻ എന്തായി, ഇൻവാലിഡ് ആയിട്ട് മാറി. സോ ഇൻവാലിഡ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് എന്താ നെക്സ്റ്റ് ഇഫക്റ്റിൽ ഒന്നുമില്ല. ഈ ഫേം എ ബി സി ഇവർ തമ്മിൽ എങ്ങനെയാണോ, ഫേം എങ്ങനെയാണോ, പ്രോഫിറ്റ് ഷെയറിങ് എങ്ങനെയാണോ, കോൺട്രാക്ട് അതുപോലെ തന്നെ അതങ്ങ് തുടർന്ന് പോകും, മാറ്റമൊന്നുമില്ല. ദെൻ example, A, B and C are partners in a partnership firm. They were carrying their business successfully for the past several years. Then spouse of A and B fought in ladies club and their personal issue, and A's wife was hurt badly. A got angry on the incident and he convinced C to expel B from their partnership. B was expelled from the partnership without any notice from A and C. Considering the provisions of Indian partnership as state whether they can expel a partner from the firm. അങ്ങനെ എക്സ്പെൽ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്, പക്ഷെ അവർ റീസണും കൂടെ കൊടുത്തു. എന്തുകൊണ്ടാണ് എയും ബിയും കൂടെ ഈ സിയെ പറഞ്ഞു വിട്ടത്? ഇവരുടെ രണ്ടിനെയും കൂടെ എയുടെയും സിയുടെയും കൂടെ വൈഫ് ലേഡീസ് ക്ലബ്ബിൽ കിടന്ന് വഴക്കുണ്ടാക്കി എയുടെ വൈഫിന് ആകെപ്പാട് ബാഡ്ലി ഹേർട്ടായി. സിയുടെ വൈഫ് ഇച്ചിരി തൻ്റെ ഇടയായിരുന്നു അല്ലേ. എന്നിട്ട് ഇവർ രണ്ടും കൂടെ ചേർന്ന് സിയെ അങ്ങ് പറഞ്ഞു വിട്ടു. പേഴ്സണൽ റിവെഞ്ച് പറ്റുമോ? പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? എക്സ്പൾഷൻ വാലിഡ് ആവണമെങ്കിൽ അതിനാദ്യം കോൺട്രാക്ട് വേണം, മെജോറിറ്റി വേണം, ഗുഡ് ഫെയ്ത്ത് വേണം. ഗുഡ് ഫെയ്ത്തിലാവണമെങ്കിൽ എന്താണ്, അത് ഫോർ ദി പാർട്ട്ണർഷിപ്പ് ആയിരിക്കണം, ബോണഫൈഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി ഫോർ ദി പാർട്ട്ണർഷിപ്പ് ആയിരിക്കണം, നോട്ടീസ് വേണം, ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡും വേണം. സോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇറ്റ് ഈസ് എ കണ്ടീഷൻ നോട്ട് പ്രസൻറ്റ്. ഈ പറയുന്ന കണ്ടീഷൻ, ഈ ഒരു ഗുഡ് ഫെയ്ത്തിൻ്റെ കണ്ടീഷനും കൂടെ എഴുതുന്നതായിരിക്കും ഇച്ചിരിയും കൂടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ്? ഫോർ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഫേം, ഇൻട്രസ്റ്റ് ഓഫ് ദി ഫേമിന് വേണ്ടിയായിരിക്കണം, നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡും കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ നോട്ടീസ് പോലും കൊടുക്കാതെയാണ് പറഞ്ഞു വിട്ടത്, അതുകൊണ്ട് ഗുഡ് ഫെയ്ത്തിലാണെന്ന് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ആ എക്സ്പൾഷൻ എന്താണ്, വാലിഡ് അല്ല, ഇറ്റ്സ് നോട്ട് വാലിഡ്. ദെൻ ഏതാണ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ?
ഇൻസോൾവെൻസി. സോ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ഇൻകമിങ് പാർട്ട്ണറെ നമ്മൾ പഠിച്ചു, അതാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ അല്ലേ, ഇൻട്രൊഡക്ഷൻ ഓഫ് എ പാർട്ട്ണർ. ദെൻ ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ കേസിൽ നമ്മൾ എന്ത് പഠിച്ചു, ഒരു റിട്ടയർമെൻറ്റിൻ്റെ കേസ് പഠിച്ചു. പിന്നെന്താണ് എക്സ്പെൽഷൻ അല്ലേ, എക്സ്പെല് ചെയ്യുന്നു ഒരു പാർട്ട്ണറിനെ എക്സ്പെൽ ചെയ്യുന്ന എക്സ്പെൽഡ്. പിന്നെ നമ്മൾ എന്താ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്, ഇൻസോൾവെൻസി. ഇൻസോൾവെൻസി എന്ന് പറഞ്ഞാൽ എന്താ അവിടെ കവർ ചെയ്യുന്നത് അല്ലെ, എന്താ സംഭവിക്കുന്നത് ഇൻസോൾവൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ പാപ്പരാവുന്ന അവസ്ഥ എന്ന് വെച്ചാൽ എന്താ, അയാളുടെ അസറ്റിൻ്റെ ടോട്ടലും ലയബിലിറ്റിയുടെ ടോട്ടലും കൂടെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ലയബിലിറ്റി അസറ്റിനേക്കാളും കൂടുതലായിരിക്കും. അതിനെയാണല്ലോ നമ്മൾ ഇൻസോൾവൻസി, പാപ്പരായി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പാർട്ട്ണർ പാപ്പരായി കഴിഞ്ഞാൽ അയാൾ പിന്നെ പാർട്ട്ണറായിട്ട് തുടരാൻ പറ്റത്തില്ല. ഇൻസോൾവെന്റ് പാർട്ട്നേഴ്സ് ഡിസ്ക്വാളിഫൈഡ് ആണ്. സോ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന്. പിന്നെ പാർട്ട്ണർ ഓഫ് എ ഫേം ഈസ് അഡ്ജൂഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെന്റ്. കോർട്ട് പറഞ്ഞു ഇൻസോൾവെന്റ് ആണ്, ചുമ്മാ അയാൾ പറഞ്ഞാൽ പോരാ. He ceases to be a partner on the date on which such order adjudication is made, whether or not the firm is hereby dissolved. എന്താ സംഭവിക്കുക, നമ്മൾ ഡയറക്ടേഴ്സിന്റെ ചാപ്റ്ററൊക്കെ പഠിച്ചപ്പോൾ കമ്പനീസ് ആക്ട് പഠിച്ച കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരാൾ, അഡ്ജൂഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരാൾ പാർട്ട്ണറായി അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മെമ്പർ ആവാനൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ? അല്ല മെമ്പർ അല്ല, ഡയറക്ടർ ആയിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞല്ലേ. അതുപോലെ തന്നെയാണ് ഒരാൾ ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാൾ സീസസ് ടു ബി എ പാർട്ട്ണർ. പിന്നീട് അയാൾക്ക് പാർട്ട്ണറായിട്ട് തുടരാൻ വേണ്ടി പറ്റത്തില്ല. എന്നായിരിക്കും അയാളുടെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിൽ അയാൾക്കുള്ള ഷെയർ, ആ പാർട്ട്ണർ എന്ന് പറയുന്ന പൊസിഷൻ സീസ് ആവുന്നത് എന്നാണോ കോർട്ട് അയാളെ ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്, ആ ദിവസം തന്നെ അയാൾ പാർട്ട്ണർ അല്ലായിട്ട് മാറും. വെദർ ഓർ നോട്ട് ദ ഫേം ഈസ് ഹിയർ ബൈ ഡിസോൾവ്ഡ്. ഫേം ഡിസോൾവ് ആകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ പറയട്ടെ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട് റിട്ടയർമെന്റ്, ഡെത്ത്, പിന്നെന്താണ് ഇൻസോൾവെൻസി, ഇതൊക്കെ സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഫേം എന്താകും, ഡിസോൾവ് ആകും. ഫേം ഡിസോൾവ് ആകും അൺലെസ് അതർവൈസ് പ്രൊവൈഡഡ് ഇൻ കോൺട്രാക്ട്. സോ കോൺട്രാക്ട് ഉണ്ടല്ലേ, കോൺട്രാക്ട് ആണ് എല്ലാം. കോൺട്രാക്റ്റിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലാണ് ബാക്കി നമ്മൾ പറയുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. സോ നോർമലി എല്ലാ കോൺട്രാക്റ്റിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന ആക്ട്സ് ഒന്നും പാർട്ട്ണർഷിപ്പിനെ അഫക്റ്റ് ചെയ്തില്ല, പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന്. സോ ഈ പറയുന്ന കേസിൽ ഒരാൾ ഇൻസോൾവെന്റ് ആയാൽ, ഇനിയിപ്പം ഫേം ഡിസോൾവ് ആയാലും ശരി, കോൺട്രാക്ട് പ്രകാരം ഫേം ഡിസോൾവ് ആകുന്നില്ല എങ്കിലും ശരി, എന്താണ് ആ പാർട്ട്ണർ ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ദിവസം കൊണ്ട് ആ പാർട്ട്ണർഷിപ്പിൽ അയാൾക്കുള്ള റോള് തീർന്നു. വേർ അണ്ടർ എ കോൺട്രാക്ട് മെയ്ഡ് ബിറ്റ്വീൻ ദ പാർട്ട്ണർ ഫേം ഈസ് നോട്ട് ഡിസോൾവ്. സോ പാർട്ട്നേഴ്സ് തമ്മിലുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ളൊരു കോൺട്രാക്ട് പ്രകാരം പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യുന്നില്ല എന്നാണ് എങ്കിൽ, ദ എസ്റ്റേറ്റ് ഓഫ് ദ പാർട്ട്ണർ സോ അഡ്ജൂഡിക്കേറ്റഡ് ഈസ് നോട്ട് ലയബിൾ ഫോർ എനി ആക്ട് ഓഫ് ദ ഫേം ആൻഡ് ഫേം ഈസ് നോട്ട് ലയബിൾ ഫോർ എനി ആക്ട് ഓഫ് ദി ഇൻസോൾവെന്റ് ഡൺ ആഫ്റ്റർ ദ ഡേറ്റ് ഓൺ വിച്ച് ദ ഓർഡർ ഓഫ് അഡ്ജൂഡിക്കേഷൻ ഈസ് മെയ്ഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്, എസ്റ്റേറ്റ് ഓഫ് ദ പാർട്ട്ണർ സോ അഡ്ജൂഡിക്കേറ്റഡ് ഈസ് നോട്ട് ലയബിൾ ഫോർ എനി ആക്ട് ഓഫ് ദ ഫേം. ഈ ഒരു ഡേറ്റിലെ ഇയാളെ ഇൻസോൾവെന്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഡേറ്റിലെ ഇതിന് ശേഷമുള്ള ഫേമിന്റെ ആക്ടിനൊന്നും ആർക്ക് ഉത്തരവാദിത്തമില്ല, ഇയാളുടെ പേഴ്സണൽ അസറ്റ്സിന് ഉത്തരവാദിത്തമില്ല. കാരണം പേഴ്സണൽ അസറ്റ്സൊക്കെ ഓൾറെഡി ആരുടെ കയ്യിലോട്ട് പോയി, ഇവിടെ ആരെ അപ്പോയിന്റ് ചെയ്യും, ഇൻസോൾവെന്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ അസൈനിനെ അപ്പോയിന്റ് ചെയ്യും. എന്തിന്, ഇയാളുടെ അസറ്റ്സ് എല്ലാം കൂടെ വിറ്റ് ആ ക്യാഷ് എല്ലാം കൂടെ ലയബിലിറ്റീസ് എല്ലാം മാക്സിമം മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈനിനെ ഏറ്റെടുക്കും അല്ലേ, ഫുൾ അസറ്റ്സും ലയബിലിറ്റീസും. സോ അങ്ങോട്ട് പോകും. സോ പിന്നീട് ഇയാൾക്ക് പേഴ്സണൽ അസറ്റ്സ് ഫേമിന്റെ ലയബിലിറ്റിയിൽ വരുമോ, വരത്തില്ല. ഇനി അതുപോലെ തന്നെ ഇയാൾ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ഫേം ഇങ്ങോട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ഇയാൾക്കും ലയബിലിറ്റി ഇല്ല. ഇനി കഴിഞ്ഞ് ഇയാൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ഫേമിനും ലയബിലിറ്റി ഇല്ല. നോട്ട് ലയബിൾ ഫോർ എനി ആക്ട് ഓഫ് ദി ഇൻസോൾവെന്റ് ഡൺ ആഫ്റ്റർ ദ ഡേറ്റ് ഓൺ വിച്ച് ദ അഡ്ജൂഡിക്കേഷൻ ഈസ് മെയ്ഡ്. ഇതിന് ശേഷം ഈ പറയുന്ന ABC ആരാന്ന് വെച്ചാൽ അയാളുടെ ആക്ട്സിന് ഫേമിനും ലയബിലിറ്റി ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ലയബിലിറ്റി ഇല്ല ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ. ദെൻ when a partner of a firm is adjudicated as insolvent, he ceases to be a partner on the date on which order of adjudication, whether or not the firm is dissolved, his estate which thereupon vests in the official assignee അല്ലേ, പുള്ളിയുടെ എസ്റ്റേറ്റ് പിന്നെ ആരുടെ കയ്യിലായിരിക്കും, ഒഫീഷ്യൽ അസൈനി, ഒഫീഷ്യൽ റിസീവർ എന്ന് പറഞ്ഞിട്ട് ഇൻസോൾവെന്റ് ആയിട്ടുള്ള. സോ ആ ഇൻസോൾവെൻസ് എന്താ സംഭവിക്കുന്നത് അറിയാമോ, ഒരാളെ ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ആയി എന്ന് വെച്ചോ, ദാറ്റ് മീൻസ് എപ്പോഴാ ഇയാൾ എക്സ് എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല പറയുന്നത്, ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് ഇൻസോൾവൻസിയെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല എങ്കിൽ ജസ്റ്റ്
ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ബാങ്കിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന ആൾ ഒരു 10 crore rupeesന്റെ ലോൺ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. കുറേ നാൾ കഴിഞ്ഞിട്ട് ഇയാൾക്ക് റീപേ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വിധത്തിലും ഇയാൾ നോക്കിയിട്ട് ഇയാളുടെ ഫുൾ അസറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ മൊത്തം ഒരു 5 കോടിയുടെ അത്രയൊക്കെ വരുന്നുള്ളൂ. സോ ഒരു വിധത്തിലും ഇയാളുടെ ബിസിനസ് എല്ലാം വിറ്റാലും ഇനി ഒരു കുറേ വർഷം ബിസിനസ് നടത്തിയാലും ഒരു വിധത്തിലും ഈ ലോൺ റീപേ ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക് ഇയാൾ എന്ത് ചെയ്യും? ഇനി തുടർന്ന് പോയിട്ട് ആവശ്യമില്ല, ഇയാൾ കോർട്ടിൽ പോയി ഞാൻ ഇൻസോൾവെന്റ് ആണ്, എൻ്റെ ഈ കടങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കണം, എന്നെ പാപ്പരായി പ്രഖ്യാപിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യും. നമ്മൾ പാവങ്ങൾക്കാണ് കേട്ടോ പാപ്പരാക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. നല്ല കാശുള്ളവർക്ക് പാപ്പരായി കിട്ടിയ ഒരു അനുഗ്രഹമാണ്. പിന്നീട് ലോണൊന്നും റീപേ ചെയ്യേണ്ടല്ലോ, എഴുതി തള്ളും ഇൻസോൾവൻസി ആയി കഴിഞ്ഞാൽ ടു ആൻ എക്സ്റ്റെൻഡ്. സോ ഇങ്ങനെ ഇൻസോൾവൻസിക്ക് പെറ്റീഷൻ കൊടുക്കും. സോ കോർട്ട് കാര്യങ്ങളെല്ലാം അനാലിസിസ് ചെയ്യും. പറ്റിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല, സത്യസന്ധമായിട്ട് ഇൻസോൾവെന്റ് ആണ് എന്നൊക്കെ തോന്നിയാൽ ഒരു ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ അസൈനി എന്ന് പറഞ്ഞിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യും. ഇയാളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ഫുൾ അസറ്റ്സ് എല്ലാം വാല്യൂ ചെയ്ത് എല്ലാത്തിൻ്റെയും കണക്കെല്ലാം എടുക്കുക, അസറ്റ്സ് എല്ലാം റിയലൈസ് ചെയ്ത് എത്ര രൂപ കിട്ടുമെന്ന് നോക്കുക, നല്ല രീതിയിൽ അതെല്ലാം വിൽക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് എല്ലാം കൂടെ ഇയാൾക്ക് കൊടുക്കാനുള്ള ബാക്കി ലയബിലിറ്റീസ്, ഗവൺമെൻറ്റിന് ഫീസ് വല്ലതും കൊടുക്കാനുണ്ടോ, ടാക്സ് വല്ലതും അടയ്ക്കാനുണ്ടോ, അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ബാങ്കുകാർക്ക് എത്ര കൊടുക്കാൻ പറ്റും, മാക്സിമം ബാങ്കുകാർക്ക് കൊടുക്കാൻ പറ്റുന്നതെല്ലാം കൊടുത്തിട്ട് മാക്സിമം ലയബിലിറ്റീസ് എല്ലാം കുറച്ചിട്ട് ബാക്കി എഴുതി തള്ളുവോ എന്താണെന്ന് വെച്ചാൽ കോർട്ട് തീരുമാനിക്കുന്ന പോലെ ചെയ്യും. അതാണ് ഒഫീഷ്യൽ അസൈനി അഥവാ ഒഫീഷ്യൽ റിസീവർ എന്ന് പറയുന്ന പൊസിഷനിൽ വരുന്ന ആൾക്കാരുടെ പണി. സോ ഒരാൾ ഇൻസോൾവെന്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുടെ പേഴ്സണൽ അസറ്റ്സ് പിന്നെ ആരുടെ കയ്യിലായിരിക്കും? ഒഫീഷ്യൽ അസൈനിയുടെ കയ്യിലായിരിക്കും. Then his asset ceases to be liable for any act of the firm after the date of such order. So ഈ ഇൻസോൾവൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടം വരെ ഇയാളുടെ പേഴ്സണൽ അസറ്റ്സും ഫേമിന് ലയബിൾ ആണല്ലേ, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണല്ലോ. ഇതിന് ശേഷം ഫേം ചെയ്യുന്ന ആക്ടിന് പേഴ്സണൽ അസറ്റ്സിന്റെ മേളിൽ ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. ഇയാൾ പാർട്ട്ണറായിട്ട് ഇരിക്കുന്നില്ല, ഇയാൾ ഇതിന് മേളിൽ പാർട്ട്ണർ അല്ല. അതുകൊണ്ട് തന്നെ കാരണം അതുപോലെ തന്നെ ഇയാൾ ചെയ്യുന്ന ആക്ടിന് ഫേമിന് ഉത്തരവാദിത്തം ഇല്ല, ഫേം ചെയ്യുന്ന ആക്ടിന് ഇയാളുടെ പേഴ്സണൽ അസറ്റ്സിനും ഉത്തരവാദിത്തം ഇല്ല. ദെൻ എഫക്ട്സ് ഓഫ് ഇൻസോൾവൻസി. ഇൻസോൾവൻസി സംഭവിച്ചാൽ അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ദ ഇൻസോൾവെന്റ് പാർട്ട്ണർ cannot continue to as a partner. അയാൾ പിന്നീട് പാർട്ട്ണറായിട്ട് ഇരിക്കത്തില്ല. ഹി വിൽ ceases to be a partner from the very date on which the order of adjudication. എന്ന് തൊട്ട് അയാൾ പാർട്ട്ണർ അല്ലാട്ടായിട്ട് മാറുന്നത് എന്ന ഓർഡർ ഓഫ് അഡ്ജൂഡിക്കേഷൻ വരുന്ന ആ ഒരു ഡേറ്റ് തൊട്ട് പിന്നീട് അയാൾ പാർട്ട്ണർ അല്ല, ceases to be a partner. Then estate of an insolvent partner is not liable for the act of the firm done. സോ ഇതിന് ശേഷം ഇൻസോൾവൻസിക്ക് ശേഷമുള്ള ആക്ടിന് ഈ പാർട്ട്ണറുടെ പേഴ്സണൽ അസറ്റ്സിന് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ലയബിൾ അല്ല. ഫേം ഈസ് ഓൾസോ നോട്ട് ലയബിൾ. തിരിച്ച് ഇയാൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്, ഇൻസോൾവൻസിക്ക് ശേഷം ഇയാൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ഫേമിന് ഉത്തരവാദിത്തമില്ല. Then ordinarily but on invariably the insolvency of a partner result in dissolution of the firm, but partnership may competent to agree. Partners may be competent to agree among themselves that the adjudication of a partner as an insolvent will not give rise to dissolution of firm. So നോർമൽ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ റിസൾട്ട്സ് ഇൻ റിസൊല്യൂഷൻ ഓഫ് എ ഫേം ബട്ട് ദ പാർട്ട്നേഴ്സ് ആർ കോമ്പീറ്റന്റ് ടു എഗ്രി എമംഗ് ദംസെൽഫ് ദാറ്റ് ദി അഡ്ജൂഡിക്കേഷൻ ഓഫ് എ പാർട്ട്ണർ ആസ് എ ഇൻസോൾവെന്റ് വിൽ നോട്ട് ഗിവ് റൈസ് ടു ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. സോ നോർമൽ കേസിൽ നോർമലി അഥവാ ജനറലി എങ്ങനെയാണ്? ഒരാൾ ഡിസോൾവ് ആയാലോ റിട്ടയർ ആയാലോ എന്താണെങ്കിലും എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം സംഭവിക്കും. പക്ഷേ പാർട്ട്നേഴ്സിന് ഒരു കോൺട്രാക്ട് വേണമെങ്കിൽ വെക്കാം, അല്ലെ, ഒരു എഗ്രിമെന്റ് വെക്കാം. ഈ പറയുന്ന റിസൊല്യൂഷൻസ് അല്ലെങ്കിൽ റിട്ടയർമെന്റ്, ഡിസൊല്യൂഷൻസ് ഇതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ അവരൊരു ഫ്ലോ ചാർട്ട്സിലാക്കി തന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഈസ് ലയബിലിറ്റി ഓഫ് എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. സോ നമ്മൾ ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ കേസിൽ ഇപ്പോൾ എന്തൊക്കെ പഠിച്ചു? റിട്ടയർമെന്റ് പഠിച്ചു, എക്സ്പൾഷൻ പഠിച്ചു, ഇൻസോൾവൻസി പഠിച്ചു. നെക്സ്റ്റ് കംസ് ഡെത്ത്. ഇനി ഡെത്ത് ആയെങ്കിൽ വേർ അണ്ടർ എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്ണർ firm is not dissolved by death of a partner. സോ ഒരു കോൺട്രാക്റ്റ് ഇല്ല എങ്കിൽ, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഡെത്ത് ആണെങ്കിൽ എന്താകും? കോൺട്രാക്ട് ഡിസോൾവ് ആകും. പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആകും. പക്ഷെ ഒരു കോൺട്രാക്ട് വെക്കാം, ഇങ്ങനെ ഒരു ഡെത്ത് പാർട്ട്ണർഷിപ്പിനെ ഡിസോൾവ് ആക്കുന്നില്ല, പാർട്ട്ണർഷിപ്പ് തുടർന്ന് പോകുമെന്ന്. അങ്ങനെയാണെങ്കിൽ ദ എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ ഈസ് നോട്ട് ലയബിൾ ഫോർ എനി ആക്ട് ഓഫ് ദ ഫേം ആഫ്റ്റർ. ഇതൊക്കെ ലോജിക്കാണല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആർക്കും മനസ്സിലാവാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. സോ ഇയാൾ ABC എന്ന് പറയുന്ന പാർട്ട്ണർ ആയിരുന്നു. നോർമലി ഫേം ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനും എയും ബിയും സിയും ലയബിൾ ആണ്, ഇവരുടെ പേഴ്സണൽ അസറ്റ്സും ലയബിൾ ആണ്. സോ ഈ ഒരു പോയിന്റിൽ ബി എന്ന് പറഞ്ഞാൽ തട്ടിപ്പോയി. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫേം ചെയ്യുന്ന കാര്യങ്ങൾക്ക്
ആൾക്ക് എയും ബിയും സിയും ലയബിൾ ആണോ? അല്ല. ബിയുടെ പേഴ്സണൽ അസറ്റ്സ് ഇനി നോ മോർ ലയബിൾ അല്ല. ഇവിടെ തൊട്ട് ഇയാൾ പാർട്ട്ണർ അല്ല. പാർട്ട്ണർ അല്ലെങ്കിൽ പിന്നെ പേഴ്സണൽ അസറ്റ്സും ലയബിൾ അല്ല. ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് ഡിയുടെ പേഴ്സണൽ അസറ്റ്സും ലയബിൾ ആണ്. ഇത് ലോജിക്കാണല്ലേ, അത്ര കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സ് വാസ് എ പാർട്ട്ണർ ഇൻ എ ഫേം. ദ ഫേം ഓർഡേർഡ് ഗുഡ്സ് ഇൻ എക്സ് ലൈഫ് ടൈം ബട്ട് ദ ഡെലിവറി ഓഫ് ദ ഗുഡ് വാസ് മെയ്ഡ് ആഫ്റ്റർ എക്സ് ഡെത്ത്. സോ എക്സ് പാർട്ട്ണർ ആയിരുന്നു, എക്സ് ഇവിടെ വെച്ച് ഡെത്തായി. ഇതിന് മുമ്പ് എന്ത് ചെയ്തു? ഗുഡ്സ് ഡെലിവറി ചെയ്യാനുള്ള ഓർഡർ ആര് കൊടുത്തു? ഓർഡർ ഫേം കൊടുത്തു. പക്ഷെ ഇതിന്റെ ഡെലിവറി എപ്പോഴാണ് നടന്നത്? എക്സിന്റെ ഡെത്തിന്റെ ശേഷമാണ് ഗുഡ്സ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഡെലിവർ ആയത്. Then a creditor can have only a personal so in such case ex liability would not be liable for the debt. A creditor can have only a personal decree against the surviving partners and a decree against the partnership assets in the hand of those partners. A suit for the goods sold and delivered would not lie against the representatives of the deceased partner. This is because there was no debt due on respect of goods in ex lifetime. So ഇവിടെ എന്താ സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്തത് എക്സിന്റെ ഡെത്തിന് മുമ്പാണ്. സോ നമ്മൾ വിചാരിക്കാം നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ഫേം ആണ്, XYZ എന്ന് പറയുന്ന പാർട്ട്നേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. ഇങ്ങനെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവർക്ക് തോന്നി നമ്മുടെ ഓഫീസ് ഒന്ന് നവീകരിക്കണം, നമുക്ക് കുറേയേറെ ലാപ്ടോപ്സ് വാങ്ങിക്കണം എന്ന്. സോ ഓൺലൈൻ ഇവർ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ വെച്ചിട്ട് ഓൺലൈൻ ഓർഡർ പ്ലേസ് ചെയ്തു. സോ 15 ദിവസത്തിനുള്ളിൽ ഡെലിവറി കിട്ടും. കറക്റ്റ് 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? എക്സ് എന്ന് പറയുന്ന ആള് തട്ടിപ്പോയി. 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം ഡെലിവർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിയേക്കാളും എന്താ പറയുന്നത്, മന്ത്ലി പേയ്മെന്റ് ഇല്ലേ, EMI ആയിട്ടാണ് പേ ചെയ്യാൻ തീരുമാനിച്ചെന്ന് വെച്ചാൽ അതൊക്കെ ഇച്ചിരി കൂടി ആപ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ കേട്ടോ. സോ ഇവർ 2 EMI അടച്ചു, പിന്നീട് EMI അടയ്ക്കുന്നില്ല, പിന്നീട് എന്തായി? ലയബിലിറ്റി വന്നു, ഡെപ്റ്റ് വന്നു, അത് കാരണം കേസായി. സോ നമ്മളുടെ ആമസോൺകാർ, ഓൺലൈൻ ഡെലിവറി ടീംസ് ആണല്ലോ, ആമസോൺകാർ കേസ് കൊടുത്തു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ആമസോൺകാർക്ക് എക്സിനും വൈക്കും ഇസഡിനും എതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ, അതോ വൈക്കും ഇസഡിനും എതിരെ കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ? ബിക്കോസ് എന്താണ്, എമൗണ്ട് ഡ്യൂ ആയ സമയത്ത്, അല്ലെ, സാധനം ഡെലിവർ ആയി കഴിഞ്ഞിട്ടാണല്ലോ എമൗണ്ട് ഡ്യൂ ആകുന്നത്. ഡ്യൂ ആയ സമയത്ത് എക്സ് പാർട്ട്ണർ ആയിരുന്നോ? അല്ല. അതുകൊണ്ട് തന്നെ എക്സിനെതിരെ ഇവർ കേസ് കൊടുക്കത്തില്ല. ഇസഡിനും വൈക്കും എതിരെയാണ് കേസ് കൊടുക്കുന്നത്. ഓർഡർ പ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴാണോ എമൗണ്ട് ഡ്യൂ ആകുന്നത്, ഡ്യൂ ആകുന്ന സമയത്ത് ഈ പറയുന്ന ഡിസീസ്ഡ് പാർട്ട്ണർ ആയിരുന്നു എന്നതാണ് മാറ്റർ. ഓക്കെ ആണോ? ക്ലിയർ? ദെൻ പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്? അത്രയേ ഉള്ളൂ. സോ നമ്മൾ ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സിൻ്റെ പൊസിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ നമ്മൾ ഏതൊക്കെ ഇൻകമ്മിങ് പാർട്ട്ണറെ പഠിച്ചത്? ഒരു ഇൻട്രൊഡക്ഷൻ. ദെൻ ഔട്ട് ഗോയിങ് പാർട്ട്ണർ, ഡെത്ത് പഠിച്ചു, ഇൻസോൾവൻസി പഠിച്ചു, എക്സ്പൾഷൻ പഠിച്ചു, പിന്നെ ഏതായിരുന്നു? റിട്ടയർമെൻറ്റ് പഠിച്ചു, നോർമൽ റിട്ടയർമെൻറ്റ്, 4 കേസ്, അതിൻ്റെ എല്ലാം ലീഗൽ കോൺസിക്വൻസസും പറഞ്ഞു. പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. സോ ഇൻ ദ കേസ് ഓഫ് ഇൻട്രൊഡക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എല്ലാ പാർട്ട്നേഴ്സിനെയും കൺസെൻറ്റ് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ദെൻ ഒരു person who is introduced as a partner of a firm does not become liable for ഒരാൾ ഇൻട്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള ആക്ട്, അതിന് മുമ്പ് ഫേം ചെയ്ത കാര്യങ്ങൾ അയാൾക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? അയാൾക്ക് ഉത്തരവാദിത്വം ഇല്ല. ദെൻ ഒരു പാർട്ട്ണർ ഇൻട്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ ആ പഴയ ഫേം ആദ്യം പുതിയൊരു ഫേം ആയിട്ട് മാറും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? നൊവേഷൻ. സോ എക്സിസ്റ്റിംഗ് ക്രെഡിറ്റേഴ്സ് എന്ത് സംഭവിക്കണം? പഴയ ഫേംസിനെ മാറ്റി പുതിയ ഫേംസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ക്രെഡിറ്റേഴ്സിൻ്റെയും കൂടെ സമ്മതം വേണം. ദെൻ റിട്ടയർമെൻറ്റിന് എന്തൊക്കെ കണ്ടീഷൻ വേണം? എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും സമ്മതം വേണം. എഗ്രിമെൻറ്റിൽ എക്സ്പ്രസ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പാർട്ട്ണർഷിപ്പ് ഒരു വില്ലാണെങ്കിൽ നോട്ടീസ് കൊടുത്തിട്ട് വേണം റിട്ടയർ ചെയ്യാൻ വേണ്ടി. ദെൻ ഓട്ടോമാറ്റിക്കലി അയാൾ റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് മുമ്പുള്ള ആക്ട്സിന് അയാൾക്ക് ലയബിലിറ്റി കാണും, അത് കഴിഞ്ഞുള്ള ആക്ട്സിന് അയാൾക്ക് ലയബിലിറ്റി കാണത്തില്ല. പക്ഷേ വേണമെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് വെക്കാം വിത്ത് ദ കൺസെൻറ്റ് ഓഫ് തേർഡ് പാർട്ടീസ്, അല്ലെങ്കിൽ കൺസേൺഡ് ക്രെഡിറ്ററുമായിട്ട് വെച്ചിട്ട് എന്താ ഇതുവരെ അയാളുടെ റിട്ടയർമെൻറ്റിന് മുമ്പുള്ള ആക്ടിവിറ്റീസിനും അയാൾക്ക് ലയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു കോൺട്രാക്ട് വെക്കാം. ആൻഡ് പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നിടം വരെ അയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് ഉണ്ട് ഫേമിൻ്റെ ആക്ടിനും. ദെൻ ഈ പബ്ലിക് നോട്ടീസ് ആര് കൊടുത്തണം? ഇറ്റ് മേ ബി ഗിവൺ ബൈ റിട്ടയറിംഗ് പാർട്ണർ തന്നെ കൊടുക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. ഏത് പാർട്ണർക്ക് വേണമെങ്കിലും ഈ പറയുന്ന പബ്ലിക് നോട്ടീസ് കൊടുക്കാം. പിന്നീട് നമ്മൾ പഠിച്ച ഏതായിരുന്നു? എക്സ്പൾഷൻ ഓഫ് എ പാർട്ണർ. സോ ഒരു പാർട്ട്ണറിനെ പറഞ്ഞു വിടണമെങ്കിൽ എന്തൊക്കെയാണ്? കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, മെജോറിറ്റി അഗ്രി ചെയ്യണം, ഗുഡ് ഫെയ്ത്തിൽ, അല്ലെ റിട്ടയർമെൻറ്റ് പറയുന്ന പോലെയല്ല. എക്സ്പൾഷൻ ആണെങ്കിൽ മെജോറിറ്റി കോൺട്രാക്റ്റിലും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ദെൻ എന്താ? ഗുഡ് ഫെയ്ത്തിലായിരിക്കണം. ഗുഡ് ഫെയ്ത്ത് ആണോ നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇൻട്രസ്റ്റ് ഓഫ് ദ ഫേം ആയിരിക്കണം, ഓപ്പർച്യൂണിറ്റി ഓഫ് നോട്ടീസും കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹോൾഡും കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇതിലേതെങ്കിലും വയലേറ്റഡ് ആണെങ്കിൽ അത് എന്താകും? ഇൻവാലിഡ് ആകും. അങ്ങനെ ഇൻവാലിഡ് ആയിട്ടുള്ള എക്സ്പൾഷൻ നടന്നാൽ പഴയ പാർട്ട്ണർ പഴയ രീതിയിൽ തന്നെ തുടരും, യാതൊരു മാറ്റവും
ഒന്നുമില്ല. ഇനി വാലിഡ് ആയിട്ടൊരു എക്സ്പൾഷൻ നടന്നാലും അത് പാർട്ട്ണർഷിപ്പിനെ എഫക്റ്റീവോ ചെയ്യത്തില്ല. പിന്നെ നമ്മൾ പഠിച്ചു ഇൻസോൾവൻസി. എപ്പോഴാണ് അയാൾ പാർട്ട്ണർ അല്ലാണ്ടായിട്ട് മാറുന്നത്? എപ്പോഴാണോ കോർട്ട് അയാളെ അഡ്ജൂഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെന്റ് ആവുന്നത്, ആ മൊമെന്റ് തൊട്ട് പിന്നെ അയാൾ പാർട്ട്ണർഷിപ്പ് ഫേമിലും പാർട്ട്ണർ അല്ലാണ്ടായിട്ട് മാറും. ഇങ്ങനെ ഒരാൾ പാർട്ട്ണർ അല്ലാണ്ടായിട്ട് മാറിയ ഫേം ഡിസോൾവ് ആകണം നിർബന്ധമുണ്ടോ? ഇല്ല. കോൺട്രാക്ട് പ്രകാരം വേണമെങ്കിൽ ഫേം ഡിസോൾവ് ആകാതെയും ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ പിന്നീടുള്ള ഫേംസിന്റെ ആക്ടിന് അയാളുടെ പേഴ്സണൽ അസറ്റ്സ് അവൈലബിൾ ആണോ ലയബിൾ ആണോ? അല്ല. അവൈലബിൾ പോലും അല്ലേ. അത് പിന്നെ ആരുടെ കയ്യില്ല? ഒഫീഷ്യൽ റിസീവർ, ഒഫീഷ്യൽ അസൈനി അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഡെത്തിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഒരു പാർട്ട്ണർ ഡെത്ത് ആയാൽ ഓട്ടോമാറ്റിക്കലി പാർട്ട്ണർഷിപ്പ് ഫോം ഡിസോൾവ് ചെയ്യണോ? കോൺട്രാക്ട് ഉണ്ടെങ്കിൽ ഡിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലേ. പിന്നീട് നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നോക്കി. എന്തായിരുന്നു? ഓർഡർ പ്ലേസ് ചെയ്തത് ഡെത്തിന് മുമ്പാണ്, പക്ഷേ സാധനം ഡെലിവർ ആയത് ഡെത്തിന് ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ലയബിലിറ്റി ഉണ്ടോ? ബിക്കോസ് എപ്പോഴാണ് ശരിക്കും ലയബിലിറ്റി അറേസ് ചെയ്യുന്നത്? സാധനം നമ്മുടെ കൈ കിട്ടുമ്പോഴാണ് പൈസ കൊടുക്കാനുള്ള ലയബിലിറ്റി അറേസ് ചെയ്യുന്നത് അല്ലേ. അതിന് മുമ്പ് നമ്മൾ കൊടുത്താലും അത് എന്ത് മാത്രമാണ്? അഡ്വാൻസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. സോ സാധനം ഡെലിവർ ആവുന്ന മൊമെന്റിൽ അല്ലെങ്കിൽ ലയബിലിറ്റി അറൈസ് ആവുന്ന സമയത്ത് അയാൾ പാർട്ട്ണറാണോ? അല്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ലയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് നോക്കട്ടെ. ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കവർ ചെയ്യാം. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, റൈറ്റ്സ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ, റിനോവേഷൻ. 3 പോയിന്റും കൂടെ ഉള്ളല്ലേ. എന്നാൽ നമുക്ക് ആ ഒരു പോയിന്റും കൂടെ തീർത്തിട്ട് ഈ വീഡിയോ അങ്ങ് കമ്പൽ ചെയ്യാം. ചിലപ്പോൾ ഇച്ചിരി ലെങ്തി വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. നോ സോറി ഫോർ ദാറ്റ്. നോക്കാം. എന്നിട്ട് ഇതിൻ്റെ റിവിഷനൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അത്രയും വീഡിയോയുടെ ലെങ്ത് കുറഞ്ഞിരിക്കുമല്ലോ. പക്ഷേ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തോണം. നിങ്ങളുടെ നോട്ട്ബുക്ക് നിങ്ങൾ റിവൈസ് ചെയ്തോണം ഓരോ വീഡിയോയും കണ്ടു തീരുന്ന സമയത്ത്. ആ റിവിഷൻ ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഫില്ലപ്പ് ചെയ്യാൻ അതാണ് നല്ല സമയം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഹെഡിങ് ഈസ് റൈറ്റ്സ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ ടു ക്യാരി ഓൺ കോമ്പീറ്റിംഗ് ബിസിനസ്. ഏതാ? എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. എന്താ? നമ്മൾ 2 കേസിൽ പഠിച്ചു. ഒന്നെന്താണ്? ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരാൾ പാർട്ട്ണർ ആയി കഴിഞ്ഞാൽ വേറൊരു ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എഗ്രിമെന്റ് ഇൻ റെസ്ട്രിക്റ്റ് ഓഫ് ട്രേഡ് അല്ലേ. ഒരു ട്രേഡ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന എഗ്രിമെന്റ് വെക്കാം, പ്രശ്നമില്ല. പിന്നീട് നമ്മൾ പറഞ്ഞു ഗുഡ് വില്ലിൻ്റെ സെയിൽ നടക്കുന്ന സമയത്ത് അല്ലെ, ഒരു പാർട്ട്ണറിൻ്റെ അഡ്മിഷൻ്റെ സമയത്ത് പിന്നീട് ഗുഡ് വില്ലിൻ്റെ സെയിൽ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു? ആ ലൊക്കേഷനിൽ ഇത്ര പീരീഡിലേക്ക് സെയിം ബിസിനസ് ചെയ്യാൻ പാടില്ല. അതും എഗ്രിമെന്റ് ഇൻ റെസ്ട്രിക്റ്റ് ഓഫ് ട്രേഡ് ആണ്, അതും വാലിഡ് ആണെന്ന് പറഞ്ഞു. ദെൻ റൈറ്റ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ ടു ക്യാരി ഓൺ കോമ്പീറ്റിംഗ് ബിസിനസ്. ഇതെന്താണ്? ഒരു പാർട്ട്ണർ ഔട്ട് ഗോയിങ് പാർട്ട്ണർ ആകുമ്പോൾ അയാൾ ഈ പാർട്ട്ണർഷിപ്പിൽ നിന്ന് പിരിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കോമ്പീറ്റിംഗ് ബിസിനസ് നമുക്ക് നോക്കാം. Outgoing partner may carry on business competing with that of a firm, and he may advertise such business but subject to contract to the contrary. He may not use the firm name, represent himself as carrying on the business of the firm, solicit the custom of persons who were dealing with the firm before he ceases to be a partner. എന്താ ഉദ്ദേശിക്കുന്നത്? ABC എന്ന് പറഞ്ഞിട്ടുള്ളൊരു CA firm റണ്ണിങ് ആണ്. ഇതിനകത്തുനിന്ന് C പിരിഞ്ഞു പോയി. ഇതിനകത്ത് എന്ത് ചെയ്തു? ഔട്ട് ഗോയിങ് പാർട്ട്ണറായി C പോയി. ഒരു വേറെ ഒരു ബിൽഡിംഗൊക്കെ സ്റ്റാർട്ട് ചെയ്തു സിയുടെ പേരിൽ. പക്ഷേ സബ്ജക്റ്റ് ടു കണ്ടീഷൻ. എന്ത്? ഇവിടെ ABC ആൻഡ് അസോസിയേറ്റ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് എങ്കിൽ ഇവിടെ ABC ആൻഡ് അസോസിയേറ്റ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉള്ള പേര് യൂസ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. ദെൻ റെപ്രസെന്റ് ഹിംസെൽഫ് ആസ് ക്യാരിയിങ് ഓൺ ദ ബിസിനസ് ഓഫ് ദ ഫാം. വേറെ ഏതെങ്കിലും ക്ലയന്റിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ക്ലയന്റിനെ കിട്ടി, X എന്ന് പറഞ്ഞൊരു ക്ലയന്റിനെ കിട്ടി. അപ്പോൾ C പറയുകയാണ് ABCയുടെ സ്വന്തം ബ്രാഞ്ച് പോലെയാണ് നമ്മൾ, ABC തന്നെയാണ് ഇതും, ABCക്ക് കൊടുക്കാൻ നിങ്ങൾ അവിടം വരെ പോകാൻ നിൽക്കേണ്ട, എനിക്ക് തന്നാൽ മതി. എന്നാൽ ABC തന്നെയാണ് ഞാനെന്ന് ബാക്കിയുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. അത് പാടുണ്ടോ? പാടില്ല. പിന്നീട് അല്ലെങ്കിൽ എന്താണ്? സോളിസിറ്റ് കസ്റ്റം പേഴ്സൺസ് ഓൺ എ ഡീലിംഗ്സ് വിത്ത് ദ ഫേം. സോ ABCയുടെ സ്ഥിരം ക്ലയന്റ് ആയിരുന്നു M. സോ M ഇവിടെ വന്നുകൊണ്ടിരുന്നപ്പോഴെല്ലാം കറക്റ്റായിട്ട് എമ്മിന്റെ അക്കൗണ്ട്സ് എല്ലാം ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് C ആണ്. സോ ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് C എന്ത് ചെയ്തു? എമ്മിനെ വിളിച്ചു. എന്നിട്ട് C എമ്മിനോട് പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ കൊടുക്കണ്ട, എനിക്ക് തന്നാൽ മതി. സോ എന്താ? ഈ ഒരു കസ്റ്റമറിനെ C സ്വന്തം കസ്റ്റമർ ആക്കിയിട്ട് മാറ്റി. ഈ വക കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഹി മെ നോട്ട്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. Then agreement in restraint of trade. A partner may make an agreement with his partner that on ceases to be a partner he will not carry on any business similar to that of the firm within the specified period or specified local limit, and notwithstanding everything contained in section 27 of the Indian Contract, that such agreement shall be valid if the restriction imposed as reasonable. നമ്മൾ എന്താ പറഞ്ഞത്?
പ്രത്യേകിച്ച് ഒരു എഗ്രിമെന്റ് ഒന്നും ഇല്ലാത്ത കേസിലാണ് കേട്ടോ നമ്മൾ മേളിൽ പറഞ്ഞത്. ഇത് സിമിലർ ടു ഗുഡ് വിൽ സെയിലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. സിമിലർ ടു ഗുഡ് വിൽ എന്താണ്? ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പാർട്ട്ണർ ഔട്ട് ഗോയിങ് വെളിയിലോട്ട് പോകുന്ന ഒരു പാർട്ട്ണറുമായിട്ട് വേണമെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സിന് ഒരു എഗ്രിമെന്റ് വെക്കാം. എന്താണ്? ഈ പറയുന്ന ലൊക്കേഷനിൽ ഈ പറയുന്ന 3 വർഷത്തേക്ക് നീ ഒരു CVI ഫേം തുടങ്ങാൻ പാടില്ല. ദാറ്റ് മീൻസ് എയും ബിയും കൂടെ സി പോയ സമയത്ത് സിയുമായിട്ട് ഒരു എഗ്രിമെന്റിൽ എൻറ്റർ ചെയ്തു. ബിറ്റ്വീൻ AB ആൻഡ് C. എന്ത് എഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്നത്? കോട്ടയത്താണ് നടക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ അടുത്ത 5 വർഷത്തേക്ക് നീ വേറെ CFM ഇടാൻ പാടില്ല. വേറെ എവിടെ വേണേലും വിടാം, 5 വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ വിടാം. ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വെക്കാം. ഇത് ആക്ച്വലി എന്താണ്? എഗ്രിമെന്റ് ഇൻ റെസ്ട്രിക്റ്റ് ഓഫ് ട്രേഡ് ആണല്ലേ? എഗ്രിമെന്റ് ഇൻ റെസ്ട്രിക്റ്റ് ഓഫ് ട്രേഡ് തന്നെയാണ്. പക്ഷെ അത് വാലിഡ് ആണോ? യെസ്, ഈ കേസിൽ അത് വാലിഡ് ആണ്. അല്ലാത്ത കേസ് നമ്മളിപ്പോൾ പഠിച്ച 3 കേസ് പാർട്ട്ണർഷിപ്പ് ആക്ട് എഗ്രിമെന്റ് ഇൻ റെസ്ട്രിക്റ്റ് ഓഫ് ട്രേഡിനെ വാലിഡ് ആക്കിയിരിക്കുന്ന കേസാണ്. നോർമലി എഗ്രിമെന്റ് ഇൻ റെസ്ട്രിക്റ്റ് ഓഫ് ട്രേഡ് വാലിഡ് അല്ല, ഇൻവാലിഡ് ആണ്. ഒരാളുടെ പേഴ്സണൽ റൈറ്റ്സിനെ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഒരു കോൺട്രാക്ട് പ്രകാരം പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ദെൻ ഇതിൻ്റെ അനാലിസിസും കൂടെ നമുക്ക് വായിച്ചു നോക്കാം. എന്തെങ്കിലും എക്സ്ട്രാ അനാലിസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയാം. ദെൻ although this provision has imposed some restrictions on the outgoing partner, it effectively permits him to carry on business competing with that of the firm. However, the partner may agree with his partners that on his ceasing to be so will not carry on business similar to that of the firm within the specified period or within specified local limit. Such an agreement will not be in restraint of trade if the restraint is reasonable. A similar rule applies in the case of agreement or sale of goodwill. Same നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ഗുഡ്വില്ലിന് പറഞ്ഞിരിക്കുന്ന സെയിം പൊസിഷൻ. സോ എന്താ നമ്മളിവിടെ മൊത്തം പറഞ്ഞത്? നോർമലി വെളിയിൽ പോകുന്ന ഒരാൾക്ക് കോമ്പീറ്റിംഗ് ബിസിനസ് എന്ന് വെച്ചാൽ എന്താണ്? സിമിലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ല, അയാൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, അത് അഡ്വർടൈസ് ചെയ്യാം. എന്താ പ്രശ്നങ്ങൾ? പേര് യൂസ് ചെയ്യാൻ പാടില്ല, അയാൾ സ്വയം മറ്റേ ഫേമിന്റെ ആളാണെന്ന് റെപ്രസെന്റ് ചെയ്യാനോ ക്ലയൻസിനെ സോളിസിറ്റ് ചെയ്യാനോ ഒന്നും പാടില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്താണ്? ആസ് പെർ ലോ ഇത് അലോ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ എന്താണ്? പാർട്ട്നേഴ്സ് തമ്മിൽ വേണമെങ്കിൽ ഒരു എഗ്രിമെന്റ്, ഇത് വേറെ കാര്യമാണ് അല്ലേ? വേണമെങ്കിൽ ഒരു എഗ്രിമെന്റ് വെക്കാം. ഈ പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന പീരീഡിലേക്ക് നടക്കാൻ പാടില്ല. സബ്ജക്ട് ടു അത് റീസണബിൾ ആയിരിക്കണം അല്ലെ? ഗുഡ്വില്ലിന്റെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ റീസണബിൾ ആയിരിക്കണം. 20 വർഷത്തേക്ക് അല്ലെങ്കിൽ 100 വർഷത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ ഒരിടത്തും നീ CFM തുടങ്ങാൻ പാടില്ല. ഒരു മലയാളിയോട് കേരളത്തിൽ CFM ഇടലെന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്താ ഉള്ളത് അല്ലേ? സോ ലൈക്ക് വൈസ് എന്താണ്? റീസണബിൾ ആണ് റെസ്ട്രിക്ഷൻ എങ്കിൽ ഗുഡ്വില്ലിന്റെ കേസിൽ പറഞ്ഞ പോലെ എഗ്രിമെന്റ് വാലിഡ് ആണ്. ഇനി ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഒന്നും ഇല്ലെങ്കിലും ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് അല്ലെ, ഈ 3 റെസ്ട്രിക്ഷൻ എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആണ്. ഫേം നെയിം ഒന്നും യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അതാണ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ സിമിലർ അല്ലെങ്കിൽ കോമ്പീറ്റിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള 36 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ദെൻ next comes in rights of outgoing partner in certain cases to share subsequent profit. outgoing partnerക്ക് ചില കേസസിൽ സബ്സിക്വൻറ്റ് പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ്. എന്താ ഉദ്ദേശിക്കുന്നത്? എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ ബി റിട്ടയർ ആയി എന്ന് വിചാരിക്കാം. ഇത് നോർമലി ഫേം ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റില്ലേ, ഈ പ്രോഫിറ്റിന് ആർക്കൊക്കെ ഷെയർ ഉണ്ട്? എയ്ക്കും ബിക്കും സിക്കും ഷെയർ ഉണ്ട് അല്ലേ? സോ ബി ഇവിടെ റിട്ടയർ ആയി, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന പ്രോഫിറ്റ് അതിനാർക്കാ സത്യം പറഞ്ഞാൽ ഷെയർ ഉള്ളത്? എയ്ക്കും സിക്കും ഉള്ളല്ലേ? ബിക്ക് ഉണ്ടാവുമോ? ഇല്ല. ബട്ട് സർട്ടൺ കേസസ്, ചില കേസസിൽ ബിക്ക് ഈ ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 37, where any member of the firm has died or otherwise ceases to be a member and the surviving and continued partner carrying on the business of the firm with the property of an asset without any final settlement of account as between them and the outgoing partner or his estate, then in the absence of a contract to the contrary, the outgoing partner or his estate is entitled at the option of himself or his representative to such share of profit made since he ceases to be a partner as may be attributable to the use of his share of the property of the firm or to the interest at the rate of 6% per annum on the amount of his share in the property of the firm. അടിപൊളി അല്ലേ? ഒരൊറ്റ സെൻറ്റൻസിൽ അത്രയും വലിയ പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാം നിങ്ങളോട്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സോ ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞു ABC, ബി എന്ന് പറയുന്ന ആൾ ഒന്നെങ്കിൽ എന്തായി
ഡെത്തായി അല്ലെങ്കിൽ സീസസ് ടു ബി എ മെമ്പർ, ഇൻസോൾവൻസി അങ്ങനെ ഏതെങ്കിലും കേസിൽ ഇൻസോൾവൻസി അല്ല വേറെ ഏതെങ്കിലും കേസിൽ കോർട്ടിനൊക്കെ വേണമെങ്കിൽ വെർഡിക്റ്റ് വരാമല്ലോ, എങ്ങനെയെങ്കിലും റിട്ടയർമെൻറ്റോ എങ്ങനെയെങ്കിലും ഒക്കെ സീസസ് ടു മെമ്പറായി. ഇനി ബാക്കിയുള്ള ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്, ഓൾ ടുഗെദർ എയ്ക്കും ബിക്കും സിക്കും കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു 9,000 റുപ്പീസിൻ്റെ അസറ്റ്സ് ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് അല്ല ഞാൻ പറയുന്നത്, അസറ്റ്സ് ഉണ്ടായിരുന്നു. സോ ബി പോയപ്പോൾ ന്യായമായിട്ട് ഈ 3,000ൻ്റെ അസറ്റ് ആർക്ക് കൊടുത്തു വിടണം, ബിക്ക് കൊടുത്തു വിടണം അല്ലേ, ക്യാഷ് ആയിട്ട് കൊടുത്തു വിടണം. ബിയുടെ ഷെയർ എയും ബിയും കൂടെ വാങ്ങിച്ചിട്ട് ഈ 3,000 ബിക്ക് കൊടുത്തു വിടണം, അതാ ചെയ്യേണ്ടത്. ഈ 3,000 ബിക്ക് കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ എന്താണ്, ബിയുടെ അസറ്റ് ബിയുടെ പ്രോപ്പർട്ടി ആര് യൂട്ടിലൈസ് ചെയ്യുന്നു, എയും ബിയും ഇതിന് ശേഷമുള്ള ബിസിനസ്, ബി അല്ല റിട്ടയർ ആയത്, എയും സിയും കൂടെ ഇതിന് ശേഷമുള്ള ബിസിനസ് നടത്താൻ വേണ്ടി ബിയുടെയും കൂടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ എമൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു അസറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നു. സോ ന്യായമായിട്ട് ബിയുടെയും കൂടെ അസറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ ആർക്കും കൂടെ പോകും, ബിക്കും കൂടെ പോകും അല്ലേ, അത് ന്യായമാണല്ലേ, അതിനകത്ത് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. ഇനി പ്രത്യേകിച്ച് ആ പ്രോഫിറ്റിന്റെ ഷെയർ ഒന്നും കൊടുക്കാനില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് 6% എങ്കിലും ഈ 3,000 ഇൻറ്റു 6% പെർ ആനം എങ്കിലും ആർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം, ബിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആസ് എ ഷെയർ ഓഫ് അയാളുടെ പ്രോപ്പർട്ടി യൂട്ടിലൈസ് ചെയ്യുന്നതിനുള്ളൊരു കോമ്പൻസേഷൻ പോലെ, അതാണല്ലേ ന്യായം, അതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ പ്രൊവൈഡഡ് ദാറ്റ്, ഇതെല്ലാം സബ്ജക്ട് ടു കോൺട്രാക്ട് ആണ് കേട്ടോ. കോൺട്രാക്റ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഇങ്ങനെ, കോൺട്രാക്റ്റിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെ. Then, whereby a contract between partners, an option is given to surviving or continuing partners to purchase the interest of the deceased or outgoing partner, and that option is duly exercised. The estate of the deceased partner or the outgoing partner or his estate, as the case may be, is not entitled to any further or other share of profit. But if any partner assuming to act in exercise of this option does not in all material respects comply with the terms thereof, he is liable to account under the foregoing provisions of this section. For എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന സമയത്ത് എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ബിയുടെ ഒരു ബിൽഡിങ്ങിലാണ് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കാം. സോ നോർമലി ബി റിട്ടയർ ആയി കഴിഞ്ഞിട്ടും സെയിം ബിൽഡിങ്ങിലാണ് ഇത് നടക്കുന്നതെങ്കിൽ എന്ത് കൊടുക്കണം, ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ് ആർക്കും കൂടെ കൊടുക്കണം, ഇതിന് ശേഷമുള്ള പ്രോഫിറ്റിന്റെ ഒരു ഷെയർ ബിക്കും കൂടെ കൊടുക്കണം. ഇനി ഇതല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു കോൺട്രാക്റ്റ് വെക്കാം. ദാറ്റ് മീൻസ് ബി റിട്ടയർ ആവുന്ന സമയത്ത് എയും സിയും കൂടെ എന്ത് ചെയ്യും, ഈ പറയുന്ന ബിൽഡിംഗ് അങ്ങ് വാങ്ങിക്കും. ദേ വിൽ ബൈ ദിസ് ബിൽഡിംഗ്. ഇങ്ങനെ ഇവർ ബൈ ചെയ്യുന്നുണ്ട് എങ്കിൽ പിന്നീട് ബിക്ക് എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ലല്ലേ. പിന്നോട്ട് ഇങ്ങോട്ട് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി ഇവർ ബിയുടെ എന്തെങ്കിലും അസറ്റോ പ്രോപ്പർട്ടിയോ എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, ഒന്നുമില്ല അല്ലേ. അങ്ങനെയാണ് എങ്കിൽ പിന്നെ ബിക്ക് കൊടുക്കണ്ട. പക്ഷെ ഇങ്ങനെ ബൈ ചെയ്യാമെന്ന് കോൺട്രാക്ട് ഇട്ടിട്ട് ബൈ ചെയ്തില്ലെങ്കിലോ ബിക്ക് ഷെയർ കൊടുക്കേണ്ടി വരും. ന്യായമല്ലേ, കോമൺ സെൻസിൽ ആലോചിച്ച് നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ, ഇല്ല, 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിളും കൂടെ ആകുമ്പോൾ നമുക്ക് ക്ലിയർ ആകും. നമുക്ക് അനാലിസിസും കൂടെ വായിച്ചു നോക്കാം. സെക്ഷൻ 37 ഡീൽസ് വിത്ത് ദ റൈറ്റ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ. എന്തിനുള്ള റൈറ്റ് ആണ്, ഔട്ട് ഗോയിങ് പാർട്ട്ണർക്ക് ഷെയർ കിട്ടാൻ അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടാനുള്ള റൈറ്റ്. നോർമലി ഔട്ട് ഗോയിങ് പാർട്ട്ണർക്ക് പിന്നീടുള്ള ബിസിനസിന്റെ ഷെയർ കിട്ടുമോ, ഇല്ല. എപ്പോഴാണ് കിട്ടുന്നത്, ഔട്ട് ഗോയിങ് പാർട്ട്ണർക്ക് കിട്ടാനുള്ള എന്തെങ്കിലും പൈസ, പ്രോപ്പർട്ടി, അസറ്റ്, അത് എക്സിസ്റ്റിംഗ് പാർട്ട്ണർ ഔട്ട് ഗോയിങ് പാർട്ട്ണർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ എന്തെങ്കിലും അസറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് തുടർന്ന് ബിസിനസ് നടക്കുന്നത് എങ്കിൽ ഒബിയസ്ലി ആ അസറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതിന് ഒരു പ്രോഫിറ്റിന്റെ ഷെയർ ആർക്ക് കൊടുക്കണം, വെളിയിൽ പോയ പാർട്ട്ണർക്ക് കൊടുക്കണം. സോ ഇറ്റ് ലേസ് ഡൗൺ സബ്സ്റ്റാൻഷ്യൽ ലോ റിലേറ്റിംഗ് ടു ലയബിലിറ്റി ഓഫ് സർവൈവിംഗ് ആൻഡ് കണ്ടിന്യൂയിങ് പാർട്ട്ണർ. സോ ഇതിനെ നമുക്ക് എന്ത് പറയാം, ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ റൈറ്റുമാണ്, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റിയുമാണ് അല്ലേ. ഒബിയസ്ലി എപ്പോഴും ഒരാളുടെ റൈറ്റ് ആണ് മറ്റൊരാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ who without settlement of accounts with the legal representative of the deceased partner utilize the asset of the partnership for continuing business. സോ എന്താണ്, അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുന്നില്ല. ഡെത്തിന്റെ കേസിലാണെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് അല്ലെ, ബി മരിച്ചുപോയ കേസാണെങ്കിൽ ബിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിന് പൈസ കൊടുക്കണമായിരുന്നു, കൊടുത്തില്ല. അല്ലെങ്കിൽ ബി ഏതെങ്കിലും കേസിൽ പോയതാണെങ്കിൽ ബിക്ക് പൈസ കൊടുക്കണമായിരുന്നു, കൊടുത്തില്ല. അങ്ങനെയാണ് എങ്കിൽ ബിയുടെ പൈസ പാർട്ട്ണർഷിപ്പ് ഫേമിൽ തന്നെയുണ്ട്. ആ പൈസയ്ക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ ഷെയർ ബിക്കോ അല്ലെങ്കിൽ ബിയുടെ റെപ്രസെന്റേറ്റീവ്സിനെ കിട്ടിയേ പറ്റത്തുള്ളൂ. Then, so although the principle applicable to such cases is clear, but at times some complicated questions arise when disputes are raised between the outgoing partner or his estate on the one hand and continuing or surviving partners on the other in respect of subsequent business. Such disputes are to be resolved keeping in view of the facts of each cases അല്ലേ. സോ എപ്പോഴും ഡിസ്പ്യൂട്ട് വരാനുള്ള കേസസ് ആണല്ലേ. മീൻസ് എയുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എയുടെ പേഴ്സണൽ അസറ്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എത്ര പെർസെൻറ്റേജ് ഈ
പ്രോഫിറ്റിന്റെ എത്ര ഷെയർ തരണം എന്നുള്ളത് പിന്നീട് പ്രശ്നമാണല്ലോ. ഇവിടെ എയും ബിയും സിയും 1:1 റേഷ്യോ 1:1 എന്ന് പറഞ്ഞ് ഈക്വലി ആണ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന് ശേഷം 1/3 പ്രോഫിറ്റ് ബിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ജസ്റ്റ് പ്രോപ്പർട്ടി യൂട്ടിലൈസ് ചെയ്തേ ഉള്ളൂ. ബി എന്ന് പറഞ്ഞയാള് അവിടെ ഇല്ല, മാനേജ് ചെയ്യാനൊന്നും ബി അവിടെ ഇല്ല. അല്ലെങ്കിൽ നേരത്തെ പോലെ നേരത്തെ എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും കൂടെയാണ് എന്ത് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് അല്ലെ. ആ ഒരു ബിയുടെ ബിൽഡിങ്ങിൽ എയും ബിയും സിയും കൂടെയാണ് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. സോ ഇതിന് ശേഷം ആരാണ്? എയും ബിക്കും മാത്രമാണ് ബിസിനസ് നടത്തുന്നത്. സോ നേരത്തെ പോലെ തന്നെ ഇപ്പോഴും കൺസിഡർ ചെയ്താൽ മതിയോ എന്നുള്ള കാര്യം ഡിഫറെന്റ് ആണ്. ഇവിടെ റെന്റ് പോലെ കൺസിഡർ ചെയ്യണം എന്ന് വേണമെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിന് ക്ലെയിം ചെയ്യാം അല്ലെ. സോ ഡിസ്പ്യൂട്ട്സ് എപ്പോഴും ഉണ്ടാകും. സോ ഓരോ ഡിസ്പ്യൂട്ട്സും ഓരോ കേസിന്റെയും ഫാക്ട്സ് ഓഫ് ദി കേസസ് അല്ലെ. ഓരോ കേസ് എന്താ സംഭവം എന്ന് വെച്ചിട്ട് അതിനനുസരിച്ചായിരിക്കും കോർട്ടിന്റെ വെർഡിക്റ്റ് വരുന്നത്. ദെൻ 2 എക്സാമ്പിളും കൂടെ നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടും. ദാറ്റ് മീൻസ് A, B and C are partners in a manufacturing of machinery. A is entitled to 3/8 of the partnership property and profit. So എയും ബിയും സിയും സോ ഇവർ മൊത്തമായിട്ട് 8 പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്തു അല്ലെ. പ്രോഫിറ്റിനെ ഫുള്ള് 3 8 ഡിവൈഡ് ചെയ്തു. ഇതിൽ 3ന്റെ അവകാശം ആർക്കുള്ളതാണ്? എയ്ക്ക്. 3 ഷെയർ 3 ഷെയർ എയ്ക്ക് അവകാശപ്പെട്ടതായിരുന്നു. ദാറ്റ് ഈസ് 3/8 ഓഫ് ദി പാർട്ട്ണർഷിപ്പ് പ്രോപ്പർട്ടി ആൻഡ് പ്രോഫിറ്റ്. എ ബിക്കം ബാങ്ക്രപ്റ്റ് whereas B and C continue to business without paying out a share of the partnership asset or settling account with his estate. A's estate is entitled to 3/8 of the profit made by the business from the date of his bankruptcy until the final liquidation of a partnership after. So എന്താ പറഞ്ഞത്? എ ഒരു പോയിന്റ്, സോ ഈ പാർട്ട്ണർഷിപ്പ് ഇങ്ങനെ തുടർന്ന് പോയിരിക്കുന്ന എ ഒരു സമയത്ത് എ എന്തായി? ബാങ്ക്രപ്റ്റ് ആയി അല്ലെ. എന്തായി? ബാങ്ക്രപ്റ്റ് മീൻസ് ജപ്തി അല്ലെങ്കിൽ കിട്ടാക്കടം, ഇൻസോൾവെന്റ് ലൈക്ക് ദാറ്റ്. ബാങ്ക് എയുടെ പ്രോപ്പർട്ടീസ് എല്ലാം പിടിച്ചെടുത്തു. അങ്ങനെയാണെങ്കിൽ പക്ഷെ എന്താ? ബിയും സിയും ബിസിനസ് തുടർന്നു പോയി വിത്തൗട്ട് പേയിങ് ഔട്ട് എ ഷെയർ ഇൻ ദ പാർട്ട്ണർഷിപ്പ്. സോ എയുടെ അസറ്റ്സ്, ഈ ഒരു അസറ്റിൽ 3/8 ഷെയർ ഏക്കല്ലേ, ആ അസറ്റ്സ് തിരിച്ചേക്ക് കൊടുത്തു വിട്ടോ? ഇല്ല. സെറ്റിലിംഗ് അക്കൗണ്ട്സ് വിത്ത് ഹിസ് എസ്റ്റേറ്റ്. സോ അയാളുടെ അക്കൗണ്ട്സ് സെറ്റിൽ ആയോ? ഇല്ല. സോ എയുടേതെല്ലാം ഇങ്ങനെ തന്നെ തുടർന്നു, ഒന്നും പേ ഓഫ് ഒന്നും ചെയ്തില്ല. ബിയും സിയും അത് തുടർന്നും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്നു. സോ കോർട്ടിന്റെ വെർഡിക്റ്റ് എന്തായിരുന്നു? ഫ്രം ദി ഡേറ്റ് ഓഫ് ഹിസ് ബാങ്ക്രപ്റ്റി, അയാൾ എന്നാണോ ബാങ്ക്രപ്റ്റ് ആയത് അന്ന് തൊട്ട് പിന്നീട് അങ്ങോട്ടുള്ള പ്രോഫിറ്റിന്റെ 3/8 ഷെയർ എയ്ക്ക് അവകാശപ്പെട്ടതാണെന്നായിരുന്നു കോർട്ടിന്റെ വെർഡിക്റ്റ്. അതെന്ത് ന്യായമാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അന്യായമായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഫാക്ട്സ് ഓഫ് ദ കേസസ്, ബാക്കി കേസസും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും കോർട്ട് അങ്ങനെ ഒരു വിധി വന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. സി റിട്ടയർ ആഫ്റ്റർ സെല്ലിംഗ് ഹിസ് ഷെയർ ഇൻ ദ പ്രോപ്പർട്ടി ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. സോ അയാളുടെ ഷെയർ എല്ലാം കൂടെ വേറൊരാൾക്ക് വിറ്റു. എ ആൻഡ് ബി ഫെയിൽസ് ടു പേ ദ വാല്യൂ ഓഫ് ഷെയർ ടു സി ആസ് എഗ്രീഡ് ടു. ആർക്കാ വിറ്റത്? എയ്ക്കും ബിക്കും ആണ് കേട്ടോ വിറ്റത്. പക്ഷെ പറഞ്ഞ എമൗണ്ട് എയും ബിയും കൊടുത്തോ? കൊടുത്തില്ല. വാല്യൂ ഓഫ് ഷെയർ ഓഫ് സി ഓൺ ദി ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഫ്രം ദി ഫേം വുഡ് ബി എ പ്യുവർ ഡെപ്റ്റ് ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് ഹി സീസസ് ടു ബി എ പാർട്ട്ണർ ആസ് പെർ ദി എഗ്രിമെന്റ് എൻറ്റേർഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. സി ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ദ സെയിം വിത്ത് ഇൻട്രസ്റ്റ്. ഇവിടെ എന്താ സംഭവിച്ചത്? എയും ബിയും സിയും കൂടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ സി ഈ മൊമെന്റ് എത്തിയപ്പോൾ സി എന്ത് പറഞ്ഞു? എനിക്കിനി താല്പര്യമില്ല, ഞാൻ എൻ്റെ ഷെയർ അല്ലെ 1/3 എന്ന ഷെയർ എങ്കിൽ എൻ്റെ 1/3 ഷെയർ എയ്ക്കും ബിക്കും കൂടെ ഞാൻ വിൽക്കാം. സോ അവർ ഷെയറിന്റെ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. ഒരു 10,000 റുപ്പീസ് എന്ന് അവർ ഷെയറിന്റെ വാല്യൂ അസ്യൂം ചെയ്തു എന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സി അത് എഗ്രി ചെയ്തു. സി റിട്ടയർ ആയി, സി പോയി. പക്ഷേ ഈ 10,000 പേ ചെയ്തോ? എയും ബിയും ഇത് പേ ചെയ്തില്ല. അങ്ങനെയാണ് എങ്കിൽ ഇതിന് ശേഷമുള്ള പീരീഡിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണോ എന്താ സംഭവം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കോർട്ടിന്റെ വെടിക്ക് എന്താ പറഞ്ഞത്? ഈ 10,000 റുപ്പീസിന് ഈ ഒരു പീരീഡിൽ ഇതിനെ ഒരു ലോൺ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇൻട്രസ്റ്റ് സഹിതം ആർക്ക് കൊടുക്കണം? സിക്ക് എയും ബിയും കൂടെ കൊടുക്കാനായിരുന്നു കോർട്ടിന്റെ വെർഡിക്റ്റ്. സോ സിറ്റുവേഷൻ ടു സിറ്റുവേഷൻസ് ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ദെൻ ലാസ്റ്റ് പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ചെറിയൊരു സെക്ഷനാണ്. റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ബൈ ചേഞ്ച് ഇൻ ദ ഫേം. എന്താണ്? ഫേമിൽ ചേഞ്ച് ഉണ്ട് എങ്കിൽ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ചേഞ്ചസ്. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയ പ്രൊവിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 38, എ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഗിവൺ ടു എ ഫേം ഓർ ടു എ തേർഡ് പാർട്ടി ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഓഫ് എ ഫേം ഈസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെന്റ് ടു കോൺട്രഡി റിവോക്ക് ആസ് ടു ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ ഫ്രം ദ ഡേറ്റ് ഓഫ് എനി ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം. സോ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഏതൊക്കെയായിരുന്നു? 4 എണ്ണം നമ്മൾ പഠിച്ചത്. ഒരു പാർട്ട്ണർ വന്നു, ഒരു പാർട്ട്ണർ പോയി, പുതിയൊരു അഡ്വഞ്ചർ ഓർ അണ്ടർടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു.
അല്ലെങ്കിൽ എന്താണ് പാർട്ട്ണർഷിപ്പ്, ഫിക്സഡ് പാർട്ട്ണർഷിപ്പായിട്ട് വില്ലായിട്ട് മാറി. സോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന കേസിൽ ഗ്യാരണ്ടി ഓട്ടോമാറ്റിക്കലി റിവോക്ക് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്താ, എ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ, സോ ABC അസോസിയേറ്റ്സ് എന്ന് പറയുന്ന പാർട്ട്ണർഷിപ്സ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. സോ ഇവർക്ക് എക്സ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈസിൻ്റെ ആവശ്യമുണ്ട്. കണ്ടിന്യൂസ് സപ്ലൈ, അല്ലെങ്കിൽ അവർക്ക് സാധനങ്ങൾ, ടെക്സ്റ്റൈൽസ് ആണെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ആ ടെക്സ്റ്റൈൽസിൻ്റെ സാധനങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ ആവശ്യമുണ്ട്. പക്ഷേ എക്സ് എന്ന് പറയുന്ന ആൾക്ക് ഈ ABCയെ ഒരു പരിചയമില്ല, ഒരു പുതിയ ആൾക്കാരായതുകൊണ്ട് തന്നെ കരുന്നില്ല. സോ എക്സ് എന്ത് ചെയ്തു, ഇത് നല്ല വെൽ നോൺ ആയിട്ടുള്ള ഇവർക്ക് പരിചയത്തിലുള്ള മിസ്റ്റർ ബി എന്ന് പറയുന്ന ഒരാളെ അപ്രോച്ച് ചെയ്തു. മിസ്റ്റർ ABCയിലുള്ള ആളല്ല കേട്ടോ, എന്നാൽ ബി വേണ്ട, നമുക്ക് തക്കാലം എം എന്ന് എടുക്കാം. എം എന്ന് പറയുന്ന ഒരാളെ അപ്രോച്ച് ചെയ്തു. എന്നിട്ട് എമ്മിനോട് പറഞ്ഞു, പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി എക്സിന് എന്ത് കൊടുക്കണം, ഒരു ഗ്യാരണ്ടി കൊടുക്കണം. എക്സിന് ഞങ്ങളുടെ പേരിലൊരു ഗ്യാരണ്ടി കൊടുക്കണം. ദാറ്റ് മീൻസ് എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത്, ഈ എം എക്സിനോട് എന്ത് പറയും, അവർക്ക് ഗുഡ്സ് കൊടുത്തോ, ക്രെഡിറ്റിന് കൊടുത്തോ, നോ ഇഷ്യൂസ്, അവർ തന്നില്ലെങ്കിൽ പൈസ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് എം ഒരു ഗ്യാരണ്ടി കൊടുത്തു. സോ എമ്മിൻ്റെ ഗ്യാരണ്ടിയുടെ മേലിലാണ് എക്സ് എന്ത് ചെയ്യുന്നത്, കുറച്ച് മാസങ്ങളായിട്ട് ABC അസോസിയേറ്റ്സിന് ഗുഡ്സ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയുടെ കേസിലാണ്. സോ പിന്നീട് ഇത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി 1/1/2020 സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു 2-3 മാസമായിട്ട് അവർ ഗുഡ്സ് എടുക്കുന്നുണ്ട്. ദെൻ 5/11/20 ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, ABC അസോസിൽ നിന്ന് ഒരു പാർട്ട്ണർ പോയി. അങ്ങനെയാണെങ്കിൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ആയി. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ ഗ്യാരണ്ടി ഇവിടെ റിവോക്ക് ആകും. ഈ ഗ്യാരണ്ടി പിന്നെയും തുടരുമോ, ഇല്ല. ഇനി വേണമെങ്കിൽ എയും ബിയും കൂടെ എന്ത് ചെയ്യണം, സോ ഇതിന് ഒരു പാർട്ട് സി ആണ് പോയതെങ്കിൽ എയും ബിയും കൂടെ ഒന്നും കൂടെ എമ്മിനെ അപ്രോച്ച് ചെയ്യണം ഗ്യാരണ്ടി കിട്ടാൻ വേണ്ടി. അത് ഓട്ടോമാറ്റിക്കലി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ആകുമ്പോൾ ഗ്യാരണ്ടി കണ്ടിന്യൂ ചെയ്യുമോ, ഇല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, മിയർ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം ഓപ്പറേറ്റ്സ് ടു റിവോക്ക് ദ ഗ്യാരണ്ടി ആസ് ടു എ ഫുൾ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ. ഇനി ഫ്യൂച്ചറിലേക്കുള്ള ട്രാൻസാക്ഷനിലൊന്നും ഗ്യാരണ്ടി കിട്ടത്തില്ല ഫേമിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. സച്ച് ചേഞ്ച് മേ ഒക്കർ, ഡെത്ത് കൊണ്ടാവാം, റിട്ടയർമെൻറ്റ് കൊണ്ടാവാം, ഓർ ബൈ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ കൊണ്ടാവാം. ഏത് കാരണം കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ഉണ്ടായാലും കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി പിന്നീട് ഫ്യൂച്ചർ ട്രാൻസാക്ഷനിലേക്ക് ഉണ്ടാവത്തില്ല. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി വേണം എന്നുണ്ടെങ്കിൽ വേറെ ഒരു ഗ്യാരണ്ടി എഗ്രിമെൻറ്റ് പുതിയ ബാക്കി മിച്ചമുള്ള പാർട്ട്നേഴ്സും ഗ്യാരണ്ടി തരുന്ന ആളും തമ്മിൽ വരണം. അല്ലാത്ത കേസിൽ ഗ്യാരണ്ടി കിട്ടത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്ക് റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ബാക്കിയും കൂടെ റിവൈസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.